ബാക്ക് ടു ലേണേഴ്സ് ഹബ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മാരത്തൺ സെഷൻ ആണ്. കഴിഞ്ഞ ദിവസം FM-ന്റെ മാരത്തൺ സെഷൻ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ എല്ലാവരും ചോദിക്കുന്ന ഒരു കമന്റ് ആയിരുന്നു, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മാരത്തൺ ചെയ്യാമോ എന്ന്. സോ നമ്മൾ ഇന്ന് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മാരത്തൺ കണ്ടക്ട് ചെയ്യാണ്. ഈ മാരത്തൺ സെഷന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് ഒരു 60+ മാർക്ക് അല്ലെങ്കിൽ എക്സംഷൻ സ്കോർ ചെയ്യാനായിട്ട് കുറച്ച് സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നിങ്ങളൊരു എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരിക്കലും ഇത്രയും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ABC കോസ്റ്റിംഗ്. ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ തന്നിരിക്കുന്ന എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അല്ലെ ABC കോസ്റ്റിംഗ്. ഷുവർ ഷോർട്ട് ആയിട്ട് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ MCQ ഒരു ക്വസ്റ്റ്യനും കിട്ടും. സോ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ഒരു 9 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഞാൻ അങ്ങനെ കോൺസെപ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് ഒരു റെഗുലർ ക്ലാസ്സിൽ പറയുന്ന പോലെ പറയുന്നില്ല. വളരെ ബ്രീഫ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ തരാം. എന്നിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കും. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർ ഹെഡ് എങ്ങനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താ? ബിസിനസിന്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ചു. ഓവർ ഹെഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രഡീഷണൽ അപ്രോച്ച്, അതായത് ഒരു സിംഗിൾ ബേസ്, ഒന്നെങ്കിൽ മെഷീൻ അവർ അല്ലെങ്കിൽ ലേബർ അവർ അല്ലെങ്കിൽ ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ഇതിൽ ഏതെങ്കിലും എടുത്തിട്ട് ഒരു സിംഗിൾ ബേസ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ആക്ച്വലി ഒരു ഇന്നാക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും നമ്മൾ തരാം. സോ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ ABC കോസ്റ്റിംഗ് വന്നത്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു, അതായത് സിമിലർ നേച്ചറുള്ള കോസ്റ്റുകളെല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ട് അതിനെ റിലേറ്റഡ് കോസ്റ്റ് നമ്മൾ നോക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഉണ്ടായത്, ആ ഒരു റീസൺ കണ്ടുപിടിക്കുകയാണ്. ആ റീസണെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഡ്രൈവർ. ഈ കോസ്റ്റ് ഡ്രൈവറിന്റെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യും. ആ ഡ്രൈവർ റേറ്റിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഓരോ യൂണിറ്റിന് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന് നമ്മൾ കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചിന്റെ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് ABC അപ്രോച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു സിംഗിൾ ബേസ് യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കോസ്റ്റ് ഡ്രൈവറിന്റെ ഹെൽപ്പ് കൊണ്ടായിരിക്കും നമ്മൾ കോസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന്റെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരും, അത് നമുക്ക് പോകെ പഠിക്കാം. ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കാം. പക്ഷെ ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് അറിയാം. ഫസ്റ്റ് വൺ ഇസ് ആക്ടിവിറ്റി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ആക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോസ്റ്റ്. ഈ ഓരോ ആക്ടിവിറ്റിയുടെയും റിലേറ്റഡ് കോസ്റ്റ് എഴുതുക. ആൻഡ് തേർഡ് കോളം ഇസ് എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് വന്നത്, എങ്ങനെ ഇൻകർ ചെയ്ത ഒരു റീസൺ കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് കോസ്റ്റ് ഡ്രൈവർ. ആൻഡ് ഫോർത്ത് ബോക്സ് ഇസ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെ നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാം? ഇപ്പം ABC ആൻഡ് D ആണെങ്കിൽ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഇസ് B ഡിവൈഡഡ് ബൈ C. മനസ്സിലായോ? നമ്മുടെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ ആണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ, ഞാൻ 3 പ്രൊഡക്റ്റ് ആണ് അസ്യൂം ചെയ്യാണ്. ABC പ്രൊഡക്ട്സിന് നമ്മൾ കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ നേച്ചറുള്ള കോസ്റ്റുകളെല്ലാം നമ്മളൊരു ഗ്രൂപ്പ് ആക്കുന്നു. ആ ആക്ടിവിറ്റിയുടെ റിലേറ്റഡ് ഓവർ ഹെഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഉണ്ടായെന്ന് നോക്കുന്നു. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയാം. കോസ്റ്റ് ഡ്രൈവർ കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ ചെയ്യുന്നു.
കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാണ് ആൻഡ് ഈച്ച് പ്രൊഡക്റ്റിന് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യാം. XYZ Limited is engaged in manufacturing two products, Express Coffee and Instant Coffee. It furnishes the following data for a year. Product Express Coffee and Instant Coffee and actual output 5,000, 60,000, total machine hours 20,000, 1,20,000, total number of purchase order 160, 384, total number of setup 20, 24. ഈ 3 കോളം മെഷീൻ അവർ, നമ്പർ ഓഫ് പർച്ചേസ് ഓഫ് ഓർഡേഴ്സ്, നമ്പർ ഓഫ് സെറ്റപ്സ്, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് കോസ്റ്റ് ഡ്രൈവർ. ഓക്കെ, ദ ആനുവൽ ഓവർ ഹെഡ് ആർ അണ്ടർ. നമ്മുടെ ഓവർ ഹെഡ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. മെഷീൻ പ്രോസസിംഗ് കോസ്റ്റ് 7 lakh, setup related cost 7,60,000 and purchase related cost is 6,80,000. You are required to compute the cost allocated to each product, Express Coffee and Instant Coffee, from each activity on the basis of activity based costing. So ABC method വെച്ച് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ ആ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഇസ് ആക്ടിവിറ്റി, second one is overhead cost, third one is cost driver and fourth one is cost driver rate. കമ്പ്യൂട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? മെഷീൻ പ്രോസസിംഗ് കോസ്റ്റ് ഉണ്ട്, സെറ്റപ്പ് കോസ്റ്റ് ഉണ്ട് ആൻഡ് പർച്ചേസ് റിലേറ്റഡ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കോസ്റ്റുകൾ നമുക്ക് സെക്കൻഡ് കോളത്തിൽ എഴുതാം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് കോസ്റ്റ് ഡ്രൈവർ കമ്പ്യൂട്ട് ചെയ്യാം. മെഷീൻ പ്രോസസിംഗ്, അതിന് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്? ടോട്ടൽ മെഷീൻ അവേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീസൺ കണ്ടുപിടിക്കുക. സോ കോസ്റ്റ് ഡ്രൈവർ ലെവൽ ഇസ് 20,000 പ്ലസ് 1,20,000, 1,40,000 വന്നു. ഇനി സെറ്റപ്പ് കോസ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് സെറ്റപ്പ് 20യും 44ഉം ഉണ്ട്. സോ ഇൻ ടോട്ടൽ 64 എന്ന് വരും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പർച്ചേസ് റിലേറ്റഡ് കോസ്റ്റ്. പർച്ചേസ് റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ ഉണ്ട്. ദാറ്റ് ഇസ് 160 പ്ലസ് 384, 544 എന്ന് കിട്ടും. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഓവർ ഹെഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് 7 lakh ഡിവൈഡഡ് ബൈ 1,40,000 5 എന്ന് കിട്ടും. 7,68,000 ഡിവൈഡഡ് ബൈ 64 ചെയ്താൽ 12,000 കിട്ടും. 6,80,000 ഡിവൈഡഡ് ബൈ 544 ചെയ്താൽ 1,250 കിട്ടും. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഈച്ച് പ്രൊഡക്റ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഇസ് എക്സ്പ്രസ് കോഫി ആൻഡ് ഇൻസ്റ്റന്റ് കോഫി. മെഷീൻ പ്രോസസിംഗ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. റേറ്റ് എത്രയാ? 5 എന്ന് കിട്ടി. ഓക്കെ, 20,000 for express coffee and 1,20,000 for instant coffee. So 20,000 into 5 and 1,20,000 into 5. നമുക്ക് 1 lakhും കിട്ടി, 6 lakhും കിട്ടി. ഇനി സെക്കൻഡ് വൺ ഇസ് സെറ്റപ്പ് കോസ്റ്റ്. സെറ്റപ്പ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി റേറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 12,000. ടോട്ടൽ നമ്പർ ഓഫ് സെറ്റപ്സ് ഇസ് 20 into 20 and 44. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ്പ്രസ് കോഫിക്ക് 12,000 into 20 ആൻഡ് ഇൻസ്റ്റന്റ് കോഫിക്ക് 12,000 into 44. സോ 2,40,000, 5,28,000 എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പർച്ചേസ് റിലേറ്റഡ് കോസ്റ്റ്. പർച്ചേസ് റിലേറ്റഡ് കോസ്റ്റിന്റെ റേറ്റ് ഇസ് 1,250 ആൻഡ് നമ്പർ ഓഫ് purchase orders 160 and 384. 160 and 384 വരുമ്പോൾ 1,250 into 160 and 1,250 into 384 ചെയ്യുക. You will get 2 lakh and 4,80,000. സോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ എടുക്കാം. 1 lakh plus 2,40,000 plus 2 lakh is equal to 5,40,000 ആണ് എക്സ്പ്രസ് കോഫിയുടെ ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ഹെഡ്. ഇൻസ്റ്റന്റ് കോഫിയുടെ ആണെങ്കിൽ 6 lakh plus 5,28,000 plus 4,80,000, 16,08,000.
ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? 7 മാർക്ക് കിട്ടി. ഇനി അടുത്ത പാർട്ട് എന്താണ്? ഫൈൻഡ് ഔട്ട് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈച്ച് പ്രൊഡക്റ്റ് എക്സ്പ്രസ് കോഫി ആൻഡ് ഇൻസ്റ്റന്റ് കോഫി. ഓക്കെ, നമ്മളോട് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓവർഹെഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ടോട്ടൽ ഓവർഹെഡ് എക്സ്പ്രസ് കോഫിയുടെയും ഇൻസ്റ്റന്റ് കോഫിയുടെയും കണ്ടുപിടിച്ചു. ഇനി പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇസ് എക്സ്പ്രസ് കോഫിക്ക് 5000 യൂണിറ്റ്സ് ആൻഡ് ഇൻസ്റ്റന്റ് കോഫിക്ക് 60,000 യൂണിറ്റ്സ് ഉണ്ട്. സോ ഓവർഹെഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടിയില്ലേ? ദാറ്റ് ഇസ് 5,40,000 ഡിവൈഡഡ് ബൈ 5,000 ചെയ്യുമ്പോൾ 108 കിട്ടും. 16,08,000 ഡിവൈഡ് ബൈ 60,000 ചെയ്യുമ്പോൾ 26.8 കിട്ടും. ക്ലിയർ ആണോ? കഴിഞ്ഞു. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാണ് ബേസ് ലെവൽ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ബിൽഡ് ചെയ്ത് വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓക്കെ, 2022 May 5 ക്വസ്റ്റ്യൻ നോക്കാം. Star Limited manufacture 3 products using the same production method. A conventional product costing system is being used. At present ഇവർ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ആണ്. ദാറ്റ് ഇസ് ഒരു സിംഗിൾ ബേസ് എടുത്തിട്ട് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് ഓഫ് ദ 3 products ഫോർ എ ടിപ്പിക്കൽ പീരീഡ് ആർ പ്രൊഡക്റ്റ്. 3 ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്, AX, BX ആൻഡ് CX. ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് 1, 0.9 and 1.5. Machine hours per unit 2, 1.5, 2.5. Materials per unit 35, 25 and 45. Volume in units is 7,500, 12,500 and 25,000. Okay. Direct labor cost rupees 20 per hour. Okay. Labor cost എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് 20 രൂപ വെച്ച്. And production overhead are absorbed on a machine hour basis. Conventional method ആണ് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ് ആകുമ്പോൾ ഒരു സിംഗിൾ ബേസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവർ ഓൺ ദ ബേസിസ് ഓഫ് മെഷീൻ അവർ ആണ് ഓവർഹെഡ് അബ്സോർബ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. The overhead absorption rate for the period is ₹30 per machine hour. Okay, overhead absorption rate as per traditional approach 30 per machine hour ആണ്. Management is considering using activity-based costing system to ascertain the cost of the product. Further analysis shows that total production overhead can be divided as follows. Cost relating to setup 40%, cost relating to machinery 10%. നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഓവർഹെഡ് കോസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതിന്റെയൊക്കെ പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അവർ എമൗണ്ട് കറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു, ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ പെർസെൻറ്റേജസ് ആണ് തന്നേക്കുന്നത്. എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. The following activity volumes are associated with the product lines for the period as a whole. Total activities for the period. Okay, number of setups, number of material, number of movement of materials, number of inspection. Okay. Required. Calculate the cost per unit for each product using the conventional method. Cost per unit ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അവർ ഓവർഹെഡ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഓവർഹെഡ് കോസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മറ്റ് പ്രൊഡക്ഷൻ റിലേറ്റഡ് കോസ്റ്റ് എന്തൊക്കെയുണ്ട് അതും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, സോ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് 3 പ്രൊഡക്റ്റ് ആണ്. സോ ഇങ്ങനെ വേണം ടേബിൾ വരയ്ക്കാൻ. പർട്ടിക്കുലർസ് AX, BX, CS. മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? മെറ്റീരിയൽ കോസ്റ്റ് ഇസ് 35, 25 and 45. So 35, 25 and 45. ഇനി ലേബർ കോസ്റ്റ് ഇസ് ഇവിടെ പറയുന്നുണ്ട് ഡയറക്ട് ലേബർ കോസ്റ്റ് ₹20 per hour. So labor hours AX is 1, BX is 0.9 and CX is 1.5. So 1 into 20 ചെയ്യാം, 0.9 into 20 ചെയ്യാം, 1.5 into 20 ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് കിട്ടുമല്ലോ. 1 into 20 is 20, 0.9 into 20 is 18 and last one is 1.5 into 20 is 30. Okay, 0.5 into 20. Okay, next one is overhead cost. ഇപ്പൊ ഇവിടെ ട്രഡീഷണൽ അപ്രോച്ച് അല്ലേ, നമ്മളോട് കൺവെൻഷണൽ മെത്തേഡ് ചോദിക്കുമ്പോൾ
ഒറ്റ ബേസ്, നമ്മളിവിടെ ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത് മെഷീൻ അവർ ആണ്. സോ മെഷീൻ അവറിന്റെ ബേസിസിൽ കൊടുക്കാം. മെഷീൻ അവർ എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 30 പെർ മെഷീൻ അവർ ആണ്. ആൻഡ് ഡീറ്റെയിൽസ് 2, 1.5 ആൻഡ് 2.5 ഉണ്ട്. സോ 2 into 30, 1.5 into 30, 2.5 into 30 ചെയ്യാം. 2 into 30 is 60, 1.5 into 30 is 45 and 2.5 into 30 is 75. കിട്ടി. എല്ലാ കോസ്റ്റുകളും നമ്മൾ കാണിച്ചില്ലേ? ഇതിന്റെ ടോട്ടൽ എടുത്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയി 115, 88 and 150. Okay. So first part കഴിഞ്ഞു and second part is calculate the cost per unit for each product using activity based costing method. Okay, ABC method വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? എല്ലാ കോസ്റ്റുകളും ഇൻ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഓരോ ആക്ടിവിറ്റീസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓവർഹെഡ് കോസ്റ്റ് 60, 45, 75 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ക്വാണ്ടിറ്റി AX, BX, CX ക്വാണ്ടിറ്റി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7,500, 12,500 and 25,000. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ എടുത്താൽ ടോട്ടൽ കോസ്റ്റ് ആയില്ലേ? സോ നമുക്ക് ചെയ്യാം. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് total overhead cost, that is 7,500 into 60, 4,50,000, 12,500 into 45, 5,62,500, 2,500 into 75, 18,75,000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 28,87,500. എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്തതെന്ന് ക്ലിയർ അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഓവർഹെഡ് കോസ്റ്റ് തന്നിട്ടില്ല, പകരം പെർസെൻറ്റേജസ് ആണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് ഓരോ ആക്ടിവിറ്റിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് ആയില്ലേ? സോ 7,500 into 60, 12,500 into 45 and 2,500 into 75. Clear? So 28,87,500 എന്ന് കിട്ടി. And calculation of overhead cost as per ABC method ചെയ്തു നോക്കാം. ഇവിടെ ആക്ടിവിറ്റീസ് കോസ്റ്റ് റിലേറ്റിംഗ് ടു സെറ്റപ്പ്, കോസ്റ്റ് റിലേറ്റിംഗ് ടു മെഷീനറി, കോസ്റ്റ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫൈനലി കോസ്റ്റ് റിലേറ്റിംഗ് ടു ഇൻസ്പെക്ഷൻ. റേറ്റുകൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 40%, 10%, 30% and 20%. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ടോട്ടൽ കോസ്റ്റിനെ ഈ പെർസെൻറ്റേജിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 28,87,500 into 40% ചെയ്താൽ 11,55,000, 28,87,500 into 10% ചെയ്യുമ്പോൾ 2,88,750, 28,87,500 into 30% ചെയ്താൽ 8,66,250, 28,87,500 into 20% ചെയ്യുമ്പോൾ 5,77,500. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ ടോട്ടൽ എടുത്ത് നോക്കിയേ. ടോട്ടൽ എടുക്കുമ്പോൾ 28,87,500 തന്നെ വരും. ഇനി കോസ്റ്റ് ഡ്രൈവേഴ്സ് നോക്കാം. കോസ്റ്റ് റിലേറ്റിംഗ് ടു സെറ്റപ്പ് ഏറ്റവും സൂട്ടബിൾ വൺ എന്താണ്? നമ്പർ ഓഫ് സെറ്റപ്സ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് റിലേറ്റിംഗ് ടു മെഷീനറി ആണ്. ദാറ്റ് ഇസ് മെഷീൻ അവേഴ്സ് ക്വസ്റ്റ്യനിലുണ്ട്. മെഷീൻ അവേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെഷീൻ അവേഴ്സ് ഉണ്ട്. ആൻഡ് third one is cost relating to material handling. Cost relating to material handling നോക്കട്ടെ. number of material movement ഉണ്ട്. and last one is cost relating to inspection. ക്വസ്റ്റ്യനിൽ number of inspection തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് പറയുന്നത് number of setups is
350 plus 450 plus 740 directly 1540 തന്നിട്ടുണ്ട്. 1540 എഴുതുന്നു. And movement is 1115. ഞാൻ പേർപ്പസ്ഫുള്ളി ഈ ഒരു സ്റ്റെപ്പ് ഇപ്പൊ തൽക്കാലം സ്കിപ്പ് ചെയ്താണ്, ഒന്ന് വെയിറ്റ് ചെയ്യാം. 1155 നമുക്ക് കോസ്റ്റ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ ഹാൻഡ്ലിംഗിന്റെ ടോട്ടൽ കിട്ടുന്നു. ആൻഡ് കോസ്റ്റ് റിലേറ്റിംഗ് ടു ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഡ്രൈവറിന്റെ ടോട്ടൽ 1500. 200 പ്ലസ് 400 പ്ലസ് 900 ചെയ്യാതെ 1500 നമുക്ക് ഇൻസ്പെക്ഷൻ കിട്ടി. ഇനി ഈ മെഷീൻ അവേഴ്സിന്റെ കോസ്റ്റ് ഡ്രൈവർ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ മെഷീൻ അവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ മെഷീൻ അവേഴ്സ് തന്നിട്ടുണ്ട്. ബട്ട് ദെൻ ദിസ് ഇസ് മെഷീൻ അവർ പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ പെർ യൂണിറ്റ് ഉള്ള മെഷീൻ അവറിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ₹30 പെർ മെഷീൻ അവർ എന്നാണ് പറയുന്നത്. ₹30 പെർ മെഷീൻ അവർ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ വോളിയം ഇൻ യൂണിറ്റ്സ് 7500, 12500, 25000 തന്നിട്ടുണ്ട്. മെഷീൻ അവർ പെർ യൂണിറ്റിനെ നമ്മൾ ഈ വോളിയം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ മെഷീൻ അവർ കിട്ടാം. ശ്രദ്ധിക്കുക, പോയിന്റ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മെഷീൻ അവർ പെർ യൂണിറ്റ് ആണ്. നമുക്ക് വേണ്ടത് ടോട്ടൽ മെഷീൻ അവേഴ്സ് ആണ്. സോ എങ്ങനെ ടോട്ടൽ മെഷീൻ അവേഴ്സ് കണ്ടുപിടിക്കാം? മെഷീൻ അവർ പെർ യൂണിറ്റ് ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ദാറ്റ് ഇസ് 2 into 7500, 2 into 7500, 15,000, 1.5 into 12,500, 18,750, 2.5 into 25,000, 62,500. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ മെഷീൻ അവർ. ഇതിന്റെ ടോട്ടൽ എടുത്ത് നോക്കാം. ദാറ്റ് ഇസ് 15,000 പ്ലസ് 18,750 പ്ലസ് 62,500 ഇസ് ഈക്വൽ ടു 96,250 എന്ന് വരും. 96,250 എന്നാണ് വരുന്നത്. യെസ്, ഇതാ കണ്ടോ, 96,250 നമുക്ക് മെഷീൻ അവർ കിട്ടി. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് മെഷീൻ അവർ പെർ യൂണിറ്റ് ആണ്. ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മെഷീൻ അവേഴ്സ് കിട്ടും. സോ 2 into 7,500, 1.5 into 12,500 and 2.5 into 25,000 ചെയ്താൽ ടോട്ടൽ 96,250 കിട്ടും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക, പലരും തെറ്റിക്കും. നമുക്ക് മെഷീൻ അവർ പെർ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടോട്ടൽ മെഷീൻ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ ഈസി അല്ലേ? ജസ്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ ചെയ്യാം. സോ ഫസ്റ്റ് കേസിൽ 75, സെക്കൻഡ് കേസിൽ 3 ആൻഡ് തേർഡ് കേസിൽ 750 ആൻഡ് ഫോർത്ത് കേസിൽ 385. ചെയ്തൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാലോ, കാൽക്കുലേറ്റർ ഉണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. AX, BX, CX 3 പ്രൊഡക്റ്റ് ആണ്. സെറ്റപ്പിന് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് 775 ആണോ 750 ആണോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നോക്കട്ടെ. 11,55,000, 11,55,000 ഡിവൈഡഡ് ബൈ 1540 is equal to 750 ആണ്. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 750 ആണ് വരാം. സോ 750, 3, 750 ആൻഡ് 385. ഓക്കെ, വീതിച്ചു കൊടുക്കുക. 750 into 350, 750 into 450, 750 into 740. നമ്പർ ഓഫ് സെറ്റപ്സ് ക്വസ്റ്റ്യനിലുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മെഷീനറി നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് മെഷീൻ അവർ ആണ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 3 എന്ന് കിട്ടും. 3 into ഇതിങ്ങനെ 7,500 into 2 എന്നൊന്നും ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7,500 into 2 എത്രയാണ്? 15,000, 18,750 and 62,500. ഇത് തന്നെയാണ് അവര് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. വീതിച്ചു കൊടുക്കുക. വീതിച്ചു കൊടുക്കുമ്പോഴത്തേനും 45,000, 56,250 and 1,87,500 എന്ന് വരും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് 750 into number of movements. Number of movements ക്വസ്റ്റ്യനിലുണ്ട്. ദാറ്റ് ഇസ് 200, 280, 65. മൾട്ടിപ്ലൈ ചെയ്യുക റേറ്റ് വെച്ചിട്ട്. റേറ്റ് 750 into 200, 750 into 280,
750 into 675 ഇതാ ചെയ്താൽ കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇൻസ്പെക്ഷൻ. 385 into number of inspection വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 77,000, 1,54,000 and 3,46,500 കിട്ടും. ടോട്ടൽ ഓവർ ഹെഡ് ജസ്റ്റ് ആഡ് ചെയ്തു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഓവർ ഹെഡ് കിട്ടും. നമ്പർ ഓഫ് യൂണിറ്റ്സ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ ഓവർ ഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആയി. ക്വസ്റ്റ്യനിലെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അണ്ടർ ABC കണ്ടുപിടിച്ചു. കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റോ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട് ആൻഡ് ഓവർ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. 71.27, 60.62, 63.81 ടോട്ടൽ എടുത്താൽ മതി, ആൻസർ കിട്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമ്മൾ പുതിയതായിട്ട് പഠിച്ച കാര്യം എന്താ, ആ മെഷീൻ അവറിന്റെ കേസും ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഇങ്ങനെ പെർസെൻറ്റേജ് തന്നിരിക്കുകയാണെങ്കിൽ ടോട്ടൽ ഓവർ ഹെഡ് കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ പെർസെൻറ്റേജിലൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇസ് 2018 നവംബറിലെ പ്രോബ്ലം ആണ്. Messrs HMB Limited is producing a product in 10 batches, each of 15,000 units in a year and incurring following overhead thereon. Material procurement 22,50,000, maintenance 17,30,000, setup 6,84,500, quality control 5,14,800. The prime cost for the year amounted to 3,01,39,000. Okay. The company is using currently the method of absorbing overhead on the basis of prime cost. Now it wants to shift to activity-based costing. Information relevant to activity drivers for a year are as under. Number of purchase orders 1,500, maintenance hours 9,080, number of setups 2,250, number of inspection 2,710. Okay. The company has produced a batch of 15,000 units and has incurred 26,38,700 and rupees 3,75,200 on materials and wages respectively. The usage of activities of the set batch are as material orders 48, maintenance hours 810 hours, number of setups 40, number of inspection 25. You are required to find out cost of product per unit on absorption costing basis for the set batch. Okay. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അബ്സോർബ് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓൺ ദ ബേസിസ് ഓഫ് പ്രൈം കോസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട്. പ്രൈം കോസ്റ്റിന്റെ ടോട്ടൽ 3,01,39,000. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോട്ടൽ കോസ്റ്റുകൾ, നമ്മുടെ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ടോട്ടൽ എടുക്കാം. ദാറ്റ് ഇസ് 22,50,000 plus 17,30,000 plus 6,84,500 plus 5,14,800. ടോട്ടൽ ഇതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ ഓവർ ഹെഡ് റേറ്റ് കിട്ടി, പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ് നമുക്ക് കിട്ടും. സോ ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഇസ് ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് 22,50,000 പ്ലസ് 17,30,000 പ്ലസ് 6,84,500 plus 5,14,800 നമുക്ക് 51,79,300 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3,01,39,000 into 100 is equal to 17.18% എന്നാണ് നമുക്ക് ഓവർ ഹെഡിന്റെ പെർസെൻറ്റേജ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് പെർ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പെർ യൂണിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 26,38,700 and wages is 3,75,200. 26,38,700 plus 3,75,200 ചെയ്യുന്നു and total is 30,13,900. നമ്മുടെ ഓവർ ഹെഡ് കോസ്റ്റ് ഇസ് 17.18% ഓഫ് പ്രൈം കോസ്റ്റ്. എത്രയാണോ പ്രൈം കോസ്റ്റ് അതിന്റെ 17.18%. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൈം കോസ്റ്റ് ഇസ് 30,13,900 into 17.18% ആണ് ഓവർ ഹെഡ്. ചെയ്ത് കഴിയുമ്പോൾ 5,17,788.02 എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാ ക്വസ്റ്റ്യനിൽ പറയണേ,
15,000 units. So divided by 15,000 ചെയ്താൽ cost of product per unit 235.45 എന്ന് കിട്ടി. കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത പാർട്ട് എന്താ? ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഡ്രൈവർ റേറ്റ്, ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദി സെറ്റ് ബാച്ച് ഓൺ ദി ബേസിസ് ഓഫ് ABC. ചെയ്യാം. ഫോർമാറ്റ് ഓർമ്മയില്ലേ? നമ്മുടെ ആക്ടിവിറ്റി, കോസ്റ്റ്, കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഇസ് 22,50,000, മെയിൻ്റനൻസ് 17,30,000, സെറ്റപ്പ് ഇസ് 6,84,500, ക്വാളിറ്റി കൺട്രോൾ 5,14,800. കോസ്റ്റ് ഡ്രൈവേഴ്സ്, മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് 1,500 എന്നുണ്ട് ക്വസ്റ്റ്യനിൽ. സോ 1,500. ആൻഡ് മെയിൻ്റനൻസ്, മെഷീൻ അവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മെഷീൻ അവേഴ്സ് ഓൾസോ, സോറി മെയിൻ്റനൻസ് അവേഴ്സ്, മെഷീൻ അവേഴ്സ് അല്ല, മെയിൻ്റനൻസ് അവേഴ്സ് 9080 ഉണ്ട്. സോ 9080. ആൻഡ് സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്സ് ഉണ്ട് 2,250. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ 2,708. കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ ചെയ്താൽ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടും. കമ്പ്യൂട്ട് ചെയ്യാലോ. 22,50,000 ഡിവൈഡ് ബൈ 1,500 ചെയ്യാം. ആൻഡ് ഇവിടെ 17,30,000 ഡിവൈഡ് ബൈ 9,080 ചെയ്യാം. 6,84,500 ഡിവൈഡ് ബൈ 2,250 ചെയ്യാം. 5,14,800 ഡിവൈഡഡ് ബൈ 2,710 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഡക്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തൂടെ? സോ ഇവിടെ നമുക്ക് മൊത്തത്തിൽ എന്താ നമ്മളോട് പറയുന്നത്? ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ട് എത്ര വന്നു? മെറ്റീരിയൽ ഓർഡേഴ്സ് 48, മെയിൻ്റനൻസ് അവേഴ്സ് 810, നമ്പർ ഓഫ് സെറ്റപ്പ് 40 ആൻഡ് നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ 25. ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിൽ മോർ ദാൻ വൺ പ്രൊഡക്റ്റിന്റെ ആയിരിക്കും നമ്മൾ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഒരു ബാച്ചേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു സിംഗിൾ ബാച്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ബാച്ചിന് 48 ഓർഡേഴ്സ്, 810 അവേഴ്സ്, 40, 25. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫോർ എ ഇയറിന്റെ ഡേറ്റ ഫുൾ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഓവർ ഹെഡ് തന്നിരിക്കുന്നത് ഫോർ എ ഇയർ ആണ്. ഓക്കെ, ഒരു ഇയറിലുള്ള ഓവർ ഹെഡ് കോസ്റ്റുകളും നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ഓൾസോ ഒരു ഇയർലി ഉണ്ട്. അതിന്റെ ബേസിസിൽ നമ്മൾ ഡ്രൈവർ റേറ്റ് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് ബാച്ച് ഓഫ് 15,000 യൂണിറ്റ്സിന്റെ മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. അതിന്റെ മാത്രം മെറ്റീരിയൽ ഓർഡറും മെയിൻ്റനൻസ് അവേഴ്സും നമ്പർ ഓഫ് സെറ്റപ്സും ഇൻസ്പെക്ഷൻസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ആ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഇൻറ്റു സൂട്ടബിൾ കോസ്റ്റ് ഡ്രൈവർ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ മെറ്റീരിയൽ ഓർഡർ കോസ്റ്റിന് സൂട്ടബിൾ ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? മെറ്റീരിയൽ ഓർഡേഴ്സ് 48 ഉണ്ട്. സോ 48 ഇൻറ്റു 1,500, 48 ഇൻറ്റു 1,500 ചെയ്തു. അടുത്ത മെയിൻ്റനൻസ് കോസ്റ്റ് 190.53 പെർ അവർ ആണ്. സോ 190.53 into 810 hours. Setup cost 304.22 into 40. Quality control cost 189.96 into 25. കിട്ടിയല്ലോ. ആൻഡ് മെറ്റീരിയലും വേജും ഡയറക്ട്ലി ക്വസ്റ്റ്യനിലുണ്ട്. അതിനകത്ത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അതിലോട്ട് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയി. ക്ലിയർ ആണോ? സിമ്പിൾ ആയിരുന്നില്ലേ? മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഇവിടെ ഇയറിലുള്ള ഓവർ ഹെഡും ഇയറിലുള്ള കോസ്റ്റ് ഡ്രൈവേഴ്സും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പർട്ടിക്കുലർ ബാച്ചിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഡ്രൈവർ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് സെറ്റ് ബാച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ബാച്ചിന്റെ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആ ബാച്ചിന്റെ മാത്രം ഡീറ്റെയിൽസ് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എടുക്കുന്നു. ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഡൺ. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 15,000 ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. സോ 32,57,147.10 ഡിവൈഡഡ് ബൈ 217.14 ചെയ്താൽ 32,57,147.1 divided by 57,000 ചെയ്താൽ we'll get 15,000 ചെയ്താൽ we'll get 217.14. okay, 32,57,147
divided by number of units in a batches 15,000 ചെയ്യുന്നു, you will get 217.14. മനസ്സിലായില്ലേ? So നമ്മുടെ next illustration നോക്കാണ്, that is illustration 5 from your workbook. Workbookil illustration 5 ആണ് ചെയ്യുന്നത്, page number 8. Vegetable basket store has decided to increase the size of the store. It wants the information about the probability of individual product line. Potato, tomato and onion. It provides the following data for 2024 for each product line. Okay. Revenue തന്നിട്ടുണ്ട്, cost of goods sold ഉണ്ട്, cost of bags return ഉണ്ട്, number of purchase order placed ഉണ്ട്, number of deliveries received ഉണ്ട്, hours of shelf stocking time and finally items sold. Vegetable basket also provides the following information for the year 2024. Bag return, ordering, deliveries, ordering, delivery, self stocking and customer support. Total cost details എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി vegetable basket currently allocates the store support cost, all cost other than cost of goods sold to product line on the basis of cost of goods sold. Calculate operating income and operating income as a percentage of revenue. So ചെയ്യാം, ഇനിഷ്യലി പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാനാണ്. ഇവിടെ ഓവർഹെഡ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്, ഒന്ന് ഓപ്പറേറ്റിംഗ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനും നെക്സ്റ്റ് വൺ ഇസ് ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ. ഓപ്പറേറ്റിംഗ് ഇൻകം നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് സപ്പോർട്ടിംഗ് കോസ്റ്റ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. ഓക്കെ, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് സപ്പോർട്ടിംഗ് കോസ്റ്റ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. സോ ചെയ്യാം, റവന്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി 79,350, 2,10,060 and 1,20,990 തന്നിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ലെസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 60,000, 1,50,000 and 90,000 എന്നുണ്ട്. സോ ഇത് രണ്ടും നമ്മൾ ലെസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റോർ സപ്പോർട്ട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കണം. സ്റ്റോർ സപ്പോർട്ട് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇവിടെ ഉണ്ട് 1,200, 15,600, 25,200, 17,280 പ്ലസ് 30,720. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. സോ 1,200 പ്ലസ് 15,600 പ്ലസ് 25,200 പ്ലസ് 17,280 പ്ലസ് 30,720 ചെയ്താൽ 90,000 കിട്ടും ടോട്ടൽ. ഓക്കെ, ഈ 90,000 നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്യാം, 90,000 കിട്ടി. ഇതിന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എത്രയാ? 3 lakh. സോ പൊട്ടേറ്റോയ്ക്ക് എത്ര വരും? 90,000 ഇൻറ്റു 60,000 ഡിവൈഡഡ് ബൈ 3 lakh. മനസ്സിലായോ? അടുത്തത് 90,000 ഇൻറ്റു 1,50,000 divided by 3 lakh. Next one is 90,000 into 90,000 divided by 3 lakh. ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വണ്ണിന് 90,000 into 60,000 divided by 3 lakh ചെയ്യുന്നു. You get 18,000. മനസ്സിലായി? ഇതുപോലെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. So finally you'll get operating income കിട്ടും 1,350, 15,060, 3,990 എന്ന് പറഞ്ഞു കിട്ടും. ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ആണ്. സോ ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100 ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100 ആണ്. That is 1,350 divided by 79,350 into 100, 15,060 divided by 2,10,060 into 100, 3,990 divided by 1,20,990 into 100. Clear ആണോ? അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ലല്ലോ. സിമ്പിൾ ഒരു കാര്യമാണ്. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, സപ്പോർട്ട് കോസ്റ്റ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് കൊടുക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ടോട്ടൽ നമുക്ക് 3 lakh ഉണ്ട്. സപ്പോർട്ട് കോസ്റ്റിന്റെ ടോട്ടൽ 90,000 ഉണ്ട്. സോ 90,000 into 60,000 divided by 3 lakh. 90,000 into 1,50,000 divided by 3 lakh. 90,000 into 90,000 divided by 3 lakh ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ട് കോസ്റ്റ് കിട്ടി. അപ്പൊ നമുക്ക് സെയിൽസ് ചെയ്യുന്ന നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും സപ്പോർട്ടിംഗ് കോസ്റ്റും കുറച്ചാൽ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. ആ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100 ചെയ്താൽ ഓപ്പറേറ്റിംഗ് ഇൻകം പെർസെൻറ്റേജുമായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
if vegetable baskets allocate store support cost to the product line on the basis of ABC costing, calculate the operating income and operating income as a percentage of revenue. ചെയ്യാം. Okay. So, നമ്മുടെ സപ്പോർട്ടിംഗ് കോസ്റ്റ് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് വൺ ഇസ് ബാഗ് റിട്ടേൺ അല്ലെ. നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന ബാഗ് റിട്ടേൺ ആണ്. ബാഗ് റിട്ടേൺ ഡയറക്ട് ട്രേസിംഗ് ടു പ്രൊഡക്റ്റ് ലൈൻ. ഏതാണോ പ്രൊഡക്റ്റ് ലൈൻ അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഏത് പ്രൊഡക്റ്റിലാണ് പോയിരിക്കുന്നത്? ബാഗ് റിട്ടേൺസ് ഡയറക്ട്ലി അലോക്കേറ്റഡ്. യെസ്, കോസ്റ്റ് ഓഫ് ബാഗ് റിട്ടേൺ കണ്ടോ, 1200 ഡയറക്ട്ലി ടു പൊട്ടേറ്റോ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൊട്ടേറ്റോയ്ക്ക് ഡയറക്ട്ലി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വൺ ഓർഡറിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസ് ഓർഡർ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓർഡറിംഗ് 156 പർച്ചേസ് ഓർഡർ ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസിംഗ് ഓർഡർ ആണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ 156 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ പ്ലേസ് 36, 84, 36. ഈ 36 പ്ലസ് 84 പ്ലസ് 36 ആണ് നമുക്കിവിടെ 156 കിട്ടുന്നത്. സോ നമ്മുടെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ 15,600 ഡിവൈഡഡ് ബൈ 156 ചെയ്താൽ മതി. അടുത്തത് എന്താ? 25,200 ഡെലിവറി ഉണ്ട്. ഡെലിവറി റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് 30, 219, 16. 30 പ്ലസ് 219 പ്ലസ് 66 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 315 as deliveries. 25,200 ഡിവൈഡഡ് ബൈ 315 ചെയ്താൽ മതി. അടുത്തത് ഷെൽഫ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അവേഴ്സിന്റെ ബേസിസിലാണ്. നമ്പർ ഓഫ് ഷെൽഫ് സ്റ്റോക്കിംഗ് ടൈം 54, 540, 270 ഉണ്ട്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 864 hours. സോ 17,280 ഡിവൈഡഡ് ബൈ 864 hours ചെയ്താൽ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടും. ആൻഡ് ഫൈനൽ വൺ ഇസ് കസ്റ്റമർ സപ്പോർട്ട്. കസ്റ്റമർ സപ്പോർട്ടിന്റെ ടോട്ടൽ 30,720 ആണ്. ഓക്കെ, അപ്പൊ 30,720 ഓൺ ദ ബേസിസ് ഓഫ് ഐറ്റം സോൾഡ്. ഐറ്റം സോൾഡ് എത്രയാ? 12,600, 1,10,400 and 30,600. So 30,720 divided by 1,53,600. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ you will get 1,53,600. ഡിവൈഡ് ചെയ്യുന്നു you will get cost driver rate. അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ദാ ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടിയെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. ഇത് പൊട്ടേറ്റോയ്ക്ക് മാത്രം 1200 ഡയറക്ട്ലി ഉണ്ട്. ബാക്കി ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസ് ഓർഡർ, ഡെലിവറി, അവേഴ്സ് ഓഫ് ടൈം ആൻഡ് ഐറ്റംസ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാൻഡ് ടോട്ടൽ കമ്പ്യൂട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുന്നു. ആൻഡ് ഇനി നമ്മൾ സപ്പോർട്ട് കോസ്റ്റ് എത്ര വേണം എടുക്കാൻ? പൊട്ടേറ്റോയുടെയും ടൊമാറ്റോയുടെ ഓണിയന്റെ ഇത് വേണം എടുക്കാൻ. ദാറ്റ് ഇസ് 10,800, 58,800 and 20,400 കുറച്ചാൽ വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം ആസ് എ പെർസെന്റേജ് ഓഫ് റവന്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. സോ 8,550 ഡിവൈഡഡ് ബൈ 79,350 ഇൻറ്റു 100. 1,260 ഡിവൈഡഡ് ബൈ 2,10,060 into 100. 10,590 divided by 1,20,990 into 100 ചെയ്താൽ you will get 10.78%, 0.6% and 8.75%. ക്ലിയർ ആണോ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിലുണ്ട്. ആകെ നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് സപ്പോർട്ടിംഗ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 2 ഫ്രം യുവർ വർക്ക് ബുക്ക്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നോ? PQR Limited manufactures 4 products L, M, N and O in the same factory. The following information is given for a certain period. Good output 720, 600, 480 and 504 ഉണ്ട്. Okay, average yield 80, 80, 96 and 90. Machine hour per unit of input is 4, 3, 2 and 1. The plant works such that after machining, the defectives in each run are automatically segregated and dumped separately in a container. നമ്മുടെ പ്ലാന്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് ഇൻപുട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിൽ ഡിഫക്റ്റീവ് എല്ലാം കൂടെ ഒരൊറ്റ കണ്ടെയ്നറിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡംപ് ചെയ്യുന്നു. ആക്ച്വലി ഫൈനൽ ഗുഡ് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. The good unit passes through the process and further checked for quality by the inspectors of quality control.
who charge by number of batches inspected. Okay. The total production and selling overhead of the company are the following for the period. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സെറ്റപ്പ് കോസ്റ്റ് അല്ല, ഇത് മെഷീൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ആൻഡ് ഇതാണ് സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ഇവിടെ സെറ്റപ്പ് കോസ്റ്റും മെഷീൻ ഓപ്പറേഷൻ മെയിൻ്റനൻസ് കോസ്റ്റും തിരിച്ചാണ് തന്നിരിക്കുന്നത്. സ്റ്റോർസ് റിസീവിംഗ് 21,400, ഇൻസ്പെക്ഷൻ 24,000, finished good packing or dispatch 14,400. The following additional information is given. A material requisition is made for every 25 units of input. A machine need to be set up and tuned after each production run. ഓരോ പ്രൊഡക്ഷൻ റണ്ണ് കഴിയുമ്പോൾ മെഷീൻ നീഡ്സ് ടു ബി സെറ്റ് അപ്പ്. ഓക്കെ, പ്രൊഡക്ഷൻ ഇസ് ഇൻ ബാച്ച് ഓഫ് 24 ഗുഡ് യൂണിറ്റ്സ് ഫോർ ഓൾ ദ പ്രൊഡക്ട്സ്. ഓക്കെ, അടുത്തത് units of L and M are packed in boxes that have 24 units of capacity each, and N and O are packed in smaller boxes of 12 unit capacity. The smaller box contain half the price of the bigger box. Okay, രണ്ട് ബോക്സ് ആണുള്ളത്. എല്ലും എമ്മും നമ്മൾ ഒരു ബോക്സിൽ ഇടുന്നു, പക്ഷെ ആ ബോക്സിലെ കപ്പാസിറ്റി 24 യൂണിറ്റ് വരെ കണ്ടെയ്ൻ ചെയ്യാം. രണ്ടാമത്തെ ബോക്സിലാണ് എന്നും ഓയും, പക്ഷെ അതിന്റെ കപ്പാസിറ്റി കുറച്ചും കൂടെ കുറവാണ്. ദാറ്റ് ഇസ് 12 units ആണ്. ഓക്കെ, the smaller box cost half the price of bigger box. ബിഗർ ബോക്സിന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ പകുതിയാണ് സ്മോളർ ബോക്സിന്റെ പ്രൈസ്. Each box contain only one type of product. There is no product mix up in packing. Okay, അടുത്തത് നമ്മൾ ഓരോ ബോക്സിലും ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് വെക്കുന്നുള്ളൂ, അല്ലാതെ മിക്സപ്പ് ഒന്നും ചെയ്ത് വെക്കുന്നില്ല. Choose appropriate activity cost driver for each overhead cost and calculate overhead cost per unit of good output for each of the product under the ABC system. ചെയ്തു നോക്കാം. സോ നമുക്ക് എന്തൊക്കെ കോസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്? മെഷീൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. ഈ മെഷീൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് എന്തിന്റെ ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം? മെഷീൻ അവറിന്റെ ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മെഷീൻ അവറിന്റെ ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടെ തന്നിരിക്കുന്നത് മെഷീൻ അവർ പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്ര ഇൻപുട്ട് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടോ? ഇല്ല. പകരം ഇവർ തന്നിട്ടുള്ളത് ഗുഡ് ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്, ആവറേജ് ഈൽഡും ഉണ്ട്. അതായത് നമ്മൾ എത്ര ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നോ അതിന്റെ 80% ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരാം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ 100 ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ എന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 80 ആയിരിക്കും. അതാണ് ഇൻ കേസ് ഓഫ് എൽ. എമ്മിന്റെ കേസിലും 80% ആണ്, എന്നിന് 96ഉം ഓയ്ക്ക് 90 ആണ്. സോ നമുക്ക് ഗുഡ് ഔട്ട്പുട്ടും ഉണ്ട്. ആ ഔട്ട്പുട്ട് ടോട്ടൽ ഇൻപുട്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയാം. അതിന്റെ ബേസിസിൽ നമുക്ക് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അതായത് 720 എന്ന് പറയുന്നത് 80% ആണെങ്കിൽ ഇൻപുട്ട് എത്രയായിരിക്കും? 100 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇൻപുട്ട് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 720 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്യുന്നു. 720 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്താൽ 900 കിട്ടും. ഇനി എമ്മിന്റെ 600 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്താൽ 750 കിട്ടും. എന്നിന്റെ 480 ഡിവൈഡഡ് ബൈ 96 ഇൻറ്റു 100 ചെയ്താൽ 500 കിട്ടും. ആൻഡ് ഓയുടെ 504 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 ചെയ്താൽ 560 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മെഷീൻ അവർ പെർ ഇൻപുട്ട് ക്വസ്റ്റ്യനിലുണ്ട് 4, 3, 2 and 1. സോ മൾട്ടിപ്ലൈ ചെയ്യാം. 90 ഇൻറ്റു 4 3600, 750 ഇൻറ്റു 3 2250, 500 ഇൻറ്റു 2000 and 560 ഇൻറ്റു 1 560. സോ ഇതിന്റെ ടോട്ടൽ 7410. ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് കിട്ടി. മെഷീൻ അവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. മെഷീൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് 66,375 divided by 7,410, you will get 8.957 as cost driver rate. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? മെഷീൻ അവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3600, 2250 and 1560 ഇൻറ്റു കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ദാറ്റ് ഇസ് 8.957 ചെയ്യുമ്പോൾ 32,246, 20,154, 8,957 and 5,016 കിട്ടും. കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് സെറ്റപ്പ്. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താ? സെറ്റപ്പ് കോസ്റ്റ് അല്ലേ? സെറ്റപ്പ് കോസ്റ്റ് ഞാൻ പറഞ്ഞു തിരിച്ചെഴുതണേ. സെറ്റപ്പ് കോസ്റ്റ് ഇസ് 19,200. സെറ്റപ്പ് കോസ്റ്റിനെ പറ്റി എന്താ പറയണേ? മെഷീൻ നീഡ് ടു ബി സെറ്റപ്പ് ആൻഡ് ട്യൂൺഡ് ആഫ്റ്റർ ഈച്ച് പ്രൊഡക്ഷൻ റൺ. ഓരോ പ്രൊഡക്ഷൻ റൺ കഴിയുമ്പോഴും മെഷീൻ സെറ്റപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്.
ഇനി പ്രൊഡക്ഷൻ ഇസ് ഇൻ ബാച്ചസ് ഓഫ് 24 ഗുഡ് യൂണിറ്റ്സ് ഫോർ ഓൾ ദി പ്രൊഡക്ട്സ്. ഓക്കെ, നമ്മൾ എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് ഈച്ച് ബാച്ചിൽ 24 യൂണിറ്റ് വെച്ചിട്ടാ. മനസ്സിലായോ? ഓരോ സിംഗിൾ ബാച്ചിൽ 24 യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. ക്ലിയർ ആണോ? സോ നമുക്ക് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ കമ്പ്യൂട്ട് ചെയ്യാം. പ്രൊഡക്ഷൻ റണ്ണിനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? 24 ഗുഡ് യൂണിറ്റ്സ്. 24 ഗുഡ് യൂണിറ്റ്സ് ആണ് ഈച്ച് ബാച്ചിലും പോകുന്നത്. സോ എല് എത്ര ഗുഡ് യൂണിറ്റ് ഉണ്ട്? 720. 720 ഡിവൈഡഡ് ബൈ 24 ചെയ്താൽ എത്ര പ്രൊഡക്ഷൻ റൺ ഉണ്ടെന്ന് കിട്ടും. മനസ്സിലായോ? മൊത്തം നമുക്ക് 720 ഗുഡ് യൂണിറ്റ്സ് ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ റണ്ണിൽ 24 ഗുഡ്സ് ആണ് പോവുക. സോ 720 ഡിവൈഡഡ് ബൈ 24 ചെയ്യാം, 30 കിട്ടും. അടുത്തത് 600 ഡിവൈഡ് ബൈ 24 ചെയ്താൽ 25 കിട്ടും. നെക്സ്റ്റ് 480 ഡിവൈഡ് ബൈ 24 ചെയ്താൽ 20 കിട്ടും. 504 ഡിവൈഡ് ബൈ 24 ചെയ്താൽ 21 കിട്ടും. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 96. 96 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? 96 കിട്ടുന്നു. നമ്മുടെ സെറ്റപ്പ് കോസ്റ്റ് ഇസ് 19,200. സോ 19,200 സോറി നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് 19,200 ഡിവൈഡഡ് ബൈ 96 ചെയ്യുമ്പോൾ 200 പെർ ബാച്ച് എന്ന് കിട്ടും. 19,200 ഡിവൈഡഡ് ബൈ 96 എന്ന് ചെയ്താൽ 200 പെർ ബാച്ച് കിട്ടും. നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ റൺ അറിയാം. 30, 25, 20, 21 എന്നാണ്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഇസ് 200. മൾട്ടിപ്ലൈ ചെയ്യുക. 30 into 200, 25 into 200, 20 into 200, 21 into 200 and you'll get 19,200 ആണ് ടോട്ടൽ വരാം. ഇനി അടുത്ത് വരുന്നത് സ്റ്റോർ റിസീവിംഗ് ആണ്. സ്റ്റോർ റിസീവിംഗ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ ആണ്. മെറ്റീരിയൽ റിക്വസിഷനെ പറ്റി എന്താ പറയണേ? ഓൾ മെറ്റീരിയൽ റിക്വസിഷൻ ഇസ് മെയ്ഡ് ഫോർ എവറി 25 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട്. മെറ്റീരിയൽ റിക്വസിഷൻ നടത്തുന്നത് 25 യൂണിറ്റ് ഓഫ് ഇൻപുട്ടിനാണ്. ഓക്കെ, ഇൻപുട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 900, 750, 500, 560. ഇപ്പൊ നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ എങ്ങനെ അറിയാം? 900 ഡിവൈഡഡ് ബൈ 25, 750 ഡിവൈഡ് ബൈ 25, 500 ഡിവൈഡ് ബൈ 25, 560 ഡിവൈഡ് ബൈ 25 ചെയ്യുന്നു. നമുക്ക് നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ കിട്ടി. ടോട്ടൽ ചെയ്താൽ 108.4 ആണ്. നമ്മുടെ കോസ്റ്റ് 21,400. 21,400 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ 108.4 ഡിവൈഡ് ബൈ 108 പോയിന്റ് ആട്ടോ. 8.4 ചെയ്താൽ 197.42 എന്ന് വരും. ഒന്ന് ചെയ്ത് നോക്കാം. 21,400 ഡിവൈഡഡ് ബൈ 108.4 ചെയ്താൽ 197.42 എന്ന് കിട്ടും. ഈ 197.42 ഇൻറ്റു ചെയ്യാം. 197.42 ഇൻറ്റു കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 36, 30, 20, 22.4 വെച്ച് ഇൻറ്റു ചെയ്താൽ 36 ഇൻറ്റു 197.42, 30 ഇൻറ്റു 197.42, 20 ഇൻറ്റു 197.42, 22.4 ഇൻറ്റു 197.42 ചെയ്ത് കഴിയുന്നു. നമുക്ക് ആൻസർ കിട്ടാൻ ലാസ്റ്റ് വൺ അല്ല, സെക്കൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ ആണ്. ഓക്കെ, ഇൻസ്പെക്ഷനും ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ റൺ ആണ് നമ്മൾ കൊടുക്കുക. ചെയ്ത് നോക്കാം. ഇൻസ്പെക്ഷൻ നമുക്ക് ടോട്ടൽ 24,000 ഉണ്ട്. നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ ഓൾറെഡി നമുക്കറിയാം 30, 25, 20, 21 ആണ്. ടോട്ടൽ 96 ഉണ്ട്. വീതിച്ചു കൊടുക്കണു. സോ നമുക്ക് വരുന്നത് ഇൻസ്പെക്ഷൻ 24,000 ഡിവൈഡഡ് ബൈ 96 ചെയ്യുമ്പോൾ 250 പെർ ബാച്ച് എന്ന് കിട്ടും. സോ 30 into 250, 25 into 250, 20 into 250 and 21 into 250. ക്ലിയർ ആണോ? നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ ഓൾറെഡി നമ്മൾ ഓരോ എൽ, എം, എൻ ആൻഡ് ഒയുടെ പ്രൊഡക്ഷൻ റൺ കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ 96 ആണ്. സോ 24,000 ഡിവൈഡഡ് ബൈ 96 ചെയ്യുമ്പോൾ 250 കിട്ടുന്നു. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോ. ഫിനിഷ് ഗുഡ് പാക്കിംഗ് ഓർ ഡിസ്പാച്ച് 14,400. ഈ ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ബോക്സസ് ആണ് ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് ബോക്സസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മൊത്തം എത്ര ബോക്സ് വേണം നോക്കണം. ഇവിടെ എന്താ പറയുന്നത്? യൂണിറ്റ് ഓഫ് എൽ ആൻഡ് എം ആർ പാക്ഡ് ഇൻ ബോക്സസ് that have 24 units capacity each
and N and O are packed in smaller boxes of 12 unit capacity. Okay. അപ്പോൾ എല്ലും എമ്മും 24 യൂണിറ്റും എന്നും ഓയും 12 യൂണിറ്റും വെച്ചിട്ടുള്ള ഒരു ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എൽ എത്ര യൂണിറ്റ് ഉണ്ട്? 720 യൂണിറ്റ് ഉണ്ട്. അപ്പൊ എത്ര ബോക്സസ് വേണം? ഒരു ബോക്സിൽ 24 എണ്ണം ആണ്. അപ്പൊ 720 ഡിവൈഡ് ബൈ 24 30. അടുത്തത് 600 ഡിവൈഡ് ബൈ 24 25. ഇനി എന്നും ഓയും 12 യൂണിറ്റ് വെച്ചാണ് വെച്ച. സോ 480 ഡിവൈഡ് ബൈ 12 40. 504 ഡിവൈഡ് ബൈ 12 42. നമ്പർ ഓഫ് ബോക്സസ് കിട്ടി 30, 25, 40, 42. ചാടി കയറി ഇതിന്റെ ബേസിൽ ചെയ്യരുത്. കാരണം ഇത് രണ്ട് ടൈപ്പ് ഓഫ് ബോക്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോക്സസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ ബോക്സിനെ എല്ലാം നമ്മളൊരു ഈക്വൽ നമ്പർ ഓഫ് ബോക്സിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് ബോക്സിലോട്ട് കൊണ്ടുവരാം. അതായത് രണ്ട് സെപ്പറേറ്റ് ആണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഇതിന്റെ ബേസിസ് നമ്മൾ അലോക്കേറ്റ് ചെയ്താൽ ശരിയാവില്ല. സോ ഈക്വൽ നമ്പർ ഓഫ് ബോക്സിലോട്ട് കൊണ്ടുവരാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, the smaller box cost half the price of the bigger box. Each box contain only one type of product. Okay, smaller box ന്റെ പ്രൈസ് ബിഗർ ബോക്സിന്റെ പകുതിയാണ്. ഓക്കെ, എല്ലും എമ്മും ആണ് ബിഗർ ബോക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ എല്ലും എമ്മിനും 1 1 ആൻഡ് സ്മോളർ ബോക്സസിന് ഹാഫ് 0.5 0.5. സോ നമ്മൾ അതിനെ ഈക്വൽ നമ്പർ ഓഫ് ബോക്സസ് കമ്പ്യൂട്ട് ചെയ്യാണ്. 30 into 1 30, 25 into 1 25, 40 into 0.5 20, 42 into 0.5 21. ഇതിന്റെ ബേസിൽ വേണം. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഡ്രൈവർ. 96 ആണ് കോസ്റ്റ് ഡ്രൈവർ. ഈ 96ന്റെ ബേസിസിൽ വേണം നമ്മൾ വീതിച്ചു കൊടുക്കാൻ. ഓക്കെ, സോ 96 എന്ന് പറയുമ്പോൾ ദാ ഫിനിഷ് ഗുഡ് 14,400 ആണ് കോസ്റ്റ്. 96 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ABC റേറ്റ് നമുക്ക് 150 എന്ന് കിട്ടും. 14,400 ഡിവൈഡ് ബൈ 96 ചെയ്താൽ 150 കിട്ടും. 150 into 30, 150 into 25, 150 into 20, 150 into 21. ദാ നോക്കിക്കോ, ദാ ചെയ്യുന്നു, കഴിഞ്ഞു. ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് കിട്ടി. ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ചെയ്താൽ റേറ്റ് പെർ യൂണിറ്റ് ആയി. ചെയ്യാലോ? ജസ്റ്റ് നിങ്ങൾക്ക് ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ഇതിലൊരു പാട്. അത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇപ്പോൾ ഗ്രൂപ്പ് 1 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബേസ് ഉണ്ടാവും. കാരണം ഗ്രൂപ്പ് 1 നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അഡീഷണൽ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആൻഡ് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ആക്ച്വലും എസ്റ്റിമേറ്റ് നമ്മളുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. ഞാൻ ഒരുപാട് തിയറിയും കോൺസെപ്റ്റും ഒന്നും പറയുന്നില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പറയാം. ഓക്കെ, സോ illustration 1. Prepare a flexible budget for overhead of Exet Company Limited utilizing the following data. Ascertain the overhead rate at 50% and 60% capacity. ഓക്കെ, നമ്മുടെ കയ്യിൽ 60% കപ്പാസിറ്റിയിലുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളിത് കൺവേർട്ട് ചെയ്യണം. 50% കപ്പാസിറ്റി നോക്കാം, 60% കപ്പാസിറ്റിയിലും ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഒരു സർട്ടൺ ലെവൽ ഓഫ് കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഡിഫറെന്റ് കപ്പാസിറ്റീസിലുള്ള കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ ഓവർഹെഡ് നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 6,000 ഉണ്ട്, ലേബർ 18,000 ഉണ്ട്, ആൻഡ് സെമി വേരിയബിൾ ഓവർഹെഡ് ഇലക്ട്രിസിറ്റി 30,000 ഉണ്ട്, റിപ്പയർസ് 3,000 ഉണ്ട്, ഡിപ്രിസിയേഷൻ 16,500, ഇൻഷുറൻസ് 4,500, salaries 15,000, total overhead 93,000, and estimated direct labor hours 1,80,000. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 6,000 ആണ് ഉള്ളത്. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 60% കപ്പാസിറ്റിയിൽ 6,000 ഉണ്ട്. അപ്പൊ 50% കപ്പാസിറ്റിയിൽ എത്രയായിരിക്കും? വേരിയബിൾ ഓവർഹെഡിന്റെ പെക്യുലാരിറ്റി എന്താ? വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് കോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും. മനസ്സിലായോ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും.
അതേസമയം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ സെയിം ആയിരിക്കും, പക്ഷെ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ സെയിം ആയിരിക്കും, പെർ യൂണിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ 60% കപ്പാസിറ്റിയിൽ നമ്മുടെ ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് 6000 ആണ്. അപ്പൊ 50% കപ്പാസിറ്റിയിൽ എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ 6000 ഡിവൈഡഡ് ബൈ 60 into 50. ഓക്കെ, 6000 ഡിവൈഡഡ് ബൈ 60 into 50 ചെയ്താൽ 5000 കിട്ടും. ഓക്കെ, അടുത്തത് ലേബർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 18,000 divided by 60 into 50 ചെയ്താൽ you get 15,000. മനസ്സിലായോ? എൻ്റെ ഈ 6000 8000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. 6000 and 18,000. ഇനി സെമി വേരിയബിൾ ഓവർഹെഡ് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാം. ഫിക്സ്ഡ് ഓവർഹെഡിനെ പറ്റി എന്താ പറയണേ? ഫിക്സ്ഡ് ഓവർഹെഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഏത് കപ്പാസിറ്റി ആണെങ്കിലും 60% കപ്പാസിറ്റി ആണെങ്കിലും 50% കപ്പാസിറ്റി ആണെങ്കിലും യാതൊരു ചേഞ്ച് വരില്ല, അത് സെയിം ആയിരിക്കും. ഇത് അതുപോലെ എടുത്തെഴുതുക. 16,500 4,500 15,000 93,000 16,500 4,500 15,000. ഓക്കെ, ഇത് ടോട്ടൽ ഓവർഹെഡ് ആട്ടോ. 93,000 ഞാൻ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. സോ 16,500 4,500 15,000 ഇത് മൂന്നുമാണ് നമുക്ക് ഫിക്സ്ഡ് ഓവർഹെഡ് ഉള്ളത്. അതും കാണിച്ചു. 6,000ലും സെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് സെമി വേരിയബിൾ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? സെമി വേരിയബിളിനെ പറ്റി പറയുന്നത്, ഇതിനകത്തൊരു ഫിക്സ്ഡ് പോർഷനും ഉണ്ട്, വേരിയബിൾ പോർഷനും ഉണ്ട്. ഈ വേരിയബിൾ പോർഷൻ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഫിക്സ്ഡ് പോർഷൻ 50% കപ്പാസിറ്റിയിലും 60% കപ്പാസിറ്റിയിലും സെയിം തന്നെയായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ഇലക്ട്രിസിറ്റി 30,000 ഉണ്ട്. 30,000ന്റെ 40% ഫിക്സ്ഡ് ആണ്. ഓക്കെ, 30,000ന്റെ 40% ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഇസ് 12,000 ഫിക്സ്ഡ് ആണ്. ഈ 30,000ല് 12,000 ഫിക്സ്ഡ് ആണ്. ബാക്കി റിമൈനിങ്, അതായത് 30,000ന്റെ 60% ദാറ്റ് ഇസ് 18,000 ആണ് നമുക്ക് വേരിയബിൾ പോർഷൻ വരുന്നത്. ഈ 18,000 ഇസ് ഫോർ 60% കപ്പാസിറ്റി. ഈ 60% നമ്മൾ 50% കപ്പാസിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ 18,000 ഡിവൈഡഡ് ബൈ 60 into 50 ചെയ്താൽ വിൽ ഗെറ്റ് 15,000. 15,000 പ്ലസ് ഫിക്സ്ഡ് പോർഷൻ ആയിട്ടുള്ള 12,000 ആഡ് ചെയ്യാം. പ്ലസ് 12,000 ചെയ്താൽ യു വിൽ ഗെറ്റ് 27,000. ക്ലിയർ ആണോ? ആൻഡ് 60% കപ്പാസിറ്റിയിൽ 30,000 ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി റിപ്പയറും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തറവാം. റിപ്പയറിൽ എന്താ പറഞ്ഞേക്കുന്നത്? 80% ഫിക്സ്ഡ് പോർഷൻ ആണ്, 20% വേരിയബിൾ പോർഷൻ ആണ്. സോ 3,000ന്റെ 80% എന്ന് പറയുന്നത് 2,400 ആണ്. ആൻഡ് 20% വേരിയബിൾ ആണ്. ദാറ്റ് ഇസ് 3,000 into 20% 600. 600 ഡിവൈഡഡ് ബൈ 60 60 into 50 ചെയ്താൽ 500 കിട്ടും. 500 പ്ലസ് 2,400 ചെയ്യാം. പ്ലസ് 2,400 ചെയ്താൽ 2,900 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഒന്നുമില്ല, ഫിക്സ്ഡ് പോർഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, യാതൊരു മാറ്റവും ഇല്ല. 2,400. സോ ബാക്കി വരുന്ന 3,000 നിന്ന് 2,400 കുറച്ച് 600 കിട്ടും. അല്ലെങ്കിൽ 3,000ന്റെ 20% ഡിവൈഡഡ് ബൈ 60 into 50 ചെയ്യാം. ദാറ്റ് ഇസ് 600 ഡിവൈഡഡ് ബൈ 60 into 50 ചെയ്താൽ 500 കിട്ടും. പ്ലസ് 2,400 ചെയ്യുന്നു, 2,900 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഓവർഹെഡ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഓവർഹെഡ് കിട്ടും. ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഓവർഹെഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ലേബർ അവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് റേറ്റും കൂടെ കമ്പ്യൂട്ട് ചെയ്യാനാണ്. 1,80,000 ആണ് 60% എങ്കിൽ 1,80,000 ഡിവൈഡഡ് ബൈ 60 into 50 is equal to 1,50,000 വരും. ക്ലിയർ അല്ലേ? ഓവർഹെഡ് റേറ്റ് 0.57 and 0.52. അതെങ്ങനെ കിട്ടും? 85,900 divided by 1,50,000 is 0.57 and 93,000 divided by 1,80,000 is 0.52. ക്ലിയർ അല്ലേ? കഴിഞ്ഞു അതവിടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ?
The budgeted expense for the production of 1000 units of XYZY Limited are provided below. Particulars, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്. ഇനി സെല്ലിംഗ് എക്സ്പെൻസ് എന്താ? സെമി വേരിയബിൾ ആണ്. ഓക്കെ, 20% ഫിക്സ്ഡ് ആണ്, ബാക്കി എത്രയാണ്? 20% ഫിക്സ്ഡ് ആണ് ആൻഡ് ബാക്കി പോർഷൻ ഇസ് വേരിയബിൾ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ ടോട്ടൽ 6 lakh ആണ്, പെർ യൂണിറ്റ് 600 ആണ്. Total cost is 1880. Prepare a budget for production of 600 units and 800 units, assuming administrative expense are rigid for all level of production. Administrative expense are rigid എന്ന് പറഞ്ഞാൽ that means administrative expense fixed cost ആണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സാ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? 600 യൂണിറ്റ്സും 800 യൂണിറ്റ്സും. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 1000 യൂണിറ്റ്സ് ആണ്. സോ ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് 700 ഫോർ 1000 യൂണിറ്റ്സ് ആണെങ്കിൽ 600 എത്രയായിരിക്കും? 700 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 600, that is 420 എന്ന് വരും. that is 420 per unit. 420 per unit വരും. 700 per unit ആണെങ്കിൽ 700 per unit ആണെങ്കിൽ ഓക്കെ 700 per unit ആണ്. ഓക്കെ, ഞാൻ 1000 യൂണിറ്റ്സിന് 700 എന്ന് എടുത്തു, അങ്ങനെയല്ല. മൊത്തം നമുക്ക് 1000 യൂണിറ്റ് ആണുള്ളത്, പെർ യൂണിറ്റിന് 700 എന്നാണ് പറയുന്നത്. സോ 700 per unit ആണെങ്കിൽ 600 യൂണിറ്റ്സിന് 700 ഇൻറ്റു 600 ചെയ്താൽ 4,20,000 വരും. ആൻഡ് 800 യൂണിറ്റ്സിന് 700 ഇൻറ്റു 800 ചെയ്താൽ 5,60,000 യൂണിറ്റ്സ് എന്ന് വരും. ഓക്കെ, എന്താ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നത് ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ 1000 യൂണിറ്റ്സിന് ടോട്ടൽ കോസ്റ്റ് ഉള്ള രീതിക്ക് എടുത്തു, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, പെർ യൂണിറ്റ് ആകുമ്പോൾ ഒരു യൂണിറ്റിന് 700 ആണ്. അപ്പൊ 600 യൂണിറ്റ്സിന് എത്രയായിരിക്കും? 700 ഇൻറ്റു 600, 700 ഇൻറ്റു 800 ആയിരിക്കും 800 യൂണിറ്റിന്. ഇനിയിപ്പോ വേരിയബിൾ ഓവർ ലേബർ കോസ്റ്റ് എത്രയാ? 250 പെർ യൂണിറ്റ് ആണ്. സോ 250 into 600 ചെയ്യാം, 250 into 800 ചെയ്യാം. And next one is variable overhead 200 ആണ്, that is 200 into 600 ചെയ്യാം, 200 into 800 ചെയ്യാം. മനസ്സിലായോ? So total cost is 4,20,000, 1,50,000 plus 1,20,000 ചെയ്താൽ total variable cost 6,90,000 എന്ന് കിട്ടും. അടുത്തത് 5,60,000 plus 2 lakh plus 1,60,000 ചെയ്താൽ ടോട്ടൽ വിൽ ബി 9,20,000. ക്ലിയർ അല്ലേ? ഇവിടെ വേരിയബിൾ ഓവർഹെഡ് താഴോട്ട് വരണം. ഇൻ ബിറ്റ്വീൻ ഇവിടെ ലേബർ കോസ്റ്റ് ഉണ്ട്, ചെറിയൊരു പ്രിന്റിംഗ് ഇഷ്യൂ ഉണ്ട്, അലൈൻമെന്റ് ഒന്ന് ശരിയാക്കാം. ഇനി അടുത്ത് വരുന്ന എന്താ? സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ? സെല്ലിംഗ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. സെല്ലിംഗ് എക്സ്പെൻസിനെ പറ്റി ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 20% ഫിക്സ്ഡ് ആണ്, ബാക്കി പോർഷൻ വേരിയബിളും ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. സോ മൊത്തം നമുക്ക് 130 ആണ്. ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോ. പെർ യൂണിറ്റ് 130 ആണ്. ഈ 130 ഇൻറ്റു 20% ഫിക്സ്ഡ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 26 rupees ഫിക്സ്ഡ് ആണ്. പെർ യൂണിറ്റിന്റെ 26 ഫിക്സ്ഡ് ആണ്. സോ ബാക്കി വരുന്ന 80%, 130 ഇൻറ്റു 80%, 104 വേരിയബിൾ ആണ്. സോ ഈച്ച് യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ആ വേരിയബിൾ പോർഷനിൽ ചേഞ്ച് വരും. സോ ദാറ്റ് ഇസ് 104 ഇൻറ്റു 600, 62,400, 104 ഇൻറ്റു 800, 83,200 വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ 104 ഇൻറ്റു 600 ചെയ്യണം, 104 ഇൻറ്റു 800 ചെയ്യണം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്, നമ്മുടെ ഫിക്സ്ഡ് പോർഷൻ ഇസ് 26. ഈ 26 ഫിക്സ്ഡ് പോർഷൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റിനാണ് വരുന്നത്. ശ്രദ്ധിച്ചോ, 26 ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആവുന്നത് എപ്പോഴാണ്? 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ഈ 1000 യൂണിറ്റിനാണ് 26 ഫിക്സ്ഡ് പോർഷൻ ആവുന്നത്. സോ 1000 ഇൻറ്റു 26, 26,000 ആണ് ഫിക്സ്ഡ് പോർഷൻ. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ഞാൻ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, പെർ യൂണിറ്റ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 1000ന്റെ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 26 ആണ്. സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 26,000 തന്നെയാണ്. മനസ്സിലായോ? അതിപ്പോ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും
അതിന് യാതൊരു ചേഞ്ചും വരില്ല. അതുകൊണ്ട് നമ്മളിവിടെ 26,000 തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് കൊടുത്തു. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 6 lakh അതിനും യാതൊരു ചേഞ്ചും ഇല്ല. ഈ 6 lakh കിട്ടിക്കഴിഞ്ഞാൽ 6 lakh ഡിവൈഡ് ബൈ 600 ചെയ്താൽ 1000 കിട്ടും. 6 lakh ഡിവൈഡ് ബൈ 800 ചെയ്താൽ 750 കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ എടുക്കാവുള്ളൂ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പെർ യൂണിറ്റ് 600 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് തന്നിരിക്കുന്ന എന്ത് ഡേറ്റയുടെ 1000 യൂണിറ്റ്സിനെ. സോ 600 into 1000 is 6 lakh തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാം. ആ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ അതുപോലെ തന്നെ എടുത്തിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ടോട്ടൽ എടുത്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് ഇലസ്ട്രേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 3. ഞാൻ മെയിൻലി വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം വർക്ക് ബുക്കിൽ പോകെ കുറച്ചും കൂടെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ 1-2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചെയ്യാം. ഇലസ്ട്രേഷൻ 3. The budgeted output for PQR company, which specializes in the production of a single product at its optimal capacity of 6,400 units per annum, is projected to amount 1,76,048 as detailed below. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 20,688 ഉണ്ട്. ആൻഡ് നമ്മുടെ ഒപ്റ്റിമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6,400 പെർ ആനം ആണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് 1,440 ആൻഡ് റിപ്പയർസ് 1,700, മിസ്സലീനിയസ് 540, ഡയറക്ട് മെറ്റീരിയൽ 49,280 ആൻഡ് ഡയറക്ട് ലേബർ 1,02,400 തന്നിട്ടുണ്ട്. ഓക്കെ, PQR company decides to have a flexible budget with a production target of 3,200 and 4,800 units. The actual quantity proposed to be produced being left to a later date before commencement of the budget period. Prepare a flexible budget for production level at 50% and 75%, assuming selling price per unit is maintained at ₹50 as at present. Indicate the effect of net profit. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാ? ₹50 ആണ്. നേരത്തെ 2 ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് മാത്രമേ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്തും കൂടെ കമ്പ്യൂട്ട് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റും കൂടെ കമ്പ്യൂട്ട് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കണ്ടിന്യൂസ് 3,600. ഓക്കെ, ചെയ്യാം. ദി പ്രൊഡക്ഷൻ അറ്റ് 100% കപ്പാസിറ്റി 6,400 യൂണിറ്റ്സ്. മനസ്സിലായോ? നമ്മുടെ 100% കപ്പാസിറ്റിയിലെ പ്രൊഡക്ഷൻ 6,400 ഒപ്റ്റിമൽ കപ്പാസിറ്റി ആണ്. ആൻഡ് 3,200 യൂണിറ്റ്സ് 50% ആൻഡ് 4,800 യൂണിറ്റ്സ് 75%. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 100% കപ്പാസിറ്റി, അതായത് 6,400 100% ആണെങ്കിൽ ഡിവൈഡ് ബൈ 100 ചെയ്യാം. 50% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 3,200 വരും. ആൻഡ് 75% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 6,400 ഡിവൈഡഡ് ബൈ 100 ചെയ്തു ഇൻറ്റു 75 ചെയ്താൽ യു ഗെറ്റ് 4,800. സോ നമ്മൾ 3,200ന്റെയും 4,800ന്റെയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ 6,400 നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ചെയ്ത് നോക്കാം. സെയിൽസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 50 ആണ്. സോ 6,400 into 50 3,20,000, 4,800 into 50 2,40,000, 3,200 into 50 1,60,000. ഒന്ന് ചെയ്ത് നോക്കാം. 6,400 into 50 is 3,20,000. 4,800 into 50 is equal to 2,40,000. 3,200 into 50 is 1,60,000. ഇനി നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് പവർ 1,440 ആണ് 6,400 യൂണിറ്റ്സിന്. ഓക്കെ, 1,440 for 1,600 യൂണിറ്റ് ആണ്. ഓക്കെ, പവർ. അപ്പൊ നമുക്ക് 75%, അതായത് 4,800 യൂണിറ്റ്സിന് എത്ര നോക്കാം? 1,440 ഡിവൈഡഡ് ബൈ 6,400 ഇൻറ്റു 4,800 എന്ന് പറഞ്ഞാൽ 1,080 എന്ന് കിട്ടും. ആൻഡ് അതുപോലെ 3,200 നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്തൂടെ? ആൻഡ് ഓൾസോ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അറ്റ് പ്രസന്റ് 49,280 ആണ്. അറ്റ് പ്രസന്റ് 49,280 ആണ്. ഡിവൈഡഡ് ബൈ 49,280 ഡിവൈഡഡ് ബൈ 6,400 ഇൻറ്റു 4,800 ചെയ്യുമ്പോൾ യു ഗെറ്റ് 36,960
ഡയറക്റ്റ് ലേബർ 1,02,400, റിപ്പയർസ് 1,700 540 ആണ്. ക്ലിയർ? നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഓരോ കോസ്റ്റ് എടുക്കാം, ഡിവൈഡഡ് ബൈ 6,400 ഇൻറ്റു 4,800 ചെയ്താൽ 75% കിട്ടും. ഡിവൈഡ് ബൈ 6,400 ഇൻറ്റു 3,200 ചെയ്താൽ 50% കിട്ടും. ക്ലിയർ? ഇനി ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി എന്താ പറയുന്ന ക്വസ്റ്റ്യനില്? ഫിക്സ്ഡ് കോസ്റ്റ് 20,688 ഉണ്ട്. ഞാൻ പറഞ്ഞു കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും എല്ലാം നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ ഡേറ്റ തന്നെ എടുക്കുക. സോ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് 20,688 എല്ലാ കേസിലും. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇസ് 1,55,360 പ്ലസ് 20,688 1,76,048 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ കോസ്റ്റ് കിട്ടും. സെയിൽസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് കുറച്ച് വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ആ ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എമൗണ്ട് ടു 3,600. അതും കൂടെ കുറയ്ക്കുന്ന വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? കഴിഞ്ഞു. നമുക്ക് അടുത്തത് ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഇലസ്ട്രേഷൻ 4 ഇസ് ബേസ്ഡ് ഓൺ ക്യാഷ് ബഡ്ജറ്റ്. എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും, അതാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ഇലസ്ട്രേഷൻ 4. ABC Limited Company is scheduled to commence production on 1st January 2025. The anticipated prime cost per unit is rupees 40, comprising rupees 16 for material and rupees 30 for labor. Okay, നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. ആ 40ൽ 16 ഫോർ മെറ്റീരിയൽ ആൻഡ് 30 ഫോർ ലേബർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് 46 ആണ്, എന്നാലേ 30 പ്ലസ് 16 നമുക്ക് ശരിയാവുള്ളൂ. ഓക്കെ, അടുത്തത് അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്ന് നമ്മൾ 10ലോട്ട് മാറ്റണം. നമുക്ക് നോക്കാം, പോകെ പോകെ നോക്കാം ക്വസ്റ്റ്യനിൽ എന്താ ആൻസറിൽ എന്താ എടുത്തിരിക്കുന്നത് അതുപോലെ ചെയ്യാം. Additionally, variable costs are expected to amount to 8 per unit, while fixed expenses are projected at rupees 30,000 per month. നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് rupees 8 per unit ആണ്. ഫിക്സ്ഡ് എക്സ്പെൻസ് 30,000 per month ആണ്. നോട്ട് ചെയ്യാൻ ചെയ്തോളൂ. Payments for material will be made in the month following the purchases. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ എന്നാണോ പർച്ചേസ് ചെയ്തത് അതിന്റെ നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമ്മൾ പേയ്മെന്റ് നടത്തുക. ഓക്കെ, ഓഫ് ദി ടോട്ടൽ സെയിൽസ് 1/3 വിൽ ബി ഓൺ എ ക്യാഷ് ബേസിസ് വിത്ത് ദ റിമൈനിങ് 2/3 ഓൺ ക്രെഡിറ്റ്സ്. നമ്മൾ എത്രയാണോ സെയിൽസ് നടത്തുന്നത് അതിന്റെ 1/3 ക്യാഷ് ബേസിസും 2/3 ക്രെഡിറ്റ് ബേസിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ബി സെറ്റിൽഡ് ഇൻ ദ ഫോളോയിങ് മന്ത്, അതും നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമ്മൾ പേയ്മെന്റ് മീൻ സെറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽസ് ആണ്, നമ്മൾ പേയ്മെന്റ് നടത്തല്ല, നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാം. ഓക്കെ, എക്സ്പെൻസസ് വിൽ ബി പെയ്ഡ് ഇൻ ദ മന്ത് ഇൻ വിച്ച് ദേ ആർ ഇൻകർഡ്. എക്സ്പെൻസസ് എല്ലാം ഏത് മാസമാണ് ഉണ്ടാകുന്നത് ആ മാസം തന്നെ നമ്മൾ കൊടുക്കും. ദ സെല്ലിംഗ് പ്രൈസ് ഹാസ് ബീൻ സെറ്റ് അറ്റ് rupees 80 per unit. The number of units to be produced and sold is to be expected. ജാനുവരിയിൽ 900 units, ഫെബ്രുവരിയിൽ 1200, മാർച്ചിൽ 1800, ഏപ്രിൽ 2000, മെയിൽ 2100 and ജൂണിൽ 2400. Prepare a cash budget that outlines the cash requirements for each month. So, cash budget ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇതൊരു പുതിയ ബിസിനസ്സാണ് അല്ലെ? നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നു ABC Limited Company is scheduled to commence production on 1st January. 1st January 2025 അവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ അവരുടെ ബാങ്കിൽ എന്തെങ്കിലും ഓപ്പണിംഗ് കാണോ? ഒരു ഓപ്പണിംഗും കാണില്ല. അതുകൊണ്ടാണ് ജാനുവരി മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ നില്ലിട്ടത്. ഇനി അല്ല, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ അവർ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഏതൊക്കെ മാസത്തെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നും പറയുന്നില്ല. കുറേ മാസത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് ഏതൊക്കെ മാസത്തെ പ്രിപ്പയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓപ്പണിംഗ് മന്ത് എടുക്കുക. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഏത് മന്തിലാണ് തന്നേക്കുന്നത് നോക്കാം. ആ മാസം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നും കൂടെ പോയിന്റ് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് മന്തില് നമ്മുടെ ബിഗിനിങ്ങില് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മുടെ ബാങ്കിൽ ബാലൻസ് വല്ലതും കാണോ? നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബാലൻസ് കാണോ? ഇല്ല.
അതുകൊണ്ടാണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 0 വന്നത്. ഇൻ കേസ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ കുറേ മാസങ്ങളുണ്ട്, നമ്മളോട് ഏതൊക്കെ മാസത്തെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. ആ മാസം മുതലായിരിക്കും നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ജാനുവരിയിൽ ഇല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാഷ് സെയിൽസ് ആണ്. ഓക്കെ, ക്യാഷ് സെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിച്ചോ, നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? ജാനുവരിയിൽ 900 യൂണിറ്റ് ആണ്. ഒരെണ്ണം നമ്മൾ 80 റുപ്പീസിനാണ് സെല് ചെയ്യുന്നത്. സോ 900 ഇൻറ്റു 80 നമുക്ക് 72,000 കിട്ടും. ഈ 72,000ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ക്യാഷ് ഉള്ളത്? 1/3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ യു ഗെറ്റ് 24,000. ഇനി അടുത്തത് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 1200 യൂണിറ്റ് ഉണ്ട്. സോ 1200 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ യു ഗെറ്റ് 32,000. ക്ലിയർ ആണോ? ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മാർച്ചിൽ 1800 ആണ്. സോ 1800 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 48,000 കിട്ടും. ആൻഡ് ബാക്കി ഏപ്രിലിലെ മെയിലും ജൂണിലും ഇതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്തെടുത്തൂടെ? ഏപ്രിൽ എത്ര യൂണിറ്റ്സ് ആ വരുന്നത്? ഏപ്രിലിൽ 2000 യൂണിറ്റ്സ് ആണ്. സോ 2000 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 3 ഇസ് 53,333. മനസ്സിലായല്ലോ എങ്ങനെ ക്യാഷ് സെയിൽസ് കിട്ടുന്ന? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, അതിന്റെ 1/3 പോർഷൻ എടുത്താൽ യു ഗെറ്റ് ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് വൺ ഇസ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിനെ പറ്റി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ സെല്ല് ചെയ്തു, പക്ഷെ ഇതിന്റെ പൈസ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഫോളോയിങ് മന്തിലായിരിക്കും. അതായത് ജാനുവരിയിൽ സെല്ല് ചെയ്താൽ അതിന്റെ പൈസ എന്ന് കിട്ടും? ഫെബ്രുവരിയിൽ കിട്ടും. ഫെബ്രുവരിയിലുള്ള ക്രെഡിറ്റ് സെയിൽസിന്റെ പൈസ നമുക്ക് എന്ന് കിട്ടും? മാർച്ചിൽ കിട്ടും. മാർച്ചിലുള്ള ക്രെഡിറ്റ് സെയിൽസിന്റെ പൈസ നമുക്ക് എന്ന് കിട്ടും? ഏപ്രിലിൽ കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെ നെക്സ്റ്റ് മന്തിലായിരിക്കും നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജാനുവരിയിൽ 900 ഇൻറ്റു 80 അതിന്റെ 2/3 പോർഷൻ അല്ലേ ക്രെഡിറ്റ് സെയിൽസ്. സോ ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 48,000 കിട്ടും. ഈ 48,000 റുപ്പീസ് നമുക്ക് ജാനുവരിയിലാണോ കിട്ടുക? അല്ല, ഫെബ്രുവരിയിലായിരിക്കും കിട്ടുക. സോ ഫെബ്രുവരിയിൽ നമ്മൾ റെസിപ്റ്റ് ആയിട്ട് കാണിച്ചു. മനസ്സിലായോ? ഇനിയിപ്പോ ഫെബ്രുവരിയിൽ എത്രയാണെന്ന് വരുന്നത്? ഫെബ്രുവരിയിൽ നമുക്ക് 1200 ഉണ്ട്. 1200 ഇൻറ്റു 80 ഇൻറ്റു 2/3 ചെയ്താൽ യുൽ ഗെറ്റ് 64,800. ഈ 64,800 ചെറിയ മിസ്റ്റേക്ക് വന്നല്ലോ, നോക്കട്ടെ. 1200 ഇൻറ്റു 80 ഇസ് 96,000. 96,000 into 2 divided by 3 is 64,000. യെസ്, ഈ ഫെബ്രുവരിയിലെ 64,000 നമുക്ക് എന്ന് റിസീവ് ചെയ്യാം? മാർച്ചിൽ റിസീവ് ചെയ്യാം. അതുപോലെ മാർച്ചിൽ റെസിപ്റ്റ് ഏപ്രിലിലെ മെയില് ജൂണിൽ. അങ്ങനെ നമുക്ക് ചെയ്ത് പോവാലോ. നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് യൂണിറ്റ് അതിന്റെ 2/3. പക്ഷെ ആ പോർഷൻ എന്നേ ജാനുവരിയിലുള്ളത് ഫെബ്രുവരിയിൽ കാണിക്കാം, ഫെബ്രുവരിയിലുള്ളത് മാർച്ചിൽ കളക്ട് ചെയ്ത പോലെ കാണിക്കാം, മാർച്ചിലുള്ളത് ഏപ്രിലിൽ കളക്ട് ചെയ്ത പോലെ കാണിക്കാം. അങ്ങനെ കളക്ഷൻ കാണിക്കുക. സോ യുൽ ഗെറ്റ് ടോട്ടൽ റെസിപ്റ്റ്സ്. നമ്മുടെ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ ആഡ് ചെയ്താൽ യുൽ ഗെറ്റ് ടോട്ടൽ റെസിപ്റ്റ്സ്. നെക്സ്റ്റ് വൺ ഇസ് പേയ്മെന്റ് കാണിക്കാം. ഓക്കെ, പേയ്മെന്റിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് വൺ ഇസ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള പൈസ. അതായത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചവരാണ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, നമ്മുടെ സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ നോക്കട്ടെ. പേയ്മെന്റ് ഫോർ മെറ്റീരിയൽ വിൽ ബി മെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ പർച്ചേസ്. ഓക്കെ, വേറെ എന്തൊക്കെയാ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്? കംപ്രൈസിങ് ₹16 ഫോർ മെറ്റീരിയൽ. ഇവിടെ എത്രയാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞ പ്രകാരം ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 16 രൂപയാണ്. ₹16 ഫോർ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Additionally, variable costs are expected to 8 per unit, while fixed expenses are projected
30,000 പെർ മന്ത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര മെറ്റീരിയൽ വരുന്നുണ്ട്? 900 ഇൻറ്റു 16. യെസ്, കറക്റ്റാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ പ്രൈസിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, 16 ഫോർ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 900 ഇൻറ്റു 16 ചെയ്യാം. 900 ഇൻറ്റു 16 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 14,400. പക്ഷെ പേയ്മെന്റ് നമ്മൾ എപ്പോഴേ കൊടുക്കൂ? ഫെബ്രുവരിയിലെ കൊടുക്കൂ. സോ 900 ഇൻറ്റു 16 ഇസ് 14,400. ഇനി ഫെബ്രുവരിയിൽ എത്ര സെയിൽസ് ഉണ്ട്? 1,200 ആണ്. സോ 1,200 ഇൻറ്റു 16 ഇസ് 19,200. 19,000 ഫെബ്രുവരിയിലുള്ള പേയ്മെന്റ് നമ്മൾ എന്നേ കൊടുക്കൂ? മാർച്ചിലേ കൊടുക്കൂ. നെക്സ്റ്റ് വൺ ഇസ് മാർച്ചിൽ 1,800 ഉണ്ട്. 1,800 ഇൻറ്റു 16 ഇസ് 28,800. 28,800 നമ്മൾ ഏപ്രിലിൽ കൊടുക്കും. പോകെയുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാലോ. ഇനി വേജസിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? വേജസ് നമുക്ക് ₹30 ഫോർ ലേബർ ആണ്. ഓക്കെ, വേജസ് ₹30 ഫോർ ലേബർ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബാക്കി എല്ലാ എക്സ്പെൻസസും ഏത് മാസമാണോ ഇൻകർ ആവുന്നത് ആ മാസം തന്നെ നമ്മൾ കൊടുക്കാം. ₹30 അല്ലേ ഫോർ ലേബർ? സോ 900 ഇൻറ്റു 30. 900 ഇൻറ്റു 30 is 27,000. ക്ലിയർ ആണോ? അടുത്തത് 1,200 ഇൻറ്റു 30, 36,000. നെക്സ്റ്റ് മന്തിൽ 1,800 ഇൻറ്റു 30, 54,000. ക്ലിയർ? കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷൻ ഇസ് നമ്മൾ മെറ്റീരിയൽ പോർഷനും നോക്കി, ലേബർ പോർഷൻ നോക്കിയതാ. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് 40 അല്ല കേട്ടോ. അതിപ്പം 16 + 30 എടുത്താൽ മതി, 46 ആട്ടോ. നമ്മുടെ പ്രൈം കോസ്റ്റ് 30 + 16 46 ആണ്. അവിടെ തെറ്റ് വെച്ചതാണ്. ഇനിയിപ്പോൾ അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു എമൗണ്ട് ₹8 പെർ യൂണിറ്റ്. അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് 8 പെർ യൂണിറ്റ് ആണ്. സോ ചെയ്ത് നോക്കാം. അത് ഓൾസോ നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? ആ മാസം തന്നെ കിട്ടും. ബാക്കി എല്ലാ എക്സ്പെൻസും ആ മാസം തന്നെ നമ്മൾ പേയ്മെന്റ് നടത്തണം എന്നാണല്ലോ പറയുന്നത്. സോ ജാനുവരിയിൽ 900 ഇൻറ്റു 8 പെർ യൂണിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. 900 ഇൻറ്റു 8 7,200. 900 ഇൻറ്റു 1,200 ഇൻറ്റു 8. 1,200 ഇൻറ്റു 8 is 9,600. നെക്സ്റ്റ് മന്തിൽ is 1,800 ഇൻറ്റു 8 is 14,400. ബാക്കി മാസങ്ങളിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഫിക്സ്ഡ് എക്സ്പെൻസ് എത്ര? ഫിക്സ്ഡ് എക്സ്പെൻസ് പെർ മന്ത് 30,000. ഒരു മാസം 30,000. അപ്പൊ ബാക്കി ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിലൊക്കെ എത്രയായിരിക്കും? 30,000 തന്നെയായിരിക്കും ഫിക്സ്ഡ് എക്സ്പെൻസ്. സോ നമുക്ക് ടോട്ടൽ റെസിപ്റ്റും ഇപ്പൊ കിട്ടി, ടോട്ടൽ പേയ്മെന്റും കിട്ടി. ടോട്ടൽ പേയ്മെന്റ് എങ്ങനെ കിട്ടും? ഈ പേയ്മെന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പേയ്മെന്റ്സ് ആയി. ക്ലിയർ അല്ലേ? സോ നമ്മുടെ റെസിപ്റ്റ് മൈനസ് പേയ്മെന്റ് ചെയ്താൽ വിൽ ഗെറ്റ് ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗിൽ നമുക്ക് എന്തുമാത്രം പൈസ ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ റെസിപ്റ്റ് മൈനസ് പേയ്മെന്റ്. സോ ടോട്ടൽ റെസിപ്റ്റ് 24,000 ആണ്. മൈനസ് പേയ്മെന്റ് 64,200 ചെയ്താൽ -4200 വരും. ഈ -4200 വേണം നെക്സ്റ്റ് മന്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. പ്രീവിയസ് മന്തിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ്. അടുത്തത് 39,800 മൈനസ് 90,000 ചെയ്യുമ്പോൾ 50,200 വരും. ഇതായിരിക്കും അടുത്ത മാസത്തോട്ട് പോവാം. മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ചാടിക്കേറി എല്ലാം കൂടെ ചെയ്ത് വെക്കരുത്. ആദ്യമേ ജാനുവരിയിൽ നോക്കുക. ജാനുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് ഫെബ്രുവരിയിൽ ഓപ്പണിംഗ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മറക്കരുത്. ഫെബ്രുവരിയിലെ ടോട്ടൽ റെസിപ്റ്റ് മൈനസ് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഫെബ്രുവരിയിൽ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് വേണം മാർച്ചിലോട്ട് നോക്കാൻ. എന്നിട്ട് മാത്രമേ മാർച്ചിലെ ടോട്ടൽ റെസിപ്റ്റ് എടുക്കാവുള്ളൂ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെയ്തു പോവാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇലസ്ട്രേഷൻ 5 എന്ന് പറഞ്ഞ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോർമാറ്റ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യനും ചെയ്യാം. ഇലസ്ട്രേഷൻ 5 നോക്കാം. Winxi Limited, a glass manufacturing company, has requested the preparation of the master budget for the upcoming year based on the following information. Sales. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് വരുന്നത്.
ടഫൻഡ് ഗ്ലാസും ബെൻഡ് ഗ്ലാസും. സെയിൽസ് 6 lakhും 2 lakhും ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 60% ഓഫ് സെയിൽസ് ആണ്. ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് 20 വർക്കേഴ്സ് അറ്റ് 150 പെർ മന്ത് ആണ്. ഓക്കെ, 20 വർക്കർ ഉണ്ട്, ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടാണ് ഒരു മാസം കൊടുക്കുക. നെക്സ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ഇൻഡയറക്ട് ലേബർ, വർക്ക്സ് മാനേജറിന് ₹500 പെർ മന്ത്, ഫോർമാന് ₹400 പെർ മന്ത്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ 2.5% ഓൺ സെയിൽസ്, depreciation on machinery ₹12,600, light and power ₹3,000, repair and maintenance 8,000, other sundries 10% on direct wage ഉണ്ട്, administration, selling and distribution expense 40,000 per year ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ ടോട്ടൽ സെയിൽസ് എത്രയാണ്? 6 lakh plus 2 lakh 8 lakh ആണ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ സെയിൽസ് 8 lakh. ഈ 8 lakhിന് നമ്മൾ കോസ്റ്റുകളെല്ലാം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫൈനലി നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും വരും. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈം കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അണ്ടറിൽ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ് എല്ലാം വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ വീണ്ടും ഒന്ന് സബായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് വേജ് ഇസ് പ്രൈം കോസ്റ്റ്. സോ 60% ഓഫ് സെയിൽസ് 8 lakhിന്റെ 60% എന്ന് പറയുമ്പോൾ 4,80,000. ഇനി ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് 20 വർക്കേഴ്സ് അറ്റ് 150 പെർ മന്ത്, ഒരു മാസം 150. അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 into 150 into 12 ചെയ്യണം. ദാറ്റ് ഇസ് 36,000 എന്ന് കിട്ടും. സോ 4,80,000 പ്ലസ് 36,000 ചെയ്താൽ 5,16,000 കിട്ടും. നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 5,16,000 ആണ്. ഇനി ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ്. ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞ്. വർക്ക്സ് മാനേജറിന് 500 പെർ മന്ത്, സോ 500 into 12 ചെയ്യുന്നു. ആൻഡ് ഫോർമാൻ സാലറീസ് 400 into 12. അതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 പെർ മന്ത് ആണ്. സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ 2.5% ഓൺ സെയിൽ. അത് വേരിയബിൾ പോർഷനിൽ നമ്മുടെ സെയിൽസിന്റെ ബേസിസിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേരിയബിൾ പോർഷൻ അല്ലേ. സോ 8 lakhിന്റെ 2.5%, 8 lakhിന്റെ 2.5% എന്ന് പറയുമ്പോൾ ദാ 20,000 വരും സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ. പിന്നെ വന്നിരിക്കുന്നത് ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി 12,600 ഫിക്സ്ഡ് ആണ്. ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി 12,600 ഫിക്സ്ഡ് എന്ന് കാണിച്ചു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലൈറ്റ് ആൻഡ് പവർ 3,000. ലൈറ്റ് ആൻഡ് പവർ നമ്മൾ അസ്യൂം ചെയ്തതാണ് ഫിക്സ്ഡ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ട്, നിങ്ങൾക്ക് അത് ഫിക്സ്ഡ് ആണോ വേരിയബിൾ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്താൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു അസംഷൻ എഴുതുക. ഇത് ഫിക്സ്ഡ് ആയിട്ട് അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞൊരു അസംഷൻ എഴുതുക. ജനറലി കുറച്ച് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റുകളൊക്കെ നമുക്ക് അറിയാം. അതല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാൽ ജസ്റ്റ് ഒന്ന് അസംഷൻ എഴുതാം. ഇപ്പൊ ഇവിടെ ലൈറ്റ് ആൻഡ് പവർ ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് 3,000 കാണിച്ചു. ബാക്കി വരുന്നതാണ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ₹8,000. Other sundries 10% on direct wages. Okay, repairs and maintenance 8,000 കാണിച്ചു. Other sundry expense 10% of direct wage. Direct wage 36,000 ആണ്. ഈ 36,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 3,600 വരും. ക്ലിയർ ആണോ? സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രൈം കോസ്റ്റും നമ്മുടെ വേരിയബിൾ ഓവർഹെഡും ഫിക്സ്ഡ് ഓവർഹെഡും എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്ക് കോസ്റ്റ് കിട്ടിയത്. ദാറ്റ് ഇസ് 5,16,000 പ്ലസ് 6,000 പ്ലസ് 4,800 പ്ലസ് 12,600 പ്ലസ് 3,000 പ്ലസ് 20,000 പ്ലസ് 8,000 പ്ലസ് 3,600 ചെയ്ത് നോക്കാം. 5,16,000 പ്ലസ് 6,000 പ്ലസ് 4,800 പ്ലസ് 12,600 പ്ലസ് 3,000 plus 20,000 plus 8,000 plus 3,600 is equal to പ്രശ്നമുണ്ടല്ലോ നോക്കട്ടെ 5,16,000 plus 6,000 plus 4,800 plus 12,600 plus 3,000
plus 20,000 plus 8,000 plus sundry expense plus 3,600. Yes, correct ആട്ടോ. 5,74,000 തന്നെ വരും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ സെയിൽസിൽ നിന്ന് വർക്ക് കോസ്റ്റ് കുറയ്ക്കാം. സെയിൽസ് ഇസ് 8 lakh. 8 lakh മൈനസ് 5,74,000 ചെയ്താൽ യു ഗെറ്റ് 2,26,000. 2,26,000 നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 40,000 പെർ ഇയർ കുറച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് 1,86,000. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കിടപ്പുണ്ട്, നമ്മുടെ സ്റ്റഡി മാറ്റിലുണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വർക്ക് ബുക്കിലും വന്നിട്ടുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയേക്കാം. എക്സാമിന് വന്ന ഒരു 7 മാർക്കൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലെ ഇലസ്ട്രേഷൻ 11 ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. നമ്മൾ അങ്ങനെ ചെയ്ത് ശീലമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. In YZ company, factory overhead are applied on the basis of direct labor hours. Okay, so factory overhead are applied on the basis of direct labor hours. The following information is given. Fixed factory overhead 3,36,000. Department B ke 1,26,000. Variable overhead per labor hour is 0.5 per hour, 1.5 per hour. Direct labor hours required as per direct labor hour budget. For product X 1,40,000 and product Y 28,000. And in case department B ആണെങ്കിൽ product X ന് 70,000, product Y ക്ക് 56,000 ആണ്. Prepare product wise budget for fixed and variable overhead. Product wise ആണ് prepare ചെയ്യേണ്ടത്. So X നും Y ക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എക്സ് പ്രൊഡക്റ്റ് വൈ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ് എയുടെ കമ്പ്യൂട്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എയുടെ ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 3,36,000 ആണ്. ഇത് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബേഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ലേബർ അവേഴ്സ് എത്രയാ? പ്രൊഡക്റ്റ് എക്സിന് 1,40,000 പ്രൊഡക്റ്റ് വൈക്ക് 20,000. സോ 1,40,000 പ്ലസ് 28,000 എടുക്കാം. എന്നിട്ട് 3,36,000 നമ്മുടെ ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡ് ചെയ്യാം. 3,36,000 divided by 1,68,000 is equal to 2 per hour എന്ന് കിട്ടും. സോ നമുക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് എക്സിന് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിപ്പാർട്ട്മെന്റ് എക്ക് എന്ന് പറയുമ്പോൾ 1,40,000 ഇൻറ്റു 2,80,000. പ്രൊഡക്റ്റ് വൈക്ക് നമുക്ക് വരുന്നത് 2 per hour ആണ്. നമ്പർ ഓഫ് അവേഴ്സ് വന്നിട്ട് 28,000 ആണ്. സോ 28,000 ഇൻറ്റു 2 56,000 വരും. ഓക്കെ, ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ? വേരിയബിൾ ഓവർഹെഡ് ആണ്. വേരിയബിൾ ഓവർഹെഡ് 0.5 per hour ആണ്. സോ 0.5 ഇൻറ്റു 1,40,000 28,000 ഇൻറ്റു 0.5. ഓക്കെ, 28,000 ഇൻറ്റു 0.5 ചെയ്താൽ 70,000 14,000 കിട്ടും. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ബി എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കണം കേട്ടോ. പ്രൊഡക്റ്റ് എക്സിന്റെയും പ്രൊഡക്റ്റ് വൈയുടെയും ടോട്ടൽ എടുക്കാം. ഡിപ്പാർട്ട്മെന്റ് ബിക്ക് വരുമ്പോൾ എങ്ങനെയാ? ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റ് ആദ്യമേ കമ്പ്യൂട്ട് ചെയ്യാം. ഫിക്സ്ഡ് ഓവർഹെഡ് ടോട്ടൽ 1,26,000 ഉണ്ട്. ഡിവൈഡഡ് ബൈ 70,000 പ്ലസ് 56,000. ഇതല്ലേ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ നമ്പർ ഓഫ് അവേഴ്സ്. സോ 70,000 പ്ലസ് 56,000 ചെയ്താൽ 1 per hour എന്ന് കിട്ടും. 1 per hour കിട്ടിയാൽ ഡിപ്പാർട്ട്മെന്റ് ബിയില് എക്സ് എത്ര മണിക്കൂറുണ്ട്? 70,000 അവേഴ്സ് ആണ്. സോ 70,000 ഇൻറ്റു 1 ആൻഡ് വൈ വരുമ്പോൾ 56,000 അവേഴ്സ് ആണ്. സോ 56,000 ഇൻറ്റു 1. ഇനി വേരിയബിൾ ഓവർഹെഡ് 1.5 per hour ആണ്. സോ 70,000 ഇൻറ്റു 1.5 ആൻഡ് 56,000 ഇൻറ്റു 1.5 ചെയ്യും. സോ സബ് ടോട്ടൽ ഇതിന്റെ എടുക്കാം. ആൻഡ് ഇനി ടോട്ടൽ കോസ്റ്റ് ഫിക്സ്ഡും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, വേരിയബിളും കാണിക്കുക. ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ 2,80,000 പ്ലസ് 70,000. വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേനും 70,000 പ്ലസ് 1,05,000. ഇപ്പുറത്തും അതുപോലെ ചെയ്യാം, സബ് ടോട്ടൽ എഴുതാം. ക്ലിയർ ആണോ? സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് തന്നിരിക്കുന്ന ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. പക്ഷെ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മളൊന്ന് പതറും ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അതുകൊണ്ട് ചെയ്യിപ്പിച്ചതാട്ടോ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. ഈ ഒരു കാൽക്കുലേഷനും അറിഞ്ഞ് ഇതിന്റെ ഒരു ഫോർമാറ്റും പ്രസന്റേഷനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഓക്കെ,
നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതിന് കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഞാനൊരു സ്റ്റോറി വെച്ചിട്ടൊക്കെയാണ് റെഗുലർ ക്ലാസ്സിൽ ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ഞാനൊരു സ്റ്റോറി വെച്ചിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ അറിയാം, സെയിൽസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് കിട്ടും. ഇതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിന്റെ ഫോർമാറ്റ്. ക്ലിയർ ആണോ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എ ബി സി ഇങ്ങനെ 3 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഫോർ 1 യൂണിറ്റ്. ഓക്കെ, റോ മെറ്റീരിയൽ ഫോർ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2, 3, 4 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് കണ്ടുപിടിച്ചു നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഇവിടെ 1000, ഇവിടെ 2000, ഇവിടെ 3000 ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടി എ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ബി 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, സി 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്ക് 2 ആണ്, ബിക്ക് 3 ആണ്, സിക്ക് 4 ആണ്. സോ ടോട്ടൽ റോ മെറ്റീരിയൽ റിക്വയർഡ് എത്രയാ? TRR. ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് ഇങ്ങനെ ഒന്ന് എക്സാമിന് എഴുതല്ലേ. ടോട്ടൽ റോ മെറ്റീരിയൽ റിക്വയർഡ് ഇസ് 1000 into 2 2000 വേണം. ആൻഡ് ബിക്ക് 2000 into 3 6000 വേണം. സിക്ക് 3000 into 4 12,000 വേണം. ഈ ടോട്ടൽ റോ മെറ്റീരിയൽ റിക്വയർഡ് കിട്ടിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ റോ മെറ്റീരിയൽ റിക്വയർഡ് കമ്പ്യൂട്ട് ചെയ്യാം. അതിലോട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യാം ആൻഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് റോ മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് കിട്ടും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ലെസ്സും ചെയ്യും. മനസ്സിലായോ? നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ആണ്. അതുപോലെ റോ മെറ്റീരിയൽ ബഡ്ജറ്റ് നമ്മുടെ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ റോ മെറ്റീരിയൽ റിക്വയർഡ് കമ്പ്യൂട്ട് ചെയ്യാം. അതിനകത്തോട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റും മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യാം. ഇത് എപ്പോഴും മനസ്സിൽ വെക്കാം. ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, വർക്ക് ബുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇലസ്ട്രേഷൻ 6. PC Limited is preparing its budget for the second quarter of 24-25 for its popular product X. The following information has been provided to assist in the budget preparation. The company anticipates selling 150,000 bags of X during the second quarter of 24-25 with a selling price of 1,200 per bag. The company anticipates selling 150,000 bags of X during the second quarter of 24-25 with a selling price of 1,200 per bag. നമ്മുടെ സെയിൽസ് ആണ്. Each bag of X requires 2.5 meter of raw material Y and 7.5 meter of raw material Z. Planned stock level for raw material and finished good are outlined as follows. Particulars: beginning of quarter, end of quarter. Finished bag of X. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. റോ മെറ്റീരിയൽ വൈയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. റോ മെറ്റീരിയൽ ഇസഡിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ആൻഡ് എം ടി ബാഗിന്റെ നമ്പർ ഓപ്പണിംഗിൽ 1,11,000 ക്ലോസിംഗിൽ 84,000 ആണ്.
ബാക്കി വായിക്കാം. Y cost rupees 160 per meter. Y cost rupees 160 per meter. Z cost rupees 30 per meter. And empty bag cost rupees 120 each. It requires 9 minutes of direct labor to produce and fill one bag of X. Okay, it requires 9 minutes of direct labor to produce and fill one bag of X. Okay, അപ്പോൾ നമുക്ക് 9 മിനിറ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ ആണ് വേണ്ടത്. എന്തിന്? ഒരു ബാഗ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഫിൽ ചെയ്യാനായിട്ടും. ലേബർ കോസ്റ്റ് ഇസ് ₹70 per hour. Variable manufacturing cost are ₹60 per bag. Fixed manufacturing cost are 40 lakh per quarter. Variable selling and administration expenses are 5% of sales. Fixed administration and selling expenses are 3,75,000 per quarter. ചെയ്യാം. First question. Prepare a production budget in terms of quantity for the second quarter of 24-25. Production budget ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞേ? പ്രൊഡക്ഷൻ ബഡ്ജറ്റിന് ഞാനൊരു ഫോർമാറ്റ് പഠിപ്പിച്ചു. എന്താ? സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മുടെ സെയിൽസ് എത്രയാ? 1,50,000 ബാഗാ വേണ്ടേ. സോ 1,50,000 സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഡിസൈഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മുടെ ഗുഡ് ഇതിവിടെ എന്താ? ബാഗ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ബാഗ് 33,000 ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 45,000 കുറയ്ക്കുക. സോ ആഡ് 33,000 ലെസ് 45,000. റിക്വയർഡ് പ്രൊഡക്ഷൻ അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,38,000. നോക്കാം. 1,50,000 പ്ലസ് 33,000 മൈനസ് 45,000 ചെയ്താൽ യു ഗെറ്റ് 1,38,000. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് വൺ റോ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദേ നോക്കിക്കേ. പ്രിപ്പയർ എ റോ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് for raw material Y, Z and MG bag for the second quarter of 24-25 both in terms of quantity and value. ചെയ്യാം. നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? Each bag of X requires 2.5 meter of raw material Y and 7.5 meter of raw material Z. Okay. മൊത്തം എത്ര ബാഗ് പർച്ചേസ് ചെയ്യുന്നു? മൊത്തം എത്ര ബാഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 1,38,000. ഓക്കെ. നമ്മുടെ വൈഡ് റിക്വയർമെന്റ്സ് ഞാൻ പറഞ്ഞു. നമ്മുടെ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ മെറ്റീരിയൽ റിക്വയർഡ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ റിക്വയർഡിലോട്ട് വേണം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യാനും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യാനും. സോ 1,38,000 ഉണ്ട്. ഈ 1,38,000 ഇൻറ്റു 2.5 ആണ് നമുക്ക് Y മീറ്റർ വേണ്ടത്. ദാറ്റ് ഈസ് 3,45,000. ഇനി Z മീറ്റർ ഒരു ബാഗിന് നമുക്ക് 7.5 മീറ്ററാ വേണ്ടേ. അപ്പോൾ 1,38,000 ബാഗിന് എത്ര ആയിരിക്കും? 1,38,000 ഇൻറ്റു 7.5. ഇനി എം ടി ബാഗ് നമ്പർ ഒരു ബാഗിന് 1 എന്ന രീതിക്ക് ഇത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. മേ ബി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. സോ 1 നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ. 1 പെർ എം ടി ബാഗ് എന്ന് പറഞ്ഞ് 1 എന്ന് കാണിക്കണം. ദാറ്റ്സ് ഓക്കെ. നമുക്കിത് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് 1,38,000 ഇൻറ്റു 1,38,000 വരും. ഇതിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിനെ പറ്റി എന്താ പറഞ്ഞിരിക്കണേ? ക്ലോസിംഗ് സ്റ്റോക്ക്, യെസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ Y is 78,000 and Z is 1,41,000. Okay. Y is 78,000 and Z is 1,41,000 and empty bag is 84,000. ഇനി ടോട്ടൽ റിക്വയർമെന്റ് നമുക്ക് കിട്ടി. അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 96,000, 1,71,000, 1,11,000 ഉണ്ട്. സോ 96,000, 1,71,000 ആൻഡ് 1,11,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് കിട്ടി. ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് കിട്ടിയാൽ ഇവിടെ കോസ്റ്റും കൂടെ തന്നിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് പർച്ചേസും കൂടെ കമ്പ്യൂട്ട് ചെയ്യാം. ഇതുവരെ ഇതുവരെ മതിയാവും. ഇപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് കോസ്റ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഇംപ്ലൈഡ് ആണ്. നിങ്ങൾ കോസ്റ്റും കൂടെ വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാം. സോ കോസ്റ്റ് പെർ മീറ്റർ 160, 30 ആൻഡ് 120 തന്നിട്ടുണ്ട്. സോ 160 into 160 into 30 into 120 ചെയ്താൽ you get 5,23,20,000, 3,01,50,000 and 1,33,20,000 കിട്ടും. And next one is
നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ബഡ്ജറ്റഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 ബാഗ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഫോർ ദ സെക്കൻഡ് ക്വാർട്ടർ. ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ എത്ര വേണം നമുക്കറിയാം. 2.5 meters of Y and 7.5 meters of Z ആൻഡ് ഒരു empty ബാഗ് വേണം. അപ്പം ഒരു ബാഗിന് നമുക്ക് എന്തുമാത്രം റോ മെറ്റീരിയൽ വേണം? 2.5 meter ആൻഡ് അതിന്റെ കോസ്റ്റ് എത്രയാ? 160. സോ 2.5 into 160 400. ഇവിടെ 7.5 into 30 225 ആൻഡ് MG ബാഗിന്റെ കോസ്റ്റ് ഇസ് 120. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് ലേബർ ആണ്. ഡയറക്റ്റ് ലേബറിനെ പറ്റി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? It requires 9 minutes of direct labor to produce and fill 1 bag of X. ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 9 മിനിറ്റ് ആണ് വേണ്ടത്. ഒരു മണിക്കൂറിന് നമുക്ക് 70 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വി നീഡ് 9 മിനിറ്റ് ആണ്. ഓക്കെ, ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രയോ വരുള്ളൂ? 9 മിനിറ്റേ വരൂ. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 60 മിനിറ്റിന് നമ്മൾ കൊടുക്കുന്നത് 70 രൂപയാ അല്ലേ? 60 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ 70 രൂപ കൊടുക്കും. ഒരു ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യണുള്ളൂ? 9 മിനിറ്റ് ടൈമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. അപ്പൊ 70 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 9 ചെയ്താൽ 10.5 എന്ന് കിട്ടും. ഇനി വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡിനെ പറ്റി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? Variable manufacturing overhead cost are 60 per bag. So 60 per bag variable manufacturing overhead ഉണ്ട്. സോ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ബാഗ് കിട്ടും. ഇവിടെ വേറെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണേ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 ബാഗ്. ഓക്കെ, പ്രൊഡക്ഷൻ മാത്രമേ ചോദിച്ചുള്ളൂ, പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മൾ ഇത്രയും കോസ്റ്റ് കൺസിഡർ ചെയ്താൽ മതിയാവും. ബാക്കി നമുക്ക് വേറെ എന്തൊക്കെ കോസ്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഫിക്സ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്ഷൻ ആണ്, അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇലസ്ട്രേഷനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ നമ്പർ 10. XYZ company is engaged in the manufacturing of automotive components which are supplied to a prominent car manufacturer. For the current year, material cost per unit is ₹1, direct wage ₹40, and direct expense ₹12. The other information is as follows. Semi-variable cost at different level of production. List ആണ് തന്നിട്ടുണ്ട് semi-variable costന്റെ. Fixed expenses is ₹5.5 lakh per year. XYZ company is currently supplying 20,000 units at a price of 250 per unit. Current sales എന്ന് പറയുന്നത് 20,000 units ആണ്, with expectation of receiving large orders at the same price point. The plant has a maximum production capacity of 30,000 units. It has come to an understanding with the supplier that 1% discount in price will be available for increase in size by each 5% from the present order. നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നതിനേക്കാൾ 5% കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസിൽ 1% ഡിസ്കൗണ്ട് വരും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എത്രയാണോ ഓർഡർ ചെയ്യുന്നത് അതിനേക്കാൾ 5% ഇൻക്രീസ് ചെയ്താൽ പ്രൈസ് എത്രയായി? 1% കുറയും. ഡയറക്റ്റ് വേജ് വിൽ ഇൻക്രീസ് ബൈ 5% നെക്സ്റ്റ് ഇയർ. Moreover, the fixed overhead may increase by 5% for each increase in volume of production by 10% or part. Fixed overhead എങ്ങനെ ഇൻക്രീസ് ചെയ്യും? 5% for increase in volume of production by 10% or part. നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ 10% അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സ്ഡ് ഓവർഹെഡ് 5% ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. The marketing department assess the probabilities of different order size. Probabilities തന്നിട്ടുണ്ട് and order size also തന്നിട്ടുണ്ട്. Prepare a budgeted profitability for the next year on sale based on assessed probability with a comparison with current year's expected profit. So നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സെയിം ഔട്ട്പുട്ടും അതുപോലെ തന്നെ റിവൈസ്ഡ് ഔട്ട്പുട്ടും എടുക്കണം. അതായത് അറ്റ് പ്രസന്റ് നമ്മൾ സെല് ചെയ്യുന്നത് 20,000 യൂണിറ്റ്സ് ആണ്.
അതും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ റിവൈസ്ഡ് ഔട്ട്പുട്ട് എടുക്കുക. ഇവിടെ നോക്കുമ്പോൾ റിവൈസ്ഡ് ഔട്ട്പുട്ട് 25,000 യൂണിറ്റ്സ് ആണ്. എന്തുകൊണ്ട് അവർ 25,000 യൂണിറ്റ്സ് എടുത്തു? ബിക്കോസ് ഈ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ പ്രോബബിലിറ്റി വരുന്നത് 25,000 യൂണിറ്റ്സിനാണ്. അതുകൊണ്ടാണ് റിവൈസ്ഡ് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് അവർ 25,000 റിവൈസ്ഡ് ഔട്ട്പുട്ട് എടുത്തത്. ക്ലിയർ ആണോ? അല്ലാതെ ഇപ്പം ഇവിടെ എഫക്റ്റീവ് ഓർഡർ സൈസ് 20,000 into 0.35, 25,000 into 0.5, 30,000 into 0.15. ഇത് മൂന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 അല്ല കിട്ടുക, 24,000 ആണ് കിട്ടുക. അതിവിടെ നിൽക്കട്ടെ. ആൻഡ് വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദിസ് 24,000? അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ് പ്രസന്റ് ഉള്ള നമ്മുടെ യൂണിറ്റ് 20,000 ആണ്. നമ്മൾ 25,000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഹയസ്റ്റ് പ്രോബബിലിറ്റി 0.5 ആണ്. അതുകൊണ്ട് നമ്മൾ 25,000 റിവൈസ്ഡ് ഔട്ട്പുട്ട് എടുത്തു. ചെയ്ത് നോക്കാം. സെയിൽസ് വാല്യൂ എന്ന് പറയുമ്പോൾ 20,000 യൂണിറ്റ്സിന് 250 റുപ്പീസ് വെച്ചിട്ട് 20,000 into 250 ആൻഡ് 25,000 ആകുമ്പോൾ 25,000 into 250 62.5 എന്ന് വരും. ഇനി മെറ്റീരിയലിന്റെ ലേബറിന്റെ ഒക്കെ കാര്യം നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം there is an increase in volume over current year. നേരത്തെ നമ്മൾ 20,000 യൂണിറ്റ് ആണ് സെല്ല് ചെയ്യുന്നത്, ഇപ്പൊ 25,000 യൂണിറ്റ് ആണ് സെല് ചെയ്യുന്നത്. സോ there is an increase in volume, അല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ 25,000 എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 25,000 മൈനസ് 20,000 divided by 20,000 into 100 ചെയ്താൽ you will get 25%. ന്യൂ മൈനസ് ഓൾഡ് ബൈ ഓൾഡ് ഇൻറ്റു 100 ചെയ്താൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു എന്നറിയാം. 25% ഇൻക്രീസ് വന്നത്. നമ്മുടെ വോളിയം 25% ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? മെറ്റീരിയൽ പ്രൈസ് ഓരോ 5% ഇൻക്രീസിന് 1% നമ്മുടെ പ്രൈസ് കുറയും എന്നാണ് പഠിച്ചത്. സോ ഇവിടെ 25% ഇൻക്രീസ് വന്നു എന്ന് പറഞ്ഞാൽ 5 + 5 + 5 + 5 + 5 5 പ്രാവശ്യം ഇൻക്രീസ്, 5 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തത്. സോ നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് ഓൾസോ 5% ഡിക്രീസ് ചെയ്യണം. ഈ ഒരു 5% 1% ഡിക്രീസ്, അടുത്ത 5% 1% ഡിക്രീസ്, അങ്ങനെ 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 ഓരോ 5% ഓരോ ശതമാനം ഡിക്രീസ് ചെയ്ത് 25% ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാ? 5% പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. അറ്റ് പ്രസന്റ് ഒരു മെറ്റീരിയലിന്റെ വില 100 റുപ്പീസ് ആണ്. At present material price is 100 ആണ്. 100 minus 5%, 100 minus 5%, 95 എടുക്കുക. സോ 25,000 into 95 ചെയ്താൽ 23.75 കിട്ടും. ഇനി ലേബറിന്റെ കാര്യം എന്താ പറയുന്നത്? ലേബർ വേജസ് വിൽ ഇൻക്രീസ് ബൈ 5% നെക്സ്റ്റ് ഇയർ. 5% കൂടും. അറ്റ് പ്രസന്റ് 40 ആണ്. സോ 40 plus 5% is 40 plus 5% is 42. So 25,000 into 42 ചെയ്താൽ 10.5 കിട്ടും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഇൻക്രീസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ നമ്മൾ ഡയറക്റ്റ് 12 per unit ആണ്. സോ 20,000 യൂണിറ്റ്സ് into 12 2.4, 25,000 യൂണിറ്റ്സ് into 12 3 എടുത്തു. അങ്ങനെ ഡയറക്റ്റ് കോസ്റ്റിന്റെ ടോട്ടൽ 13.4 and 37.25. 20 plus 8 plus 2.4 is 30.4. 23.75 plus 10.5 plus 3 is 37.25. And gross profit 50 minus 30.4 90.6. 62.5 minus 37.25 25.25 കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഈ സെമി വേരിയബിൾ കോസ്റ്റ് എത്ര കൺസിഡർ ചെയ്യണം എന്നാണ് നോക്കുന്നത്. സോ ഈ സെമി വേരിയബിൾ കോസ്റ്റ് എത്ര 25,000 യൂണിറ്റിന് എത്രയാണെന്ന് നമുക്കറിയണം. അറ്റ് പ്രസന്റ് ഉള്ളത് നമുക്കറിയാം. അറ്റ് പ്രസന്റ് 20,000 യൂണിറ്റ്സിനുള്ളത് ഈ ഒരു ടോട്ടൽ എടുത്താൽ മതി. 2.6 പ്ലസ് 1.5 പ്ലസ് 0.5 പ്ലസ് 4 ചെയ്താൽ 8.6 എന്ന് വരും. അത് കൂടാതെ ഫിക്സ്ഡ് ഓവർഹെഡിന്റെ കേസും കൂടെ പറയുന്നുണ്ട്. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 5.5 ആണ്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. പ്ലസ് 5.5 ചെയ്താലാണ് 14.1
1 എന്ന് പറയുന്നത് ഇൻഡയറക്ട് കോസ്റ്റ് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി 25,000 യൂണിറ്റ്സിന് എന്തായിരിക്കും ഇൻഡയറക്ട് കോസ്റ്റ്? അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ടേബിൾ എടുക്കാം. 20,000 യൂണിറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ആ 20,000 യൂണിറ്റ്സ് ആൻഡ് ഓൾസോ നമ്മളിവിടെ എക്കണോമിക് ഓർഡർ സൈസ് ചെയ്തു. എഫക്റ്റീവ് ഓർഡർ സൈസ് ചെയ്തപ്പോൾ 24,000 അല്ലേ കിട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 24,000 വരും. ഈ 24,000 വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ശ്രദ്ധിച്ചോളൂ, അഡീഷണൽ കോസ്റ്റ് ഫോർ 1000 യൂണിറ്റ്സ് അല്ല, 4,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അഡീഷണൽ കോസ്റ്റ് ഫോർ 4,000 യൂണിറ്റ്സ് ആണ്. 20,000 യൂണിറ്റ്സിന്റെ കോസ്റ്റുകൾ എഴുതി വെക്കാം, 24,000 യൂണിറ്റ്സിന്റെ കോസ്റ്റുകളും എഴുതി വെക്കാം. അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 20,000-ന് 2.6 ആണ്, 24,000-ന് 3.2 ആണ്. അപ്പൊ ഒരു ഇൻക്രീസിന് എന്തുമാത്രം വന്നു? സോ 3.2 മൈനസ് 2.6 0.6 എന്ന് കിട്ടും. ഓക്കെ, 0.6 എന്നാണ് കിട്ടുക ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. 0.6 എന്ന് പറയുന്നത് 4,000 യൂണിറ്റ്സിനാണ്. നമുക്ക് 1000 യൂണിറ്റ്സിന് എത്ര എന്ന് കണ്ടുപിടിക്കാം. 24,000 യൂണിറ്റ്സ് പ്ലസ് 1000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ചെയ്താൽ 25,000 യൂണിറ്റ്സ് കിട്ടിയില്ലേ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഒന്നും കൂടെ പറയാം. 24,000 യൂണിറ്റ്സിന്റെ ഓൾറെഡി നമുക്കറിയാം. ഒരു 1000 യൂണിറ്റിന്റെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 25,000 യൂണിറ്റിന്റെ ആയില്ലേ? മനസ്സിലായോ? സോ അഡീഷണൽ കോസ്റ്റ് ഫോർ 1000 യൂണിറ്റ്സ്. അപ്പം 4000 യൂണിറ്റിന് 0.6 ആണെങ്കിൽ 0.6 ഡിവൈഡഡ് ബൈ 4,000 into 1000 ചെയ്ത് കഴിഞ്ഞാൽ 0.15 കിട്ടും. സോ 3.2 പ്ലസ് 0.15 ആണ് 3.35. ക്ലിയർ ആണോ പോയിന്റ്? മനസ്സിലായില്ലെങ്കിൽ അടുത്ത ശ്രദ്ധിച്ചാൽ മതി. ഇൻഡയറക്ട് വേജ് വരുമ്പോൾ 20,000-ന് 1.5, 24,000-ന് 1.98. സോ 1.98 മൈനസ് 1.5 0.48 വരും. ഈ 0.48 വന്നത് 4000-ത്തിനാണ്. സോ 0.48 ഡിവൈഡഡ് ബൈ 4,000 into 1000 ചെയ്ത് കഴിഞ്ഞാൽ 0.12 കിട്ടും. സോ 1.98 പ്ലസ് 0.12 is 2.10 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതുപോലെ ഇൻഡയറക്ട് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് 20,000 യൂണിറ്റ്സിന് 5.5 ആണ്. അത് എന്തുമാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഫിക്സ്ഡ് ഓവർ ഹെഡ് വിൽ ഇൻക്രീസ് 10% of part. For every 5%, for every 10% increase in 5% increase എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Every 10% or part increase. So ഇവിടെ 25% increase വന്നു അല്ലെ? 25% increase വന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10%-ന് 5, പിന്നെ വരുന്ന 10%-ന് 5. അപ്പൊ മൊത്തം 20% ഇവിടെ ക്വാണ്ടിറ്റി കൂടെ, 20% നമ്മുടെ ക്വാണ്ടിറ്റി കൂടുകയും ചെയ്തു, നമ്മുടെ ഓവർ ഹെഡ് 10% കൂടി. ഓർ പാർട്ട് ദെയർ ഓഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു 5% ഇൻക്രീസും കൂടി ഇല്ലേ? 25 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 5 അല്ലേ? 10 ഇല്ല, പക്ഷെ 10-നേക്കാൾ കുറച്ച് ഒരു 5 ഉണ്ട്. ഓക്കെ, 10 വരെ ഇല്ല, പക്ഷെ കുറച്ചൊരു ഇൻക്രീസ് ഉണ്ട്. ആ പാർട്ടിനും നമ്മൾ 5% ഇൻക്രീസ് ചെയ്യണം. സോ 5 പ്ലസ് 5 പ്ലസ് 5 15% ആണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ 5.5 പ്ലസ് 15% 6.325 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 17.575 എന്ന് കിട്ടും നമ്മുടെ ഇൻഡയറക്ട് കോസ്റ്റ്. ഇൻഡയറക്ട് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇൻഡയറക്ട് കോസ്റ്റ് ലെസ് ചെയ്താൽ 7.65 ആണ് കിട്ടുക. ക്ലിയർ ആണോ? മനസ്സിലായോ? ആകെ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഫോർ 25,000 യൂണിറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഈസിയാണ്. പിന്നെ ഒരു ഇൻക്രീസ് എങ്ങനെയാണ് വേജ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെ വേജിന് ഇവിടെ ഇൻക്രീസ് ഡയറക്റ്റ് പറയുന്നുണ്ട്. മെറ്റീരിയലിന്റെ ഇൻക്രീസും ഓവർ ഹെഡിന്റെ ഇൻക്രീസും ഒക്കെ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലായ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലസ്ട്രേഷൻ 8 ഫ്രം എ വർക്ക് ബുക്ക്. ഓക്കെ, ശ്രദ്ധിച്ചോ. എക്കോ കമ്പനി പ്രിപ്പയർഡ് ദ ഫോളോയിങ് ബഡ്ജറ്റ് ഫോർ എ ഇയർ. ഐറ്റംസ് തന്നിട്ടുണ്ട്, അതായത് മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്, ഫിക്സ്ഡ് ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്, വേരിയബിൾ സെല്ലിംഗ് ഓവർ ഹെഡ്, ഫിക്സ്ഡ് സെല്ലിംഗ് ഓവർ ഹെഡ്, പ്രോഫിറ്റ്, സെയിൽസ് പ്രൈസ്. ഓക്കെ, അതിൻ്റെയൊക്കെ പെർസെൻറ്റേജസും തന്നിട്ടുണ്ട്. ആഫ്റ്റർ റിവ്യൂയിങ് ദ ഹാഫ് ഇയർലി പെർഫോമൻസ് ഇറ്റ് വാസ് ഒബ്സർവ് ദാറ്റ് ദ കമ്പനി വുഡ് ബി ഏബിൾ ടു അച്ചീവ് ഓൺലി 80% ഓഫ് ഒറിജിനൽ ബഡ്ജറ്റഡ് സെയിൽസ്. ഒറിജിനൽ ബഡ്ജറ്റഡ് സെയിൽസ് എത്രയാണോ അതിന്റെ 80% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കോൺസിക്വന്റ്ലി
The revised budgeted sales as envisaged above were estimated at 1080, reflecting a 10% reduction in selling price. Okay, നമ്മുടെ റിവൈസ്ഡ് ബഡ്ജറ്റിന്റെ സെയിൽസ് ആണ് 1080. ഓക്കെ, ഈ 1080 എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് എമൗണ്ട് ആട്ടോ തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഈ 1080 എന്ന് പറഞ്ഞ റിവൈസ്ഡ് ബഡ്ജറ്റഡ് സെയിൽസ് ആ, ദാറ്റ് വിച്ച് മീൻസ് 80% നമ്മൾ കുറയും എന്ന് പറഞ്ഞില്ലേ. ആ 80% കുറയും എന്നല്ല, 80% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. ആ ഒരു 80% ആണ് 1080. ആൻഡ് ഓൾസോ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, 10% നമ്മൾ എന്ത് ചെയ്തു, ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചിട്ടാണ് 1080 വന്നിരിക്കുന്നത്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ ബ്രേക്കപ്പ് ഓഫ് ദി ഒറിജിനൽ ആൻഡ് റിവൈസ്ഡ് ബഡ്ജറ്റ് ഫോർ ദി ഇയർ. നമ്മൾ ഒറിജിനലിന്റെയും റിവൈസ്ഡ് ബഡ്ജറ്റിന്റെയും ബ്രേക്കപ്പ് കമ്പ്യൂട്ട് ചെയ്യണം. റിവൈസ്ഡ് ബഡ്ജറ്റിന് നമുക്ക് ചെയ്യാൻ വലിയ സീനൊന്നും ഇല്ല, പക്ഷേ ഒറിജിനൽ ബഡ്ജറ്റ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറിജിനൽ സെയിൽസ് വേണം. ഓക്കെ, എങ്ങനെ ഒറിജിനൽ സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ 1080 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് കുറച്ചതിന് ശേഷമുള്ളതാ അല്ലെ. സെല്ലിംഗ് പ്രൈസ് 10%, നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ സെല്ലിംഗ് പ്രൈസ് 10% കുറച്ചതിന് ശേഷമാണ് 1080. ദാറ്റ് ഈസ് ഈ 1080 എന്ന് പറയുന്നത് 90 ആണ്. നമുക്ക് വേണ്ടത് എത്രയാണ്? 100 ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ഓക്കെ, നമുക്ക് ആക്ച്വലി വേണ്ടത് എത്രയാ? 90. നമ്മൾ സെല്ലിംഗ് പ്രൈസ് 10% കുറച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 10% കുറച്ചു. 1080 എന്ന് പറയുന്നത് 90 ആണ്, നമുക്ക് വേണ്ടത് 100 ആണ്. സോ 100ലോട്ട് കൺവേർട്ട് ചെയ്യാം. 100ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1080 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 ഇസ് 1200 lakhs. ഇനി ഈ 1200 lakhs എന്ന് പറയുന്നത് 80%. നമുക്ക് വേണ്ട എത്രയാ? 100%. നമ്മുടെ ആക്ച്വൽ ബഡ്ജറ്റ് 100 ആയിരുന്നു, അതിന്റെ 80% നമുക്ക് കിട്ടിയുള്ളൂ. അതിന് സെല്ലിംഗ് പ്രൈസ് 10% കുറച്ചു. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? ആ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുന്നേ മുന്നേ ഉള്ള 80% കണ്ടുപിടിച്ചു. അതിനെയാണ് 1200 എന്ന് പറയുന്നത്. ഇനി 1200 എന്ന് പറയുന്നത് 80% ആണ്. ഇതിനെ നമ്മൾ 100%ലോട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ 1200 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്താൽ 1500 lakhs എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഒറിജിനൽ ബഡ്ജറ്റ് 1500ഉം റിവൈസ്ഡ് ബഡ്ജറ്റ് 1080 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് എല്ലാ എക്സ്പെൻസസിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ സെയിൽസ് റവന്യൂ 1500 1080 എന്ന് കാണിക്കുന്നു. വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ 1500ന്റെ 40%, ഡയറക്റ്റ് ലേബർ 1500ന്റെ 20%, ഫാക്ടറി ഓവർഹെഡ് 1500ന്റെ 10%, ആൻഡ് ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് 1500ന്റെ ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് ഇവിടെ വരില്ലല്ലോ. ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡ് ദാ ഇവിടെ വേണം കാണിക്കാൻ. ഓക്കെ, ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡിന്റെ അണ്ടറിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വരും, ലേബർ വരും, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് വരും, വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ് വരും. ഇത്രയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഓൺ ടോപ്പ് ഓഫ് 1500 ആ പെർസെൻറ്റേജ് എടുത്താൽ നമുക്ക് ഇത് കിട്ടും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടി. ഫൈനലി നമുക്ക് കോൺട്രിബ്യൂഷൻ ആയി. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സ്ഡ് ഫാക്ടറി ഓവർഹെഡും ഫിക്സ്ഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും കൂടെ കുറച്ചാൽ നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് കിട്ടി. ക്ലിയർ ആണോ? അതുപോലെ തന്നെ റിവൈസ്ഡ് ബഡ്ജറ്റ് 1080ന്റെ 40%, 20%, 10%, 4% എടുക്കൂ. യു വിൽ ഗെറ്റ് ദി ആൻസർ. ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഇലസ്ട്രേഷൻ 9. PQR Limited over the past few years has sales of rupees 400 lakh with 30% contribution. Okay, നമുക്ക് ടോട്ടൽ സെയിൽസ് 400 lakh ആണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30%. ലാസ്റ്റ് ഇയേഴ്സ് ഫിക്സ്ഡ് കോസ്റ്റ് വാസ് rupees 45 lakh. The company plans to venture into new contract service business and also in the process of introduction of new product. Okay, കമ്പനിക്ക് 2 പ്ലാനാണ് ഉള്ളത്. ഒന്ന് ഒരു കോൺട്രാക്ട് സർവീസ് ബിസിനസ്സും ആൻഡ് ഓൾസോ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. പ്രൊപ്പോസൽ എ
വാല്യൂ ഓഫ് റുപ്പീസ് 30 lakh വിത്ത് വേരിയബിൾ കോസ്റ്റ് 60%. അപ്പൊ പ്രൊപ്പോസൽ എ എന്ന് പറഞ്ഞത് 30 lakh ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, വേരിയബിൾ കോസ്റ്റ് 60%, ഫിക്സ്ഡ് കോസ്റ്റ് റുപ്പീസ് 5 lakh. പ്രൊപ്പോസൽ ബി ഫിക്സ്ഡ് കോസ്റ്റ് റുപ്പീസ് 5 lakh ആണ്. ഇനിയിപ്പോ പ്രൊപ്പോസൽ ബിക്ക് വാല്യൂ റുപ്പീസ് 20 lakh ആണ്, വേരിയബിൾ കോസ്റ്റ് 50%, ഫിക്സ്ഡ് കോസ്റ്റ് 4 lakh ആണ്. ന്യൂ പ്രൊഡക്റ്റ് expected sales per month rupees 6 lakh with 50% variable cost and fixed cost of rupees 1.2 lakhs per month. Okay, അപ്പോൾ ന്യൂ പ്രൊഡക്റ്റിന്റെ എക്സ്പെക്റ്റഡ് സെയിൽസ് പെർ മന്ത് എന്ന് പറയുന്നത് 6 ലക്ഷമാണ്. ഓക്കെ, വിത്ത് 50% വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് 1.2 lakhs per month ആണ്. ഇനി ഒപ്റ്റിമിസ്റ്റിക് അസംഷൻ, offer for both contract A and B will mature and be executed next year and new product will be launched from the second quarter of the next year. Okay, അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് അസംഷൻ പറയുന്നത് offer for both contract A and B will mature and be executed next year and new product will be launched from second quarter of next year. ഇനിയിപ്പോൾ പെസിമിസ്റ്റിക് അസംഷനിൽ പറയുന്നത് only contract A will mature and be executed next year and new product will be launched from the fourth quarter of the next year and there will be rise in both variable and fixed cost by 10% without scope for rise in sales value. Prepare two budget on pessimistic and optimistic assumption. Okay, optimistic assumptionലും pessimistic assumptionലും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് അസംഷനിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് അസംഷനിൽ എന്തൊക്കെയാ, നമ്മുടെ കോൺട്രാക്ട് എയും ബിയും ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കോൺട്രാക്ട്, ന്യൂ പ്രൊഡക്റ്റ്, നമ്മുടെ നോർമൽ ആക്ടിവിറ്റി, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്ര എന്നാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നോർമൽ ആക്ടിവിറ്റിക്ക് നമുക്ക് റവന്യൂ എത്രയാ, 400 lakh ആണുള്ളത്. 400 lakh, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 70%, കോൺട്രിബ്യൂഷൻ 30% എന്ന് പറയുന്നുണ്ട്. സോ വേരിയബിൾ കോസ്റ്റ് വിൽ ബി 70%. സോ 4 lakhന്റെ 70% is 280. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ, ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് 45 lakh എന്ന് പറയുന്നുണ്ട്. സോ ഈ ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കുറച്ചാൽ യു ഗെറ്റ് 400 minus 280 minus 45 is 75 എന്ന് കിട്ടും പ്രോഫിറ്റ്. ഇനി നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് അസംഷനിൽ കോൺട്രാക്ട് എയും കോൺട്രാക്ട് ബിയും പോസിബിൾ ആണ്. സോ നമ്മുടെ ടോട്ടൽ സെയിൽസ് റവന്യൂ ഇസ് പ്രൊപ്പോസൽ എക്ക് 30 lakhും പ്രൊപ്പോസൽ ബിക്ക് 20 lakh. സോ ഇൻ ടോട്ടൽ 50 lakh ആണ് റവന്യൂ. വേരിയബിൾ കോസ്റ്റിനെ പറ്റി പറയുന്നത് പ്രൊപ്പോസൽ എക്ക് 60%, പ്രൊപ്പോസൽ ബിയുടെ വേരിയബിൾ കോസ്റ്റ് 50% ആണ്. സോ 30 lakhന്റെ 60%, 20 lakhന്റെ 50%, 30 into 60% plus 20 into 50% ചെയ്യുമ്പോൾ 28 lakh എന്ന് കിട്ടും. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 lakh and 4 lakh. ഫിക്സ്ഡ് കോസ്റ്റ് 5 lakh plus 4 lakh you'll get 9 lakh. ക്ലിയർ അല്ലേ? സോ കോൺട്രാക്റ്റിന് നമുക്ക് 13 ആണ് പ്രോഫിറ്റ്, 13 lakh ആണ് പ്രോഫിറ്റ് വരാം. ഇനിയിപ്പോ ന്യൂ പ്രൊഡക്റ്റ് സെക്കൻഡ് ക്വാർട്ടറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താ, വിൽ ബി ലോഞ്ച് ഫ്രം ദ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് നെക്സ്റ്റ് ഇയർ. ന്യൂ പ്രൊഡക്റ്റിന്റെ എക്സ്പെക്ടഡ് സെയിൽസ് പെർ മന്ത് 6 lakh. ഒരു മാസത്തെ എക്സ്പെക്ടഡ് സെയിൽസ് 6 ലക്ഷം. നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിലാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി 9 മാസമല്ലേ ഉള്ളൂ. ഫസ്റ്റ് ക്വാർട്ടറിൽ 3 മാസം കഴിഞ്ഞു, സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് 9 മാസം. സോ 6 into 9 months is 54 lakh. ക്ലിയർ അല്ലേ? ഇനി 54 lakhന്റെ 50% ആണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഇസ് 50% വേരിയബിൾ കോസ്റ്റ്. സോ 27 വരും. ആൻഡ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് 1.2 lakhs പെർ മന്ത്. സോ 1.2 into 9 എടുക്കുന്നു, കുറച്ചാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 16.2 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 104.2 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി പെസിമിസ്റ്റിക് അസംഷൻ ആണ്. പെസിമിസ്റ്റിക് അസംഷന്റെ കേസിൽ റവന്യൂ ഗിവൺ ഇസ് 400 lakh. ഏത് മാത്രമേ ഉള്ളൂ പെസിമിസ്റ്റിക് അസംഷൻ? ഓൺലി കോൺട്രാക്ട് എ വിൽ മെച്ചർ. കോൺട്രാക്ട് എ മാത്രമേ മെച്ചർ ഉള്ളൂ. സോ റവന്യൂ 30 ആണ്,
30യുടെ 60% എടുക്കുന്നു ആൻഡ് ഓൾസോ ഫിക്സ്ഡ് കോസ്റ്റ് 30യുടെ 60% എടുത്തു. പിന്നെ എന്തും കൂടെ സംഭവിക്കുന്നു, there will be rise in both variable and fixed cost by 10%. വേരിയബിളും ഫിക്സ്ഡ് കോസ്റ്റും 10% റൈസ് ചെയ്യുന്നു. സോ 30 into 60% ചെയ്താൽ 18 കിട്ടും, പ്ലസ് 10% ചെയ്യുമ്പോഴാണ് 19.8 കിട്ടുക. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 5 ആണ്. 5 പ്ലസ് 10% ചെയ്യുമ്പോൾ 5.5 കിട്ടും. സോ 30 മൈനസ് 19.8 മൈനസ് 5.5 ചെയ്താൽ യു വിൽ ഗെറ്റ് 4.7. ഇനി ന്യൂ പ്രൊഡക്റ്റിന്റെ കേസ് എന്താ? എന്നാണ് ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്? ന്യൂ പ്രൊഡക്റ്റ് വിൽ ബി ലോഞ്ച് ഫ്രം ദി ഫോർത്ത് ക്വാർട്ടർ. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്വാർട്ടർ ആണ്. ലാസ്റ്റ് ക്വാർട്ടറിൽ എത്ര മാസേ ഉള്ളൂ? 3 മാസേ ഉള്ളൂ. ഫോർത്ത് ക്വാർട്ടറിൽ 3 മാസമാണ് വരുന്നത്. സോ 6 into 3 18. നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 18ന്റെ 50% പ്ലസ് 10% കൂട്ടണം. ആൻഡ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ മന്ത് 12 ആണ്. സോ 3 മന്ത്സിന് 12 അല്ല 1.2. ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് 1.2 lakhs. സോ 1.2 into 3 പ്ലസ് 10% you will get the profit. പ്രോഫിറ്റ് കിട്ടുന്നു, ടോട്ടൽ പ്രോഫിറ്റ് എടുക്കാം. മനസ്സിലായോ? നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. മെജോറിറ്റി സ്റ്റുഡൻസിനും അറിയായിരിക്കും. ബട്ട് ദെൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. നോക്കാം. ദ മന്ത്ലി ബഡ്ജറ്റ് ഫോർ മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഓഫ് ഷഹീൻ ലിമിറ്റഡ് ഫോർ ദി ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് വെർ ആസ് ഫോളോ. കപ്പാസിറ്റി 60% ഉണ്ട്, 100% ഉണ്ട്. ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ 600 and 1000. വേജസ് 1200, 2000. കൺസ്യൂമബിൾ സ്റ്റോർസ് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ റിക്വയർഡ് ഇൻഡിക്കേറ്റ് വിച്ച് ഓഫ് ദ ഐറ്റം ആർ ഫിക്സ്ഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. ഓക്കെ, ഫിക്സ്ഡ് ഏതാണെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിപ്രിസിയേഷൻ 4000, ഇൻഷുറൻസ് 1000. സോ ഫിക്സ്ഡ് ഐറ്റംസ് ആ ഡിപ്രിസിയേഷനും ഇൻഷുറൻസും. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് ഐറ്റംസ് ഏതാണ്, സെമി വേരിയബിൾ കോസ്റ്റ് ഐറ്റംസ് എന്താണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ് സെയിം ആയിരിക്കും അല്ലെ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. 60% കപ്പാസിറ്റി ആകുമ്പോൾ 1200 ഡിവൈഡഡ് ബൈ 600 ചെയ്താൽ 2 ആണ് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടുക. ഓക്കെ, അടുത്തതിൽ 2000 ഡിവൈഡ് ബൈ 1000 ചെയ്താലും 2 കിട്ടും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം അല്ലേ. സോ വേജസ് കംസ് അണ്ടർ വേരിയബിൾ കോസ്റ്റ്. മനസ്സിലായല്ലോ? ഇനി കൺസ്യൂമബിൾ സ്റ്റോഴ്സ് നോക്കാം. 900 ഡിവൈഡഡ് ബൈ 600 ഇസ് 1.5 and 1500 divided by 1000 is also 1.5. So variable അല്ലേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആണ്. സോ ഇവിടെ രണ്ടും 1.5 ആണ്. സോ രണ്ടും വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് അല്ല, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഫറൻറ്റ് ആണെങ്കിൽ that will be semi variable cost. നമുക്ക് നോക്കാം. 1100 divided by 600 ചെയ്താൽ 1.83 കിട്ടും. അതുപോലെ 1500 divided by 1000 ചെയ്താൽ you will get 1.5. കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഫറൻസ് അല്ലേ. സോ സെമി വേരിയബിൾ കോസ്റ്റിന്റെ അണ്ടറിലാണ് മെയിൻ്റനൻസ് വരുന്നത്. ഇനി അടുത്തത് പവർ ആൻഡ് ഫ്യൂവൽ 1600 divided by 600 ചെയ്താൽ you will get 2.66 and 2000 divided by 1000 ചെയ്താൽ you will get 2. So 2.6 is 2 different അല്ലേ. So it also comes under semi variable cost. കഴിഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത പറഞ്ഞിരിക്കണേ പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ 80% കപ്പാസിറ്റി. 80% കപ്പാസിറ്റിയിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഫുള്ളൊന്നും ചെയ്ത് കാണിക്കില്ല. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഡിപ്രിസിയേഷനും ഇൻഷുറൻസും അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. ഫിക്സ്ഡ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ് 4000, 1000 അതുപോലെ എഴുതാം. വേരിയബിൾ കോസ്റ്റ് വേജസും കൺസ്യൂമബിൾ സ്റ്റോഴ്സും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയാം. വേജസും കൺസ്യൂമബിൾ സ്റ്റോഴ്സും
2 per unit ആണ്. 60% കപ്പാസിറ്റിയിൽ 600 യൂണിറ്റും 100% കപ്പാസിറ്റിയിൽ 1000 യൂണിറ്റ്സും ആണെങ്കിൽ 80% കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും? 800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ വേജസ് വിൽ ബി 800 into 2 വരും. ആൻഡ് ഇപ്പുറത്തെ സ്ഥലത്ത് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് വിൽ ബി 800 into 1.5 വരും. എങ്ങനെ സെമി വേരിയബിൾ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യനിലെല്ലാം പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര പെർസെൻറ്റേജ് ഫിക്സ്ഡ്, ഇത്ര പെർസെൻറ്റേജ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, നോക്കിക്കോ. ചേഞ്ച് ഇൻ കോസ്റ്റ് by change in unit. Okay, variable cost per unit is equal to change in cost by change in unit. So change in cost എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് എടുത്താൽ 1500 minus 1100, that is 400 divided by change in units എന്ന് പറഞ്ഞാൽ 1000 minus 600, 400 ഈക്വൽ ടു ₹1 എന്ന് കിട്ടും. ഒരു യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 1 രൂപയാണ്. സോ വേരിയബിൾ പോർഷൻ എത്ര വരും? 800 യൂണിറ്റിന് 800 into 1 800 ആണ് വരാം. 800 into 1 800 വരും. മനസ്സിലായോ? ആൻഡ് ഫിക്സ്ഡ് പോർഷൻ ഞാൻ പറഞ്ഞു, ഫിക്സ്ഡ് പോർഷൻ എപ്പോഴും തന്നിരിക്കുന്ന ഡേറ്റയിൽ വേണം കമ്പ്യൂട്ട് ചെയ്യാൻ. നമുക്ക് 600 യൂണിറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 യൂണിറ്റ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം. 600 യൂണിറ്റ്സ് ആകുമ്പോൾ ഒരു യൂണിറ്റിന് 1 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ 600 യൂണിറ്റ് വരുമ്പോൾ 600 rupees നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരും. സോ മെയിൻ്റനൻസിൽ 1100 ആണ് ടോട്ടൽ സെമി വേരിയബിൾ കോസ്റ്റ്. അതിൽ 600 വേരിയബിൾ പോർഷൻ ആണെങ്കിൽ ബാക്കി 1100 മൈനസ് 600 500 ആയിരിക്കും ഫിക്സ്ഡ് പോർഷൻ. മനസ്സിലായോ? ഈ 1100 ഫിക്സ്ഡ് പോർഷനും ഉണ്ട്, വേരിയബിൾ പോർഷനും ഉണ്ട്. 600 വേരിയബിൾ പോർഷൻ ആണെങ്കിൽ റിമൈനിങ് വരുന്ന 500 ആയിരിക്കും ഫിക്സ്ഡ് പോർഷൻ. ഇപ്പുറത്താണെ കാണിച്ചു തരാം. 1 രൂപയല്ലേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ 1000 into 1 1000 ആയിരിക്കും വേരിയബിൾ പോർഷൻ. ദാറ്റ് ഇസ് 1500ന്റെ 1000 വേരിയബിൾ പോർഷൻ ആണ്. ബാക്കി വരുന്ന 500 ആയിരിക്കും ഫിക്സ്ഡ് പോർഷൻ. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫിക്സ്ഡ് പോർഷൻ 500 കാണിച്ചത്. മനസ്സിലായോ? ഇനി അടുത്തത് പവർ ആൻഡ് ഫ്യൂൽ. അത് ഓൾസോ സെമി വേരിയബിൾ കോസ്റ്റ് അല്ലേ. അപ്പൊ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 2000 minus 1600 400 divided by 1000 minus 600 400 തന്നെ വരും. സോ 1 into 800 is equal to 800 തന്നെ വരും. ഇനി ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 600 into 1 600 വരും. 1600 600 മാറ്റി ബാക്കി 1000 ആയിരിക്കും ഫിക്സ്ഡ് കോസ്റ്റിന്റെ പോർഷൻ. ക്ലിയർ? ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സെമി വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ചേഞ്ച് ഇൻ കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 2015 ഒരു പ്രോബ്ലം ആണ്. നോക്കിക്കോ. ആൻസർ ദി ക്വസ്റ്റ്യൻ. From the following data, prepare a production budget for ABC Company Limited for 6 months period ending on 30th June 2015. Stock for the budgeted period. Okay. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പൊ സെയിൽസ് തന്നിട്ടുണ്ടോ? റിക്വയർമെന്റ് ടു ഫുൾഫിൽ സെയിൽസ് പ്രോഗ്രാം 60,000 50,000 80,000. അപ്പൊ പ്രൊഡക്റ്റ് എ ബി സി സെയിൽസ് നമുക്ക് 60 50 80 എന്ന് എഴുതാം. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 8,000 17,500 ഉണ്ട്. സോ ആഡ് 10,000 8,000 17,500 യു വിൽ ഗെറ്റ് 70,000 58,000 97,500. ഇതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. സോ 6,000 9,000 12,000 ലെസ് ചെയ്യുന്നു. സോ 6,000 9,000 12,000 കുറച്ചാൽ പ്രൊഡക്ഷൻ വിൽ ബി 64,000 49,000 ആൻഡ് 85,500. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് ഇൻ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ഒരു പുതിയ പോയിന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് ഇൻ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറ്റ് പ്രസന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 64,000 ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 4% ലോസ് ആവും.
2% ബി ലോസോ 5% സി ലോസോ. ക്ലിയർ ആണോ? നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണോ പ്രൊഡക്ഷന് കൊണ്ടുപോകുന്നത്, അതിലെ 4% എക്ക് ലോസോ 2% ബിക്ക് ലോസോ 5% സിക്ക് ലോസോ. ഓക്കെ, പ്രൊഡക്ഷൻ റിക്വയർഡ്. ഈ ലോസും കൂടെ കവർ ചെയ്യാൻ മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് 64,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 4% ലോസ് ആയി എന്ന് പറഞ്ഞാൽ 64,000 മൈനസ് 4% പോയി കഴിഞ്ഞാൽ നമുക്ക് 61,440 ഉള്ളൂ. അത് മതിയോ? നമുക്ക് പോരാ. ഓക്കെ, അപ്പൊ ആ ലോസും കൂടെ കവർ ചെയ്യാനും മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അറ്റ് പ്രസന്റ് എത്ര ഉണ്ടാവുള്ളൂ? 64,000 കയ്യിൽ ഇൻ ഹാൻഡ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? നമ്മൾ ലോസും കൂടെ കവർ ചെയ്യാൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ആയ 64,000 വരും. അപ്പൊ ആ ലോസും കൂടെ കവർ ചെയ്യണം. സോ ഇവിടെ 4% ആണ് ലോസ്. 64,000 എന്ന് പറയുന്നത് 96 ആയിരിക്കും. ഓക്കെ, 4% കുറച്ചിട്ടുള്ള 96 ആയിരിക്കും. നമുക്ക് വേണ്ട എത്ര? ആ ലോസും കൂടെ കവർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് 100 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ 64,000 ഡിവൈഡഡ് ബൈ 96 ഇൻറ്റു 100 ചെയ്താൽ യു ഗെറ്റ് 66,667. മനസ്സിലായോ? ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് നോർമൽ ലോസ് 2,667 എഴുതിയിരിക്കുന്നത്. അതായത് 66,667 മൈനസ് 64,000 ചെയ്താൽ യുൽ ഗെറ്റ് 2,667. ക്ലിയർ ആണോ? അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 2% ആണ് ലോസ്. ദാറ്റ് ഇസ് 98% ആണ് 49,000. സോ 50,000 എന്ന് പറഞ്ഞാൽ 49,000 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 100 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ 50,000 കിട്ടുക. സോ 49,000 50,000 ഡിഫറൻസ് ആണ് 1000 കിട്ടുക. ഇനി സിക്ക് എത്ര ലോസ് ആവും? 5% ആണ് ലോസ് ആവുന്നത്. ദാറ്റ് ഇസ് 85,500 എന്ന് പറയുന്നത് 95% ആണ്. നമുക്ക് വേണ്ടത് 100 ആണ്. സോ 85,500 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 ചെയ്താൽ യുൽ ഗെറ്റ് 90,000. സോ 85,500 മൈനസ് 90,000 ചെയ്യുന്നു, യുൽ ഗെറ്റ് 4,500. ക്ലിയർ അല്ലേ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ നോർമൽ ലോസിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് 2019 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Ankriti Limited manufactures product X and product Y during the year ended on 31st March 2019. It is expected to sell 7,500 kg of product X and 37,500 kg of product Y at rupees 60 and rupees 32 per kg respectively. The direct materials A, B and C are mixed in proportion of 4:4:2 in the manufacture of product X and in the proportion of 3:5:2 in the manufacture of product Y. The actual and budgeted inventories for the year are as follows. Okay, അപ്പൊ നമുക്ക് രണ്ട് പ്രൊഡക്ട്സ് ആണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും. പ്രൊഡക്റ്റ് എക്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് വൈയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് വേണ്ടത്. എ, ബി, സി. ഈ 3 മെറ്റീരിയലിന്റെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതും തന്നിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പയർ ദി പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്ര കിലോ സെല്ല് ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു സെൽ 7,500 kg ഓഫ് പ്രൊഡക്റ്റ് എക്സ്. സോ സെയിൽസ് ഇസ് 7,500 kg പ്രൊഡക്റ്റ് എക്സിന്റെ ആൻഡ് പ്രൊഡക്റ്റ് വൈ 37,500 kg. പ്രൊഡക്റ്റ് വൈ 37,500 kg ആണ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡും ലെസ്സും ചെയ്യാം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രൊഡക്റ്റ് എക്സ് 2,000 ആണ്, അത് നമ്മൾ ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,500 അത് നമ്മൾ ലെസ് ചെയ്തു. ഫൈനലി പ്രൊഡക്ഷൻ 8,000 എന്ന് കിട്ടും. അതുപോലെ പ്രൊഡക്റ്റ് വൈക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രൊഡക്റ്റ് വൈ ഇസ് 3,500 ആഡ് ചെയ്തു ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്സ് 3,000 ലെസ് ചെയ്താൽ പ്രൊഡക്ഷൻ 38,000 കിട്ടും. ഇവിടെ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഇത് ഡയറക്ട്ലി നമ്മൾ ആഡും ലെസ്സും ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടി. പ്രൊഡക്ഷൻ ഇസ് 8,000 and 38,000. ഇനി മെറ്റീരിയൽ കൺസംഷനെ പറ്റി എന്താ പറയുന്നത്? The direct material A, B and C are mixed in proportion of 4:4:2 and in the manufacture of product X and in proportion of 3:5:2 in the manufacture of product Y. So product X 4:4:2 എന്ന റേഷ്യോയിലാണ്. സോ നമ്മൾ എന്തുമാത്രമാണ് പ്രൊഡക്റ്റ് എക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 8,000 കിലോ ആണ്. ഈ 8,000 കിലോയെ നമ്മൾ 4:4:2 എന്ന പ്രൊപ്പോർഷനിൽ വീതിച്ചു കൊടുക്കുക. സോ 8,000-നെയാണ് നമ്മൾ 4:4:2 എന്ന പ്രൊപ്പോർഷനിൽ വീതിക്കുന്നത്. സോ 8,000 into 4/10 3,200, 8,000 into 4/10 3,200 and 8,000 into 2/10 1,600 എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് വൈ നമ്മൾ ഏത് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3:5:2 എന്ന റേഷ്യോയിലാണ് പ്രൊഡക്റ്റ് വൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് വൈ 38,000 കിലോ ആണുള്ളത്. ആ 38,000-നെ നമ്മൾ 3:5:2 എന്ന പ്രൊപ്പോർഷനിൽ വീതിക്കാണ്. സോ 38,000 into 3/10, 38,000 into 5/10 and 38,000 into 2/10. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലേ പ്രൊഡക്റ്റ് എക്സും വൈയും ഉപയോഗിക്കാൻ വേണ്ട മെറ്റീരിയൽ എയുടെ ക്വാണ്ടിറ്റി ആണ് 14,600. ഇനി പ്രൊഡക്റ്റ് ബി മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് വേണ്ട എക്സിന്റെയും വൈയുടെയും ക്വാണ്ടിറ്റി ആണ് 22,200. ആൻഡ് പ്രൊഡക്റ്റ് സി മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ, സോറി ഞാൻ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ എ വേണ്ടത് 3,200 പ്ലസ് 11,400 14,600 ആണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എക്സും വൈയും മാനുഫാക്ചർ ചെയ്യാൻ മെറ്റീരിയൽ ബി വേണ്ടത് 3,200 പ്ലസ് 19,000 22,200. ഇനി പ്രൊഡക്റ്റ് എക്സും വൈയും മാനുഫാക്ചർ ചെയ്യാനായിട്ട് മെറ്റീരിയൽ സി വേണ്ടത് 1,600 പ്ലസ് 7,600 9,200 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടൽ റിക്വയർമെന്റ് ഓഫ് എ, ബി ആൻഡ് സി കിട്ടി. ഇനി എന്തുമാത്രം പർച്ചേസ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും അഡ്ജസ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഗിവൺ ആണ്. നിങ്ങൾക്ക് ആഡും ലെസ്സും ചെയ്താൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്താൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി കിട്ടും. പർച്ചേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പെർ കെ ജി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. സോ കോസ്റ്റ് പെർ കെ ജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് 1,40,000, 2,04,000, 63,000 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ വിൽ ബി 4,07,000. ക്ലിയർ അല്ലേ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകെ നമുക്ക് അറിയേണ്ട ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ, ഈ പ്രൊഡക്ഷൻ നമ്മൾ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ പ്രൊഡക്ഷനെ വേണം നമ്മൾ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാൻ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന അതേ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത ആൻസർ കിട്ടും.
ബേസിക് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ബഡ്ജറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് മാർജിനൽ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 30+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യമേ ചെയ്യുന്നത് ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ ഇൻഡെപ്ത് ആയിട്ട് പറയുന്ന പോലെ നമുക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല, എന്നാലും എല്ലാ ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചെറിയ ചെറിയ ഒരു 7 മാർക്ക് പ്രോബ്ലംസ് നോക്കാം, അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള 14 മാർക്ക് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റിംഗ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും അല്ലേ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ്. ഇപ്പൊ ഒരു പെൻ ഉണ്ടാക്കാൻ 5 രൂപയുടെ മെറ്റീരിയൽ വേണമെങ്കിൽ 2 പെൻ ഉണ്ടാക്കാൻ നമുക്ക് 10 രൂപയുടെ മെറ്റീരിയൽ വേണം, 3 പെൻ ഉണ്ടാക്കാൻ 15 രൂപയുടെ മെറ്റീരിയൽ വേണം അല്ലേ. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിലോ, എത്ര മെറ്റീരിയൽ എത്ര പെൻ ഉണ്ടാക്കിയാലും ഫിക്സ്ഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. നമ്മുടെ റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് അല്ല, വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഓരോ പ്രോബ്ലം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ബേസിക് ഇക്വേഷൻസ് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്താണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിച്ചോളൂ, സെയിൽസ്, ഓക്കെ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാലാണ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, സെയിൽസ് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇതിനെ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുക? ബിക്കോസ് ഈ കോൺട്രിബ്യൂഷൻ എമൗണ്ട് ആണ് ഫിക്സ്ഡ് കോസ്റ്റ് കവർ അപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്? ദിസ് എമൗണ്ട് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഫിക്സ്ഡ് കോസ്റ്റ്. ഈ ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കവർ അപ്പ് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ നോക്കുന്നത് എന്താണ് പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺട്രിബ്യൂഷൻ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ്, സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ selling price per unit into 100. Okay, or contribution per unit by selling price per unit into 100 ആണ് പി വി റേഷ്യോ. അപ്പൊ പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പി വി റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, സെയിൽസിന്റെ 30% ആണ് പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? സെയിൽസ് 100 ആണെങ്കിൽ 30 ആയിരിക്കും. സെയിൽസ് 100 ആണെങ്കിൽ 30 ആയിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 70 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പി വി റേഷ്യോ 30% എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് സെയിൽസിന്റെ 70% ആയിരിക്കും. പി വി റേഷ്യോ 60% ആണെന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് സെയിൽസിന്റെ 40% ആയിരിക്കും. ഓക്കെ, മനസ്സിലായ? ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നോ പ്രോഫിറ്റ് നോ സെയിൽ സിറ്റുവേഷനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നോ പ്രോഫിറ്റ് നോ സെയിൽ. നമ്മളെ ഇക്വേഷൻ എന്താന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഇൻകം സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് എഴുതാം. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് നമുക്കൊന്നും കാണില്ല, സീറോ. നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, പ്രോഫിറ്റ് 0 ആവും. പ്രോഫിറ്റ് 0 ആവണമെങ്കിൽ കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആവണം അല്ലേ. ഈ കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ 0 കിട്ടുള്ളൂ. ഇപ്പോ ഫിക്സ്ഡ് കോസ്റ്റ് 20,000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും ചേഞ്ച് ചെയ്യില്ല, അത് അങ്ങനെ നിൽക്കും. സോ കോൺട്രിബ്യൂഷൻ എത്ര തന്നെ വേണം? 20,000 തന്നെ വേണം. ഓക്കെ, അപ്പൊ കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആവുന്ന ലെവൽ ഓഫ് സെയിൽസ് ആയിരിക്കും നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം.
സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഓർ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ്, ആ ഒരു എമൗണ്ട് ആണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആണ് വേണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ക്ലിയർ ആണോ? കഴിഞ്ഞു. ബ്രേക്ക് ഈവൻ പോയിന്റും ബ്രേക്ക് ഈവൻ സെയിൽസും നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ MOS. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാ നോക്കിക്കോ. നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 5000 യൂണിറ്റ്സ് ആണ്. നമ്മൾ മൊത്തം 5000 യൂണിറ്റ്സ് സെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് ആവാൻ നമ്മൾ 2500 യൂണിറ്റ്സ് സെല് ചെയ്താൽ മതി. 2500 യൂണിറ്റ്സ് സെല് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തി, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനിലോട്ട് എത്തി. സോ ഈ 2500 കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. 2501 2502 ഓരോ യൂണിറ്റ് നമ്മൾ അഡീഷണലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു സേഫ് പോയിന്റ്, നമുക്ക് എപ്പോ തൊട്ടാണോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടൈം പീരീഡിലുള്ള ആ ഒരു ഏരിയയിലുള്ള സെയിൽസിനെയാണ് നമ്മൾ പറയുന്നത്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ക്ലിയർ ആണോ? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് കണക്റ്റഡ് ടു ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, അതുപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് കണക്റ്റഡ് ടു പ്രോഫിറ്റ്. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? മാർജിൻ ഓഫ് സേഫ്റ്റി. ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും സെയിം ആവുന്ന പോയിന്റ്. ക്ലിയർ അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റിയും കഴിഞ്ഞു. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി ഓൺ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ക്ലിയർ? ഓക്കെ, ഇനി ഒരു ഇക്വേഷനും കൂടെ നമുക്ക് നോക്കണം. പി വി റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു ഇക്വേഷനും കൂടെ പി വി റേഷ്യോയ്ക്ക് ഉണ്ട്, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് by change in sales. Okay, change in profit by change in sales. Clear അല്ലേ? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ. എന്തുകൊണ്ടായിരിക്കും ഇക്വേഷൻ വരുന്നത്? ബിക്കോസ് പ്രോഫിറ്റിന് ഒരു ചേഞ്ച് വരുന്നത് ഒരിക്കലും ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്ന ചേഞ്ച് കൊണ്ടല്ല, അഡീഷണൽ സെയിൽസ് വരുമ്പോൾ ഉള്ള വേരിയബിൾ കോസ്റ്റിലെ ചേഞ്ച് ആയിരിക്കും. മനസ്സിലായോ? പ്രോഫിറ്റിന് ചേഞ്ച് വരുന്നത് ഒരിക്കലും ഫിക്സ്ഡ് കോസ്റ്റ് കാരണമല്ല. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, യാതൊരു മാറ്റവും കാണില്ല. സോ അപ്പൊ പി വി റേഷ്യോ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. സോ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ നോക്കി. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും ക്ലിയർ ആവും. ഓക്കെ, ഒരു മിനിറ്റ്. സോ ഈ ഇലസ്ട്രേഷൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഇലസ്ട്രേഷൻ വർക്ക് ബുക്കിലെ ഫസ്റ്റ് ഇലസ്ട്രേഷൻ ആണ്. A company has annual fixed cost of 14 lakh. In 2023, sales amounted to 60 lakh as compared with 45 lakh in 2022, and profit in 2023 was 4,20,000 higher than in 2022. At what level of sales does the company break even? ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഫിക്സ്ഡ് കോസ്റ്റ് 14 ലക്ഷമാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യണം. പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഇൻ 2023 വാസ് 4,20,000 ഹയർ. ഹയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇസ് 4,20,000. ഇനി ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുമ്പോൾ 2023 60 ലാക്കും 2022 45 ലാക്കും ആണ്.
സോ 60 lakh മൈനസ് 45 lakh ചെയ്യുമ്പോഴാണ് നമുക്ക് 15 lakh കിട്ടുന്നത്. സോ പി വി റേഷ്യോ ഇസ് 4,20,000 ബൈ 15 lakh ഇൻറ്റു 100 ചെയ്താൽ 28% കിട്ടും. ഓക്കെ, ഞാൻ 28% കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 14 lakh ഡിവൈഡഡ് ബൈ 28% ചെയ്യുന്നു, യു വിൽ ഗെറ്റ് 50 lakh. ഓക്കെ, 14 lakh divided by 0.28 ചെയ്താൽ you get 50 lakh. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എ പ്രീകാസ്റ്റ് സെയിൽസ് വോളിയം ഓഫ് 85 lakh. 85 ലക്ഷം സെയിൽസിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ചെയ്ത് നോക്കാം. സോ പ്രോഫിറ്റ് ഓൺ സെയിൽസ്, നമ്മുടെ സെയിൽസ് ലെവല് 85 ലക്ഷമാണ്. നമ്മൾ എന്താ പറഞ്ഞേ? പി വി റേഷ്യോ 28% ആണ്. പി വി റേഷ്യോ 28% ആണെങ്കിൽ ഈ 85 ലക്ഷത്തിന്റെ 28% കോൺട്രിബ്യൂഷൻ. 85 ലക്ഷത്തിന്റെ 28% കോൺട്രിബ്യൂഷൻ. ദാറ്റ് ഇസ് 23,80,000. ഈ 23,80,000 നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 14 lakh കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് നമുക്ക് 9,80,000 കിട്ടും. കഴിഞ്ഞു. ഒന്നുമില്ല, നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നു, കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് 9,80,000 കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് നിങ്ങൾക്ക് ഒരു ട്രിക്കി ആയിട്ട് തോന്നാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. If there is a reduction in selling price in 2024 by 10% and company decides to earn the same profit as in 2023, what would be the required sales volume? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 10% കുറഞ്ഞു. ഓക്കെ, കറന്റ് സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മുടെ കറന്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഈ 100ന്റെ 10% കുറയുമ്പോൾ ദാറ്റ് ഇസ് 90 ആയിരിക്കും നമ്മുടെ ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, 100 ആണ് കറന്റ് സെല്ലിംഗ് പ്രൈസ്, അതിൽ നിന്ന് 10% കുറച്ചാൽ 90 ആയിരിക്കും നമ്മുടെ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രസന്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ 100 ആയിട്ട് എടുത്തു. ഈ 100ന്റെ 28% ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി 72% ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞാലും വേരിയബിൾ കോസ്റ്റിന് യാതൊരു മാറ്റവും ഇല്ല. വേരിയബിൾ കോസ്റ്റ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു, സെയിൽസ് ക്വാണ്ടിറ്റി അല്ല കുറഞ്ഞത്, സെല്ലിംഗ് പ്രൈസ് ആണ് കുറഞ്ഞത്. സെയിൽസ് ക്വാണ്ടിറ്റി കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. പക്ഷെ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞ വേരിയബിൾ കോസ്റ്റിന് എന്തെങ്കിലും മാറ്റം കാണോ? ഇല്ല. സോ 100 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 100ന്റെ 72% ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. 28% കോൺട്രിബ്യൂഷൻ ആണ്. സോ ബാക്കി 72% ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് 72 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 ആണ്. ഈ 90 ന്യൂ സെല്ലിംഗ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ന്യൂ പി വി റേഷ്യോ ഇസ് 18/90 ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18 ആണ്. ദാറ്റ് ഇസ് 90 മൈനസ് 72 ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ 18 കിട്ടും. ഓക്കെ, കോൺട്രിബ്യൂഷൻ ബൈ സെല്ലിംഗ് പ്രൈസ് ആണ് പി വി റേഷ്യോ. സോ കോൺട്രിബ്യൂഷൻ 18 കിട്ടി, സെല്ലിംഗ് പ്രൈസ് 90 ആണ്, ഇൻറ്റു 100 ചെയ്താൽ പി വി റേഷ്യോ വിൽ ബി 18 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100, 20% പി വി റേഷ്യോ കിട്ടും. പി വി റേഷ്യോ 20% കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യം എന്താ ഇവിടെ? ഇഫ് ദർ ഇസ് എ റിഡക്ഷൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ഇൻ 2024 by 10% and company decides to earn the same profit as in 2023, what would be the required sales volume? സെയിം പ്രോഫിറ്റ് ആസ് ഇൻ 2023 ആ വേണ്ടത്. സോ 2023 സെയിൽസ് എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. 2023 സെയിൽസ് ഇസ് 60 lakh. ഈ 60 lakhന്റെ 28% ആയിരിക്കും കോൺട്രിബ്യൂഷൻ. പി വി റേഷ്യോ 28% അല്ലേ? സോ 60 lakhന്റെ 28%, ദാറ്റ് ഇസ് 16,80,000 ആണ് കോൺട്രിബ്യൂഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 14 ലക്ഷമാണ്. സോ നമ്മുടെ പ്രോഫിറ്റ് ഇസ് 2,80,000. ഈ 2,80,000 തന്നെ നമുക്ക് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് 14 lakh പ്ലസ് 2,80,000 പ്രോഫിറ്റ്. ആകെ ചേഞ്ച് വരുന്ന എന്തിലാ? നമ്മുടെ പി വി റേഷ്യോ 20%. ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് പറയാത്തൊരു കാര്യമാണ്. നമുക്കൊരു ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്തുമാത്രം സെയിൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫിക്സ്ഡ് കോസ്റ്റ്
plus desired profit by PV ratio. So fixed cost 14 ലക്ഷമാണ്, desired profit 2,80,000 എന്ന് കണ്ടുപിടിച്ചു, PV ratio 20% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. So finally നമ്മുടെ സെയിൽസ് ലെവൽ ഇസ് 84 lakh. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇവിടെ സെല്ലിംഗ് പ്രൈസേ കുറയുന്നുള്ളൂ, അല്ലാതെ സെയിൽസ് ക്വാണ്ടിറ്റി കുറയുന്നില്ല. സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞ് വേരിയബിൾ കോസ്റ്റ് മാറോ? ഇല്ല. പക്ഷെ സെല്ലിംഗ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് 100ന്റെ പുറത്ത് തന്നെ PV ratio 28%, നമ്മുടെ ഓൾഡ് PV ratio തന്നെ എടുത്ത് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 72 എന്ന് എടുത്തിട്ട് കോൺട്രിബ്യൂഷൻ 90 മൈനസ് 72 18 കമ്പ്യൂട്ട് ചെയ്തത്. ക്ലിയർ ആണോ? നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇലസ്ട്രേഷൻ 2. An exporter of clothing is earning a profit of 1 lakh. നമ്മുടെ കറന്റ് പ്രോഫിറ്റ് 1 ലക്ഷം ഉണ്ട്. On a sale of rupees 12 lakh, selling price is rupees 50 per cloth. Selling price എന്ന് പറയുന്നത് 50 per cloth ആണ്. കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ അങ്ങ് എഴുതി പോയാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രോഫിറ്റ് 1 lakh ആണ്, സെയിൽസ് എന്ന് പറയുന്നത് 12 ലക്ഷം ഉണ്ട്, സെയിൽസ് 12 lakh ആണ്, സെല്ലിംഗ് പ്രൈസ് 50 per cloth ആണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് rupees 40 ആണ്. ഓക്കെ, ദി എക്സ്പോർട്ടർ ഇൻകേഴ്സ് ആൻ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് rupees 3 lakh. അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് rupees 3 lakh. അത് കൂടാതെ ഓൺ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് വിച്ച് ഓൾസോ എനേബിൾ ഹിം ടു എക്കണോമൈസ് rupees 5 in per cloth വേരിയബിൾ കോസ്റ്റ്. അതായത് നേരത്തെ എത്രയാണോ വേരിയബിൾ കോസ്റ്റ്, ആ വേരിയബിൾ കോസ്റ്റിനേക്കാൾ 5 രൂപ കുറയാൻ ഈ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് സഹായിക്കും. സോ നേരത്തെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 40 ആയിരുന്നു. സോ ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 40 മൈനസ് 5 35 ആയിരിക്കും. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്താ പറയുന്നത്? ആസ് പെർ ട്രേഡ് അഗ്രിമെന്റ് ദ സെയിൽ ഓഫ് ഹിസ് ക്ലോത്ത് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ദി ഓൾഡ് വാല്യൂ ഓഫ് rupees 12 lakh. ഓക്കെ, നമ്മുടെ സെയിൽസ് നമുക്ക് 12 ലക്ഷം വരെ നടത്താൻ പറ്റുള്ളൂ. What would be the selling price per cloth so that the exporter earns the same profit at the same sales value? Okay, നമ്മുടെ സെയിം പ്രോഫിറ്റ് 1 ലക്ഷം തന്നെ പ്രോഫിറ്റ് നമുക്ക് കിട്ടണം, നമ്മുടെ സെയിൽസ് വാല്യൂ 12 ലക്ഷമാണ്. അപ്പൊ എത്ര രൂപയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കണം എന്നാണ് ചോദ്യം. സോ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഇവിടെ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് 3 ലക്ഷം എന്നറിയാം. അപ്പൊ നേരത്തെ ഉള്ള ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് അറിയണ്ടേ? സോ ഫിക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യമേ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും, കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. സോ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ 1 ലക്ഷം ഉണ്ട്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് എയിം ഇസ് ടു കമ്പ്യൂട്ട് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 50 മൈനസ് 40, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 50 ആണ്, വേരിയബിൾ കോസ്റ്റ് 40 ആണ്, 10 ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, 10 രൂപയാണ് കോൺട്രിബ്യൂഷൻ. നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ് സെല് ചെയ്യുന്നു നമുക്കറിയില്ല. സോ നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. PV റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100, ദാറ്റ് ഇസ് 10 by 50 into 100 ചെയ്താൽ 20% ആണ് നമുക്ക് PV റേഷ്യോ എന്ന് അറിയാം. അപ്പൊ ടോട്ടൽ സെയിൽസിന്റെ 20% ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അപ്പൊ 12 ലക്ഷം അല്ലെ ടോട്ടൽ സെയിൽസ്, ഇൻറ്റു 20% ചെയ്താൽ 2,40,000 ആയിരിക്കും കോൺട്രിബ്യൂഷൻ. ഈ 2,40,000 ഇത് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 1 ലക്ഷം ലെസ് ചെയ്താൽ 2,40,000 മൈനസ് 1 lakh ചെയ്താൽ വിൽ ഗെറ്റ് 1,40,000 as our ഫിക്സ്ഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? 1,40,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. 1,40,000 ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയാൽ ന്യൂ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയായിരിക്കും? 1,40,000 പ്ലസ് 3 lakh 4,40,000 ആയിരിക്കും. ആൻഡ് ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 5 രൂപ ഇപ്പോൾ ഉള്ള വേരിയബിൾ കോസ്റ്റിനേക്കാൾ 5 രൂപ കുറയും. സോ ന്യൂ വേരിയബിൾ കോസ്റ്റ് 35 ആണ്. സോ നമ്മുടെ ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 35 ആണെന്ന് കിട്ടി. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ സെയിൽസ് 12 ലാക്കിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോഫിറ്റ് 1 lakh തന്നെ ആയിരിക്കണം. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന്? സോ നമുക്ക് ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഉണ്ട് 1 lakh. അപ്പൊ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു സെയിൽസ് ലെവൽ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. സെയിൽസ് is equal to fixed cost plus desired profit by PV ratio. നമുക്ക് സെയിൽസ് 12 ലക്ഷം കൊടുക്കാം. സെയിൽസ് is 12 lakh. ഫിക്സ്ഡ് കോസ്റ്റ് is 4,40,000 പ്ലസ് 1 lakh ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ
5,40,000 വരും. എങ്ങനെ 5,40,000 വരും എന്ന് മനസ്സിലായില്ലേ? 4,40,000 പ്ലസ് 1,00,000 5,40,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വേണം. സെല്ലിംഗ് പ്രൈസ് എത്ര നമുക്കറിയോ? ഇല്ല. സോ നമ്മൾ പി വി റേഷ്യോ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? കോൺട്രിബ്യൂഷൻ ബൈ സെല്ലിംഗ് പ്രൈസ്. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ആണ്. സോ സെല്ലിംഗ് പ്രൈസിന് നമ്മൾ അങ്ങനെ ഇട്ടു ആൻഡ് വേരിയബിൾ കോസ്റ്റ് 35 ബൈ സെല്ലിംഗ് പ്രൈസ്. ഈ ഒരു ഇക്വേഷൻ വേണം നമ്മൾ ഈ പി വി റേഷ്യോയുടെ സ്ഥലത്തോട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇക്വേഷൻ വിൽ ബി, ഈ പി വി റേഷ്യോ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 12 lakh into selling price minus 35 by selling price is equal to 5,40,000 എന്ന് വരും. സോ 12 lakh into SP, 12 lakh SP എന്ന് വരും. 12 lakh SP ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 12 lakh into 35, 12 lakh into 35 എന്ന് പറയുന്നത് 42,000,000 ആണ്. അപ്പൊ മൈനസ് 42,000,000 ചെയ്യുന്നു ഡിവൈഡഡ് ബൈ SP. സോ ഇനി SP നെ നമുക്ക് എന്ത് ചെയ്യാം? 5,40,000 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ എങ്ങനെ മാറും? 12 lakh SP minus 42,000,000 is equal to 5,40,000 SP എന്ന് വരും. സോ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 12 lakh minus 5,40,000 minus 5,40,000 is equal to 6,60,000 SP ആണ്. 6,60,000 SP is equal to 42,000,000 and SP എന്ന് പറയുന്നത് 42,000,000 divided by 6,60,000, that is 63.64 per cloth. കറക്റ്റ് ആൻസർ കിട്ടും. മനസ്സിലായോ? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഇക്വേഷനും കൂടെ അറിഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 4. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ calculate the break-even point and turnover required to earn a profit of 50,000. Fixed overhead 2 lakh ആണ്, വേരിയബിൾ കോസ്റ്റ് 5 ആണ് and selling price rupees 35 ആണ്. If the company is earning a profit of 50,000, express the margin of safety available to it. നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് ടേൺ ഓവർ റിക്വയർഡ് ടു earn a profit of 50,000. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഈവൻ പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. സോ ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 lakh ആണ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് ഇസ് 35 മൈനസ് 5 30 കിട്ടി. ഫിക്സ്ഡ് ഓവർ ഹെഡ് 2 ലക്ഷം ആണ്. സോ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ 6,667 യൂണിറ്റ്സ്. ഓർ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6,667 ഇൻറ്റു നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 35 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2,33,345 എന്ന് കിട്ടും. ദാ ചെയ്ത് നോക്കിക്കോ. 667 ഇൻറ്റു 35 is equal to 2,33,345. കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടേൺ ഓവർ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 50,000. നമ്മൾ ഡിസൈഡ് പ്രോഫിറ്റ് 50,000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് 2 ലക്ഷം ആണ്. ഡിസൈഡ് പ്രോഫിറ്റ് 50,000 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 30 ഉണ്ട്. സോ 2,50,000 ഡിവൈഡഡ് ബൈ 30 ആട്ടോ. ഇവിടെ തെറ്റിപ്പോയതാ. 2,50,000 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇസ് 8,334 യൂണിറ്റ്സ് ഇൻറ്റു 35 സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ 2,91,690 എന്ന് കിട്ടും. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, express the margin of safety. If the company is earning a profit of 50,000, express the margin of safety. Margin of safety compute ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് നെറ്റ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 50,000 ആണെന്നറിയാം. നമുക്ക് പി വി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇത് ചെയ്താൽ പോരെ? ഇതല്ലേ കുറച്ചും കൂടി ഈസി. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ടോട്ടൽ
ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 2,91,690 ആണ്. ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 50,000 നമ്മുടെ ടോട്ടൽ സെയിൽസ് ഇസ് 2,91,690 ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് 2,33,345. ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമുക്ക് 2,33,345 ആണ് ബ്രേക്ക് ഈവൻ പോയിന്റിലെ സെയിൽസ്. ആൻഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 50,000 നമ്മൾ മൊത്തം എത്ര സെയിൽസ് നടത്തണം? 2,91,690 ആണ് നമ്മൾ ടു ഏൺ എ പ്രോഫിറ്റ് നടത്താനുള്ള ആക്ച്വൽ സെയിൽസ്. സോ ഈ ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് ഉള്ള സെയിൽസ് കുറച്ചാൽ ബാക്കി വരുന്ന 58,345 അല്ലേ മാർജിൻ ഓഫ് സേഫ്റ്റി. ഓറൽസ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. അതിനെക്കാട്ടി സിമ്പിൾ രണ്ട് കാര്യം, ടോട്ടൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. സോ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ ചെയ്താലും നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 5. Two firms A and company and B and company sell the same type of product in the same market. Their budgeted profit and loss account for the year ending 31st March 2024 are as follows. Okay, A and company B and company sales variable cost and fixed cost ഉണ്ട് and also profit തന്നിട്ടുണ്ട്. Calculate at which sales volume both the firms will earn equal profit. രണ്ടു പേർക്കും ഈക്വൽ പ്രോഫിറ്റ് കിട്ടുന്ന സെയിൽസ് വോളിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാം. സെയിൽസ് 5 lakh ഉണ്ട്. 5 lakhിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 4 lakh കുറച്ചാൽ കോൺട്രിബ്യൂഷൻ 1 lakh കിട്ടും. ബി ആൻഡ് കമ്പനിയുടെ കേസിലോ 6 lakh ആണ് നമ്മുടെ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ് 4 lakh ആണ്. സോ കോൺട്രിബ്യൂഷൻ വിൽ ബി 2 lakh. പി വി റേഷ്യോ എന്ന് പറയുന്നത് contribution by sales into 100, that is 1 lakh by 5 lakh into 100 20%, 2 lakh by 6 lakh into 100 33.33% ആണ്. ഓക്കെ, ഇനി ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ഉള്ള സിറ്റുവേഷൻ കണ്ടുപിടിക്കാം. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് 30,000 70,000 ആണ്. പി വി റേഷ്യോ 20%, 33.33% ആണ്. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് 30,000 by 20%, 1,50,000. ഇവിടെ 70,000 by 33.33% is equal to 2,10,000 കിട്ടും. ഇനി സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ ഡിഫറൻസ് ഇൻ പി വി റേഷ്യോ. പുതിയതായിട്ട് പഠിക്കുന്നതാണ്, നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. നമുക്ക് ഈക്വൽ പ്രോഫിറ്റ്, ഒരു ഈക്വൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു രണ്ട് സ്ഥലവും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈക്വൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പൊ രണ്ട് കമ്പനി ഉണ്ട്, രണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് സെയിം ലെവൽ ആവുന്ന സെയിൽസ് ലെവൽ കമ്പ്യൂട്ട് ചെയ്യണം. ഒരു ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയും. രണ്ട് സ്ഥലത്തെയും പ്രോഫിറ്റ് സെയിം ആവുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്നതാണ് ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇസ് ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ ഡിഫറൻസ് ഇൻ പി വി റേഷ്യോ. ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 70,000 മൈനസ് 30,000, 70,000 മൈനസ് 30,000 എന്ന് പറയുമ്പോൾ 70,000 മൈനസ് 30,000 എന്ന് പറഞ്ഞാൽ 40,000 ആണ്. 40,000 ഡിവൈഡഡ് ബൈ നമ്മുടെ പി വി റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ we will get 33.33% minus 20%, that is 13.33. So 40,000 divided by 13.33 into 100 ചെയ്താൽ you will get 3 ലക്ഷം എന്ന് ആൻസർ കിട്ടും. ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസം വരും, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ കമ്പ്യൂട്ട് ആക്ച്വലി ചെയ്തത് സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് കമ്പ്യൂട്ട് ചെയ്തത്. നമുക്ക് സെയിൽസ് ഈക്വൽ ആവുന്ന ഏത് ലെവലിലാണ് ഈക്വൽ പ്രോഫിറ്റ് കിട്ടുന്ന സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ ഡിഫറൻസ് ഇൻ പി വി റേഷ്യോ. ഡിറൈവ് ചെയ്ത് കാണിക്കാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് കാര്യമൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചെയ്ത് കാണിക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ബാക്കി രണ്ട് സബ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമുക്ക് ഈ ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ പി വി റേഷ്യോയുടെ ഒക്കെ ശരിക്കുള്ള ആവശ്യം. എന്താ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വിച്ച് ഫേം ഇസ് ലൈക്ലി ടു ഏൺ ഗ്രേറ്റർ പ്രോഫിറ്റ് ഇൻ കണ്ടീഷൻ ഓഫ് ഹെവി ഡിമാൻഡ്. ഹെവി ഡിമാൻഡ് ആണ്. ഓക്കെ, നമ്മൾ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഹെവി ഡിമാൻഡ് ആണെങ്കിൽ ആരുടെ ഏത് ഫേം ആണ് കൂടുതൽ ബെറ്റർ എന്നാണ് ചോദ്യം.
ഒന്ന് ആൻസർ വായിച്ചു നോക്കൂ. ഇൻ കണ്ടീഷൻ ഓഫ് ഹെവി ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്, the firm which is having higher PV ratio is likely to earn profit. ആർക്കാണോ കൂടുതൽ PV ratio ഉള്ളത് ആ ഫേം ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. PV ratio of B and company is 33.33%, higher than A and company at 20%. B and കമ്പനിയുടെ PV ratio 33.33% ആണ്. A and കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, നമ്മൾ എത്ര സെല്ല് ചെയ്യുന്നു ആ സെയിൽസിന്റെ എന്തുമാത്രമാണ് കോൺട്രിബ്യൂഷൻ, അതല്ലേ PV റേഷ്യോ. അപ്പൊ ഹെവി ഡിമാൻഡ് ആണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും മാർക്കറ്റിൽ വിറ്റ് പോകും. അപ്പൊ കൂടുതൽ പ്രോഫിറ്റ് എവിടെ കിട്ടും, അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ നല്ലത്. സോ ബി ആൻഡ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. therefore ബി ആൻഡ് കമ്പനി is likely to earn more profit. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലോ ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് ഡിമാൻഡ് അത്ര പോരാ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നറിയോ, എവിടെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ഈവൻ ആവും. എ ആൻഡ് കമ്പനി ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ 1,50,000 സെയിൽസ് ആണ്. അതേസമയം ബി ആൻഡ് കമ്പനി ബ്രേക്ക് ഈവൻ ആണെങ്കിൽ 2,10,000, വിച്ച് മീൻസ് ബി ആൻഡ് കമ്പനിക്ക് കൂടുതൽ സെയിൽസ് വോളിയം ഉണ്ട്, സെയിൽസ് നടന്നാലേ ബ്രേക്ക് ഈവൻ ആവും. അപ്പൊ ലോ ഡിമാൻഡ് ആണ്, നമ്മുടെ പ്രൊഡക്റ്റ് അധികം വാങ്ങിക്കുന്നില്ല, കുറച്ചേ വാങ്ങുന്നുള്ളൂ. ഇപ്പൊ വേഗം ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഉണ്ടാവില്ല. സോ കുറച്ച് ബ്രേക്ക് ഈവൻ വരുന്ന പോയിന്റ് എടുക്കുന്നതല്ലേ ബെറ്റർ. സോ ഓൾവേസ് എ ആൻഡ് കമ്പനി വേണം നമുക്ക് ലോ ഡിമാൻഡ് ഉള്ളപ്പോൾ എടുക്കാൻ, കാരണം ബ്രേക്ക് ഈവൻ സെയിൽസ് കുറവാണ്. സോ ഇൻ കണ്ടീഷൻ ഓഫ് ലോ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്, the firm which breaks even earlier is likely to earn profit, as the break-even point of A and company at 1,50,000 is lower than that of B and company of rupees 2,10,000. Therefore, A and company is likely to earn higher profit. Clear ആണോ? കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. Okay, ചെയ്യാം. Illustration 6. The variable cost structure of a product manufactured by a company during the current year is as under: material 120, labor 30, overhead 12. The selling price per unit is 270 and fixed cost and sales during the current year are 14,42,000. Per unit selling price എന്ന് പറയുന്നത് 270 ആണ്. ആൻഡ് സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറയുന്നത് 14,42,000. സോറി, ഫിക്സ്ഡ് കോസ്റ്റ് 14,42,000, സെയിൽസ് 40,50,000 റെസ്പെക്റ്റീവ്ലി ആണ്. ഡ്യൂറിംഗ് ദ ഫോർത്ത് കമ്മിങ് ഇയർ, ദി ഡയറക്ട് വർക്കേഴ്സ് വിൽ എൻടൈറ്റിൽ ടു എ വേജ് ഇൻക്രീസ് ഓഫ് 10%. എത്രയാണോ വേജ് അതിന്റെ 10% കൂടും ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ് are expected to increase by 7.5%, 5% and 3%. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റും വേരിയബിൾ ഓവർഹെഡും ഫിക്സ്ഡ് ഓവർഹെഡും ഈ ഒരു പെർസെൻറ്റേജിൽ ഇൻക്രീസ് ആവുമെന്ന് പറയാണ്. The following are required to be computed. New selling price in the forthcoming year if the current PV ratio is maintained. നമ്മുടെ ന്യൂ സെല്ലിംഗ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്, പക്ഷെ കറന്റ് PV റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. സോ നമ്മുടെ എയിം എന്താ, കറന്റ് PV റേഷ്യോ എത്രയാണ് ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, കറന്റ് PV റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ അറ്റ് പ്രസന്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 120 പ്ലസ് 30 പ്ലസ് 12 ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് 120 പ്ലസ് 30 പ്ലസ് 12, ദാറ്റ് ഇസ് 162 ആണ്. ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് 270. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 270 ആണ്, ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ 270 മൈനസ് 162 ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ 108 എന്ന് കിട്ടും. ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് കോൺട്രിബ്യൂഷൻ 108 എന്ന് കിട്ടി. കോൺട്രിബ്യൂഷൻ 108 ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് 270 ആണെങ്കിൽ PV റേഷ്യോ കണ്ടുപിടിച്ചൂടെ? 108 ബൈ സെല്ലിംഗ് പ്രൈസസ് 270. So 108 divided by 270 into 100 ചെയ്താൽ 40% നമുക്ക് PV റേഷ്യോ കിട്ടും. ഇവരിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഓൺ സെയിൽസ് ആണ്. നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവർ PV റേഷ്യോ കണ്ടുപിടിച്ചത്. നമ്മൾ പെർ യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. സെയിം ആൻസർ തന്നെ 40% തന്നെ കിട്ടി നമുക്ക് PV റേഷ്യോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ന്യൂ സെയിൽസ് പ്രൈസ്, പുതിയ സെയിൽസ് പ്രൈസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് PV റേഷ്യോ
40% സോ ചെയ്ത് നോക്കാം. അതിന് മുന്നേ വേരിയബിൾ കോസ്റ്റിലും ബാക്കി കോസ്റ്റുകളിലൊക്കെ ഒരു ഇൻക്രീസ് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഇൻക്രീസ് വന്നതിന് ശേഷം എത്രയാണ് കോസ്റ്റുകൾ നമ്മൾ അറിയണം. സോ ന്യൂ വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 7.5% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് പ്രസന്റ് 120 ആണ്. 120 പ്ലസ് 7.5% ഇസ് 129. ലേബർ 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് 30 പ്ലസ് 10% 33 എന്ന് വരും. ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ് 5% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ 12 പ്ലസ് 5% 12.6 കിട്ടും. സോ നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 174.6 ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ്, ന്യൂ സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ചോ. നമ്മുടെ PV റേഷ്യോ 40% ആയിരിക്കണം. PV റേഷ്യോ ഷുഡ് ബി 40%. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 174.6 ആണ്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ന്യൂ സെല്ലിംഗ് പ്രൈസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ന്യൂ സെയിൽസ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇക്വേഷൻ ഇസ് കോൺട്രിബ്യൂഷൻ ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100. സോ 40% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 40% നമുക്ക് 0.4 എന്ന് എഴുതാം. ഓക്കെ, 0.4 ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് അറിഞ്ഞൂടാ മൈനസ് വേരിയബിൾ കോസ്റ്റ് 174.6 ബൈ സെല്ലിംഗ് പ്രൈസ്. സോ 0.4 SP ഇസ് ഈക്വൽ ടു SP മൈനസ് 174.6. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 174.6 is equal to SP minus 0.4. That is 174.6 is equal to 0.6 SP എന്ന് വരും. 1 minus 0.4 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. So 174.6 divided by 0.6 is equal to 291 എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 291. ക്ലിയർ ആണോ? ഒന്നുമില്ല, 174 ഡിവൈഡ് ബൈ 0.6 ചെയ്താൽ വിൽ ഗെറ്റ് 291 as our സെല്ലിംഗ് പ്രൈസ്. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് വുഡ് റിക്വയർ ടു ബി സോൾഡ് during the forthcoming year so as to yield the same amount of profit in the current year, assuming that selling price per unit will not be increased. Okay, എത്ര യൂണിറ്റ് വേണം, എത്ര യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്താൽ നെക്സ്റ്റ് ഇയറിൽ സെയിം പ്രോഫിറ്റ്, നമ്മുടെ കറണ്ട് ഇയറിൽ സെയിം പ്രോഫിറ്റ് തന്നെ നെക്സ്റ്റ് ഇയറിലും കിട്ടും. ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വിൽ നോട്ട് ബി ഇൻക്രീസ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാ? 270 ആണ്. ഈ 270ക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വേരിയബിൾ കോസ്റ്റിനൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളോട് എത്ര യൂണിറ്റ് വേണം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റിനും യാതൊരു ചേഞ്ച് വരാൻ പാടില്ല. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അറ്റ് പ്രസന്റ് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് അറിയണം. നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 108 ആണെന്നറിയാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 108 ആണ്. ടോട്ടൽ സെയിൽസ് എമൗണ്ട്, ടോട്ടൽ കറണ്ട് ഇയർ സെയിൽസ് എന്ന് പറയുന്നത് 40,50,000 ആണ്. സെല്ലിംഗ് പ്രൈസ് 270 ആണ്. സോ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? 40,50,000 ഡിവൈഡഡ് ബൈ 270 ചെയ്താൽ 15,000 യൂണിറ്റ്സ് ആണ് നമ്മൾ കറണ്ട് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഈ 15,000 യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ 108 ആണ്. സോ 15,000 ഇൻറ്റു 108 ചെയ്താൽ 16,20,000 നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. 16,20,000 ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് 14 lakh കുറച്ചാൽ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് as 2,20,000. 14 lakh ആണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഇതാ ഇവിടെ 14,42,000 എന്നാണ് തന്നിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്തോളൂ. നമ്മുടെ അറ്റ് പ്രസന്റ് ഉള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 14 ലക്ഷം ആട്ടോ. 14 lakh ആണ്. അത് ചേഞ്ച് ചെയ്താൽ മതി. എന്നാലേ കറക്റ്റ് നമുക്ക് 2,20,000 വരുള്ളൂ. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ വരെ ഫിക്സ്ഡ് കോസ്റ്റ് 14,42,000 ആണ് കൊടുത്തിരിക്കുന്നത്. അത് 14 ലക്ഷം ആക്കിയാൽ മതി. സോ 16,20,000 മൈനസ് 14 lakh ചെയ്യുന്നു. നമ്മുടെ അറ്റ് പ്രസന്റ് പ്രോഫിറ്റ് 2,20,000 ആണ്. ഈ പ്രോഫിറ്റ് വേണം നമുക്ക് കിട്ടാനായിട്ട്. ആൻഡ് ഓൾസോ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഇപ്പം ഇൻക്രീസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ 174.6 ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ചെയ്തു നോക്കാം.
കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇസ് 2,20,000. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,20,000 ആണ്. ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി എന്താ പറയുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് ഓവർഹെഡ് ആർ എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ 3%. ഫിക്സ്ഡ് ഓവർഹെഡ് 3% കൂടുന്നത്. നമുക്ക് 14 ലക്ഷമാണ് ഇപ്പോൾ ഉള്ള ഫിക്സ്ഡ് കോസ്റ്റ്. ഈ 14 ലക്ഷം പ്ലസ് 3% എന്ന് പറയുന്നതാണ് 14,42,000. സോ നമ്മുടെ ന്യൂ ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 14,42,000 ആണ്. നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് 2,20,000 ആണ്. നമ്മുടെ ഫിക്സ്ഡ് ഓവർഹെഡ് 14,42,000 ആണ്. നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ഒരു ഡിസൈഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ PV റേഷ്യോ ഓർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ ഫിക്സ്ഡ് കോസ്റ്റ് 14,42,000 ആണ്. ഡിസൈഡ് പ്രോഫിറ്റ് 2,20,000 ആണ്. സോ ന്യൂമറേറ്റർ പോർഷൻ ഇസ് 16,62,000. ഓക്കെ, 16,62,000 ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത്. നമ്മളോട് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ആണ്. എത്ര യൂണിറ്റ് ആണെന്നാണ് ചോദ്യം. സോ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വേണം ചെയ്യാൻ. PV റേഷ്യോ ചെയ്തിട്ട് കാര്യമില്ല, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യണം. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 270 ആണ്. ആ സെല്ലിംഗ് പ്രൈസിന് യാതൊരു ചേഞ്ച് വരുത്തരുതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അറ്റ് പ്രസന്റ് നമുക്ക് എത്രയാണ് വേരിയബിൾ കോസ്റ്റ്? 174.6 ആണ്. വേരിയബിൾ കോസ്റ്റുകൾക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ ന്യൂ വേരിയബിൾ കോസ്റ്റ് 174.6 ആണ്. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 270 minus 174.6, that is 95.4 ആണ്. സോ 16,62,000 ഡിവൈഡഡ് ബൈ 95.4 ചെയ്താൽ 17,422 ആണ് നമ്മുടെ യൂണിറ്റ്സ്. ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇലസ്ട്രേഷൻ 10 ചെയ്ത് നോക്കാം. ഇഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് 40% ഓഫ് സെയിൽസ്, ഫൈൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് വെൻ പ്രോഫിറ്റ് ഇസ് 20%. പ്രോഫിറ്റ് 20% എന്ന് പറയുന്നുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 40% ഓഫ് സെയിൽസ് ആണ്. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി 40% ഓഫ് സെയിൽസ് ആണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് 60% ആയിരിക്കും. ഞാൻ പറഞ്ഞു PV റേഷ്യോ 30% ആണെങ്കിൽ ബാക്കി 70% ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി 40% ഓഫ് സെയിൽസ് ആണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് 60% ഓഫ് സെയിൽസ് ആണ്. ക്ലിയർ അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? പ്രോഫിറ്റ് ബൈ PV റേഷ്യോ. ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. PV റേഷ്യോയും ഈ PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഡിനോമിനേറ്ററിനും PV റേഷ്യോ ഉണ്ട്, ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ ഡിനോമിനേറ്ററിലും PV റേഷ്യോ ഉണ്ട്. സോ ഇത് രണ്ടും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ PV റേഷ്യോസ് തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ പെർസെൻറ്റേജ് ഉണ്ട്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി 40% ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ സെയിൽസ് 60%. 40% ഡിവൈഡഡ് ബൈ 60%. പ്രോഫിറ്റ് ഇക്വേഷൻ വരുന്നത് പ്രോഫിറ്റ് ബൈ PV റേഷ്യോ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അറിയാവുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. സോ പ്രോഫിറ്റ് ബൈ PV റേഷ്യോ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻറ്റു PV റേഷ്യോ ബൈ ഫിക്സ്ഡ് കോസ്റ്റ്. ഈ PV റേഷ്യോയും കൂടെ ക്യാൻസൽ ആയി പോവാണ്. സോ ബാലൻസ് നമുക്ക് പ്രോഫിറ്റ് ബൈ ഫിക്സ്ഡ് കോസ്റ്റ് വരും. പ്രോഫിറ്റ് ഇസ് 20,000, ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അറിയില്ല. ഓക്കെ, 40% 60% നമുക്ക് 0.4 ബൈ 0.6 എന്ന് എഴുതാം. 20,000 20K ബൈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് കൊടുക്കുന്നു. യെസ്, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് കൊടുക്കാം. സോ 0.4 FC എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 0.6 ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ 12,000 ഡിവൈഡഡ് ബൈ 0.4 ചെയ്താൽ ഫൈനലി യുവർ ആൻസർ വിൽ ബി 30,000. ഒന്നുമില്ല, ജസ്റ്റ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിന്റെ വാല്യൂ കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഷോർട്ട് ഡൗൺ ചെയ്ത് 2/3 എന്നാക്കാം. ഞാൻ എന്ത് ചെയ്തു 40% by 60%ന് പെർസെൻറ്റേജ് റിമൂവ് ചെയ്ത് 0.4 0.6 എന്ന് എഴുതി. 0.4 ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 20,000 into 0.6. 20,000 into 0.6 എന്ന് പറയുന്നത് 12,000 ആണ്. 12,000 divided by 0.4 ചെയ്താൽ you get 30,000. So next നമുക്ക് illustration 7 ചെയ്യാം. S Limited manufactures and markets a single product. The following information is available. Material ₹10 ആണ്, conversion cost ₹5 ആണ്, dealers margin 3, selling price 30, fixed cost 3,50,000, present sales 60,000 units ആണ്. Capacity utilization is 75%. There is significant competition. Extra efforts are necessary to sell. Two suggestions have been made for increasing sale: by reducing sales price by 10%, by increasing dealers margin by 25% over the existing rate. Okay, രണ്ട് സജഷൻ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാണ്. സോ നമ്മൾ രണ്ട് സജഷൻ ആണ് പറയുന്നത്. ഒന്നുകിൽ സെല്ലിംഗ് പ്രൈസ് 10% കുറയ്ക്കാം, അല്ലെങ്കിൽ ഡീലേഴ്സ് മാർജിൻ 25% കൂട്ടാന്നാണ് പറയുന്നത്. Which of the two suggestions would you recommend if the company decides to maintain present profit? At present ഉള്ള പ്രോഫിറ്റ് തന്നെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അറ്റ് പ്രസന്റ് ഉള്ള പ്രോഫിറ്റ് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10 + 5 + 3 ദാറ്റ് ഇസ് 18 ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 30 ഉണ്ട്. സോ 30 - 18, 12 is our contribution per unit. Number of units sold is 60,000. Present sales 60,000 units ആണ്. 12 into 60,000 ചെയ്താൽ 7,20,000 കിട്ടും. ഈ 7,20,000 നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് 3,50,000 കുറച്ചാൽ 3,70,000 നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ അറ്റ് പ്രസന്റ് ഉള്ള പ്രോഫിറ്റ്. ഈ അറ്റ് പ്രസന്റ് ഉള്ള പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. ഇവിടെ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു സജഷൻ വുഡ് യു റിക്കമെൻഡ് ഇഫ് ദ കമ്പനി ഡിസൈഡ്സ് ടു മെയിൻറ്റെയിൻ ദി പ്രസന്റ് പ്രോഫിറ്റ്? ജസ്റ്റിഫൈ യുവർ റെക്കമെൻഡേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് പറയുന്ന സജഷൻ ഇസ് ഇൻക്രീസ് സെയിൽസ് ബൈ റെഡ്യൂസിങ് സെയിൽസ് പ്രൈസ് ബൈ 10%. നമുക്ക് സെയിൽസ് കൂട്ടാം എപ്പോ? നമ്മുടെ സെയിൽസ് പ്രൈസ് 5% കുറച്ച് കഴിയുമ്പോൾ. ഇപ്പൊ നമ്മുടെ അറ്റ് പ്രസന്റ് ഉള്ള സെയിൽസ് ബൈ 5% അല്ല 10% ആട്ടോ. ഇവിടെ 10% ആക്കിക്കോളൂ. സെയിൽസ് പ്രൈസ് ഇസ് 10%. സോ 30 - 10% ചെയ്താൽ റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് 27 കിട്ടും. അറ്റ് പ്രസന്റ് ഉള്ള സെല്ലിംഗ് പ്രൈസ് 30 ആണ്. അതിൽ നിന്ന് 10% കുറച്ച് 27 ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് 18 ആണ്. സോ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 9 കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് നിലവിൽ എത്രയാണ്? 3,50,000 ആണ്. അതിലോട്ട് നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 3,20,000. ഇവിടെ 30,70,000 എന്ന് എഴുതിയേക്കുന്നതല്ല, 3,70,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ 80,000 യൂണിറ്റോളം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. 80,000 യൂണിറ്റ് സെല്ല് ചെയ്താൽ നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്? കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. സിൻസ് കറന്റ് സെയിൽസ് ആർ അറ്റ് 75% capacity utilization, the capacity at 100% would be 80,000. Thus, to maintain the current profit with the reduced selling price, company needs to sell 80,000 units at full capacity. ഈ 60,000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 75% കപ്പാസിറ്റി. അതാ നോക്കുക, ക്വസ്റ്റ്യനിൽ പറയുന്നു 60,000 യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ 75% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്കിപ്പം നമ്മൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ 80,000 യൂണിറ്റ് എങ്കിലും സെല്ല് ചെയ്യേണ്ടി വരും. 80,000 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ 100% കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്തു നോക്കാം. 60,000 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് 80,000 കിട്ടും അല്ലെ. 100% 80,000 യൂണിറ്റ്സ് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ 100% കപ്പാസിറ്റിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ 80,000 യൂണിറ്റ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ്, ബൈ ഇൻക്രീസിംഗ് ഡീലേഴ്സ് മാർജിൻ ബൈ 25% ഓവർ ദി എക്സിസ്റ്റിംഗ് റേറ്റ്. അറ്റ് പ്രസന്റ് ഡീലേഴ്സ് മാർജിൻ 3 രൂപയാണ്. ഈ 3ൽ 25% ഇൻക്രീസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ 3 + 25% 3.75 ആണ്. സോ അങ്ങനെ നമ്മുടെ വേരിയബിൾ കോസ്റ്റിൽ ചേഞ്ച് വന്നു 18.75. സെല്ലിംഗ് പ്രൈസിന് യാതൊരു മാറ്റവും ഇല്ല. സെല്ലിംഗ് പ്രൈസ് 30 ആണ്. പ്രീവിയസ് കേസിലാണ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ 10% കുറയ്ക്കാൻ പറഞ്ഞത്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 30 തന്നെ വന്നു. സോ കോൺട്രിബ്യൂഷൻ ഇസ്
11.25. 18.75 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 11.25 ആണ്. സോ നമുക്ക് സെയിൽസ് എത്രയാണ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് 3,50,000 ആണ് and 3,70,000 ആണ് ഡിസൈഡ് പ്രോഫിറ്റ് and contribution per unit 12.25 അല്ല 11.25 ആണ്. So 3,50,000 plus 3,70,000 divided by 11.25 ചെയ്ത് കഴിഞ്ഞാൽ 64,000 യൂണിറ്റ്സ് കിട്ടും. അറ്റ് പ്രസന്റ് നമ്മൾ 60,000 യൂണിറ്റ് സെല് ചെയ്യുന്നു. അത് 75% കപ്പാസിറ്റി ആണ്. ഇപ്പൊ നമ്മൾ സെല് ചെയ്യേണ്ട 64,000 യൂണിറ്റ്സ് ആണ്. 64,000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം കപ്പാസിറ്റി അറ്റൈൻ ചെയ്തു വായിച്ചു നോക്കാം. സിൻസ് ദ പ്രസന്റ് സെയിൽ ഓഫ് 60,000 യൂണിറ്റ്സ് റെപ്രസെന്റ് 75% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, capacity at 100% is 80,000 നമ്മൾ നോക്കി. Thus to maintain the current profit with the increased distributors margin, the company needs to sell 64,000 units which is within the available full capacity. ഓക്കെ, അപ്പൊ സജഷൻ 2-ലാണെങ്കിൽ നമ്മൾ 64,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മുടെ ഫുൾ കപ്പാസിറ്റിനേക്കാൾ കുറച്ചും കൂടെ കുറവ് മതി. സോ suggestion 2 as it involves a smaller increase in sales volume and keep the sales within the company's full capacity of 80,000. നമ്മുടെ സെക്കൻഡ് സജഷൻ അല്ലേ കൂടുതൽ ബെറ്റർ. കാരണം ഫസ്റ്റ് സജഷനിൽ 80,000 യൂണിറ്റ് സെല് ചെയ്യണം. സെക്കൻഡ് സജഷൻ വരുമ്പോൾ എത്ര യൂണിറ്റ് സെല് ചെയ്താൽ മതി? 64,000 യൂണിറ്റ്സ് സെല് ചെയ്താൽ മതി. അതായത് നമ്മുടെ കപ്പാസിറ്റിയുടെ ഇടയ്ക്ക് വന്നു. മറ്റേ ഫസ്റ്റ് സജഷൻ ആണെങ്കിൽ 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ 80,000 യൂണിറ്റ് സെല് ചെയ്യാൻ പറ്റൂ. ഇവിടെ നമ്മൾ ആ കപ്പാസിറ്റിയുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. സോ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. സെക്കൻഡ് സജഷൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇലസ്ട്രേഷൻ 8. A retailer dealer in garment is currently selling 24,000 shirts annually. He supplies the following details for the year ended 31st December 2021. Selling price per unit എന്ന് പറയുന്നത് 40 ആണ്. Variable cost per unit is 25. Fixed cost, staff salaries for the year 1,20,000. General office cost for the year is 80,000. Advertising cost for the year is 40,000. As a cost accountant of the firm, you are required to answer the following each part independently. Calculate the break-even point and margin of safety in sales revenue and number of shirts sold. Okay, എന്തൊക്കെ കമ്പ്യൂട്ട് ചെയ്യാം? Break-even point, margin of safety in sales revenue and number of shirts sold. Break-even point എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? Fixed cost by contribution per unit. Fixed cost എത്രയാ? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. 1,20,000 plus 80,000 plus 40,000 is 2,40,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് വരാം. 2,40,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമ്മുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 40 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 25. സോ 40 മൈനസ് 25 ചെയ്താൽ കോൺട്രിബ്യൂഷൻ 15 കിട്ടും. സോ 2,40,000 ബൈ 15 ചെയ്താൽ 16,000 ആണ്. ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 40 ആണ്. സോ 16,000 ഇൻറ്റു 40 ചെയ്താൽ 6,40,000 ആണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. നെക്സ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് 6,40,000 ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ സെയിൽസ് മൊത്തം നമ്മൾ എത്ര യൂണിറ്റ് സെല്ല് ചെയ്യുന്നുണ്ട്? 24,000 യൂണിറ്റ്സ് ആണ് കറന്റ്ലി സെല്ല് ചെയ്യുന്നത്. സോ 24,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 40 ചെയ്താൽ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും. ദാറ്റ് ഇസ് 9,60,000. 9,60,000 മൈനസ് 6,40,000 ചെയ്താൽ 3,20,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുക. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Assume 20,000 shirts were sold in a year. Find out the net profit of the firm. Assume 20,000 shirts were sold in a year. Find out the net profit of the firm. Okay. 20,000 ഷർട്ട്സ് ആണ് നമ്മൾ അറ്റ് പ്രസന്റ് സെല് ചെയ്യുന്നത്. ഒരു ഷർട്ടിന് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15 ആണ്. 40 മൈനസ് 25 15 പെർ യൂണിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. സോ 20,000 ഇൻറ്റു 15 3 lakh മൈനസ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 2,40,000 ആണ്. സോ പ്രോഫിറ്റ് വിൽ ബി 60,000. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് ഇസ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് selling commission of 3 per shirt, how many shirt would require to be sold in a year
to earn a net income of 15,000. ഇപ്പൊ നെറ്റ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ഡിസൈഡ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് 2,40,000 ആണ്. നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 34,000 ആണ്. 2,40,000 പ്ലസ് 34,000 ഡിവൈഡഡ് ബൈ ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്താ ചേഞ്ച് വരുത്തിയേ? നമ്മൾ സെല്ലിംഗ് കമ്മീഷൻ 3 per ഷർട്ട് ഇൻക്രീസ് ചെയ്തു. സെല്ലിംഗ് കമ്മീഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് കമ്മീഷൻ ഇൻക്രീസ് അല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതുതായിട്ട് നമ്മളൊരു സെല്ലിംഗ് കമ്മീഷൻ കൊണ്ടുവരാണ്. അറ്റ് പ്രസന്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 25 ആണ്. പ്ലസ് 3 സെല്ലിംഗ് കമ്മീഷനും കൂടെ വന്നാൽ 28 ആയിട്ട് മാറും. സോ നമുക്ക് 40 മൈനസ് 28 ചെയ്താൽ 12 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയ. മനസ്സിലായോ? അറ്റ് പ്രസന്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയാ? 25 ആണ്. അറ്റ് 25 സെല്ലിംഗ് കമ്മീഷൻ 3യും കൂടെ ആഡ് ചെയ്താൽ 28 വരും. സോ 40 മൈനസ് 28 ചെയ്താൽ 12 ആണ് കിട്ടുക. 12 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 2,55,000 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 21,250 ഷർട്ട്സ് വിറ്റാൽ നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റിൽ എത്താൻ പറ്റും. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, assuming that for the year 2022 an additional staff salary of 34,000 is anticipated and price of shirt is likely to be increased by 15%. Fixed cost നമുക്ക് 34,000 കൂടി and price of shirt 15% കൂടി. What should be the break-even point if number of shirts and sales revenue? പുതിയ ബ്രേക്ക് ഇവൻ പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇക്വേഷൻ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്തൊക്കെ ഇൻക്രീസ് വന്നു? നമ്മുടെ സെയിൽസ് പ്രൈസ് 15% ഇൻക്രീസ് ചെയ്തു. അറ്റ് പ്രസന്റ് നമ്മുടെ സെയിൽസ് പ്രൈസസ് 40 പ്ലസ് 15% എന്ന് പറഞ്ഞാൽ 46 ആണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ സെല്ലിംഗ് പ്രൈസ്. അത് കൂടാതെ നമ്മുടെ സ്റ്റാഫ് സാലറി നേരത്തെ 1,20,000 ഉണ്ട്, അതിലൊരു 34,000 കൂടെ വന്നു. സോ 1,20,000 പ്ലസ് 34,000 പ്ലസ് നമ്മുടെ 80,000 പ്ലസ് 40,000 ചെയ്യുമ്പോഴല്ലേ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആവാ. പ്ലസ് 40,000 ചെയ്യുന്നു 2,74,000 എന്ന് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് 2,40,000 2,74,000 ആണല്ലോ വരുന്നത്. നോക്കട്ടെ, സോറി, 2,40,000 പ്ലസ് 34,000 എത്രയാ? കറക്റ്റ് ആണ്. 2,74,000 ആണ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. ആൻഡ് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 46 മൈനസ് എത്ര ചെയ്യണം? 28 ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് as 18. ദാ ഇവിടെ 46 മൈനസ് 18 ആണ് ചെയ്തിരിക്കുന്നത്, അല്ല 28 ആണ്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ ഇവര് 46 മൈനസ് 28 എടുത്തത് ആ ഡീലേഴ്സ് കമ്മീഷൻ ഉണ്ടല്ലോ, ആ ഡീലേഴ്സ് കമ്മീഷൻ 3യും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 3 per share ഇല്ലേ, 3 per ഷർട്ട് ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവരിവിടെ 28 എന്ന് കാണിച്ചിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ്. ആക്ച്വലി ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, ഈ ഒരു സിനാരിയോയിലോ ഡീലേഴ്സ് കമ്മീഷനെ പറ്റി പറയുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ഡീലേഴ്സ് കമ്മീഷൻ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഡീലേഴ്സ് കമ്മീഷൻ എടുത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാണെങ്കിൽ ജസ്റ്റ് ഒരു അസംഷൻ എഴുതുക, ഞാൻ ഡീലേഴ്സ് കമ്മീഷനും കൂടെ കൺസിഡർ ചെയ്തു അല്ലെങ്കിൽ കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞ അസംഷൻ എഴുതുക. ഇവിടെ ഇവരുടെ ഡീലേഴ്സ് കമ്മീഷനും കൂടെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 18 വന്നത്. സോ നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് 2,74,000 ഡിവൈഡഡ് ബൈ 18 is equal to 15,222. ഒരു ഷർട്ടിന്റെ വില 46 ആണ്. സോ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻറ്റു 46 ചെയ്താൽ 70,000 നോക്കട്ടെ, അല്ല 7,222. ചെറിയൊരു വ്യത്യാസം വരും, അത് കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്ന പോയിന്റിന്റെ വ്യത്യാസമാണ്. ഓക്കെ, സോ ആൻസർ കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലർക്ക് ഇത് ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് എങ്ങനെ വന്നു എന്നൊന്നും ഒരു മനസ്സിലാവാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ഒന്ന് ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇലസ്ട്രേഷൻ 1. XY Company Limited is producing 40,000 units of component X at an average cost of rupees 80 per unit, including semi-variable cost of rupees 25 per unit.
50% of semi-variable costs are variable and the rest are fixed. Component X can be purchased from an outside supplier at a price of rupees 75 per unit. If so done, the vacated capacity can be used for producing 12,000 units of product Y at a variable cost of rupees 30 per unit and an additional fixed cost of 1,20,000. Product Y can be sold at rupees 70 per unit. Should the company continuing product X or buy X from outside and produce Y instead? സോ ഒരു സിനാറിയോ ആണ് പറയുന്നത്. നമുക്കൊരു എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ അറ്റ് പ്രസന്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? പ്രൊഡക്റ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിക്കുകയാണ്, എക്സ് എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ ബെറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് 80 പെർ യൂണിറ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ഓഫ് rupees 25 പെർ യൂണിറ്റ്, എക്സ് at an average cost rupees 80 per unit. ഈ 80 per യൂണിറ്റിന് സെമി വേരിയബിൾ കോസ്റ്റ് 25 ആണ്. ഈ 25 per യൂണിറ്റില് 50% ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ് ആർ വേരിയബിൾ ആൻഡ് റെസ്റ്റ് ആർ ഫിക്സ്ഡ്. സോ 80 മൈനസ് 25, 80 മൈനസ് 25, 55 ഉണ്ട്. ഇതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റിന്റെ പോർഷൻ. മൊത്തം ആവറേജ് കോസ്റ്റ് ഇസ് 80. ആ 80ൽ 25 സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. സോ റിമൈനിങ് ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് പോർഷൻ. സോ 80 മൈനസ് 25, 55 വേരിയബിൾ കോസ്റ്റ് പോർഷൻ ഉണ്ട്. പ്ലസ് നമ്മുടെ സെമി വേരിയബിൾ കോസ്റ്റിലെ 25ന്റെ 50%, ദാറ്റ് ഇസ് 12.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 67.5 ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് 67.5. ദെൻ നമ്മളോട് പറയുന്നത് എന്താ? ഈ പ്രൊഡക്റ്റ് പുറത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്താൽ ഒരു യൂണിറ്റിന് 75 രൂപ കൊടുക്കണം. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ ഒരു യൂണിറ്റിന് 75 രൂപ കൊടുക്കണം. വിച്ച് മീൻസ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ പ്രൈസ് പെർ യൂണിറ്റ് ഹയർ ആണ് അല്ലേ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയേ വരുന്നുള്ളൂ? 67.5 ആണ്. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ 75 പെർ യൂണിറ്റേ വരും. ഇപ്പൊ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നമ്മൾ കോസ്റ്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്തില്ല? ബിക്കോസ് നമ്മളിപ്പോ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താലും നമ്മൾ ഫാക്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്താലും ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലാണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് റിസൾട്ട്, നമ്മുടെ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എടുത്ത് കമ്പാരിസൺ നടത്തുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഇൻഹൗസ് പ്രൊഡ്യൂസ് ചെയ്താലും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താലും അത് ഒക്കർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. വേരിയബിൾ കോസ്റ്റിനാണ് ചേഞ്ച് വരുന്നത്. ദാറ്റ് ഇസ് വൈ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തിരിക്കുന്നത്. So total variable cost is 67.5 and price offered by the supplier is 75. So നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 7.5 rupees നമുക്ക് പെർ യൂണിറ്റിൽ സേവ് ചെയ്യാൻ പറ്റും. ഇൻഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7.5 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇൻ ടോട്ടൽ 40,000 അല്ലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ ടോട്ടൽ 40,000 ഇൻറ്റു 7.5, 3 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? നമ്മൾ എക്സ് ഇൻഹൗസ് പ്രൊഡ്യൂസ് ചെയ്താൽ 3 lakh rupees നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇൻഹൗസ് നമുക്ക് പ്രൊഡക്റ്റ് വൈ മാനുഫാക്ചർ ചെയ്യാം. പ്രൊഡക്റ്റ് വൈ മാനുഫാക്ചർ ചെയ്താൽ നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും, എത്രയാണ് കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് വൈ ഇസ് 70 per unit. 70 per unit ആണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് വൈ. ഇതില് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വൈ 30 per unit എന്ന് പറയുന്നുണ്ട്. സോ 70 മൈനസ് 30, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 40 ആണ്. Total number of product Y produced is 12,000 units. So total contribution is 12,000 into 40, that is 4,80,000, and also fixed cost 1,20,000 additional income. Product Y produce ചെയ്താൽ additionally incur ആവുന്ന ഫിക്സ്ഡ് കോസ്റ്റ് ആണ് 1,20,000. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രൊഡക്റ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അഡീഷണൽ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, 1,20,000. ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത് ക്വസ്റ്റ്യനിൽ? ആൻഡ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് 1,20,000 വിൽ ബി
incurred. ഈ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടായ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സോ ഡിസിഷൻ മേക്കിംഗിൽ ആ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യാം. സോ 4,80,000 മൈനസ് 1,20,000. പ്രോഫിറ്റ് ഇസ് 3,60,000. സോ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എക്സ് മാനുഫാക്ചർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സേവിങ്സിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആണ് പ്രൊഡക്റ്റ് വൈ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു purchase product X from a supplier and manufacture product Y. ഇതാണ് കൺക്ലൂഷൻ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഇലസ്ട്രേഷൻ നോക്കാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 2. A furniture manufacturer makes an average profit of rupees 4 per unit on a selling price of rupees 22.5 by producing and selling 50,000 units at 50% of potential capacity. നമ്മുടെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50%. 50% പൊട്ടൻഷ്യൽ കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 50,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 22.5 ആണ്. ആവറേജ് പ്രോഫിറ്റ് ഇസ് ₹4 per unit. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 22.5 ആവറേജ് പ്രോഫിറ്റ് 4 per unit ആണ്. സോ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? പെർ യൂണിറ്റ് കോസ്റ്റ് 22.5 മൈനസ് 4 ചെയ്ത് കഴിഞ്ഞാൽ 18.5 ആയിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് വരാം. സോ ദി കോസ്റ്റ് ഓഫ് സെയിൽസ് പെർ യൂണിറ്റ് ആർ ആസ് ഫോളോസ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് 6 ഉണ്ട്, ഡയറക്റ്റ് വേജ് 2 ഉണ്ട്, ഫാക്ടറി ഓവർഹെഡ് 8 ഉണ്ട്, സെയിൽസ് ഓവർഹെഡ് 1 ഉണ്ട്. ഈ ഫാക്ടറി ഓവർഹെഡും സെയിൽസ് ഓവർഹെഡും സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. During the current year, the manufacturer plans to produce the same quantity but estimate that his fixed cost would go up by 12%, while the rate of direct wage and direct material will rise by 10% and 5% respectively. Okay, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 12% കൂടും, അതുപോലെ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും 10%, 5% വെച്ച് കൂടും. However, the selling price cannot be changed. Selling price നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Meanwhile, the manufacturer receives an offer for an additional 25% of potential capacity. What minimum price would you recommend for the acceptance of the offer to ensure the manufacturer an overall profit of 3,10,000? Okay, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് അറ്റ് പ്രസന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ 50,000 യൂണിറ്റ് നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്യണം. അത് ഫസ്റ്റ് കേസ്. അത് കൂടാതെ നമുക്കൊരു പുതിയ ഓർഡർ വരികയാണ്. നമ്മുടെ കപ്പാസിറ്റിയുടെ 25% കൂടെ അവർക്ക് വിളിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരു ഓർഡർ വരികയാണ്. ഇപ്പൊ നമ്മുടെ അറ്റ് പ്രസന്റ് കപ്പാസിറ്റി 50,000. 50,000ന്റെ 25% 12,500 യൂണിറ്റ്സ് പുറത്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് സെയിൽസും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് 3,10,000 കിട്ടും. നമ്മുടെ 50,000 രൂപയുടെയും ഈ പുറത്തുനിന്ന് വരുന്ന എക്സ്ട്രാ ഓഫർ 12,500 കൂടെ കൂട്ടി നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി 3,10,000. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഓഫറിന് ഒരു യൂണിറ്റിന് എത്ര സെല്ലിംഗ് പ്രൈസ് കൊടുക്കണം എന്നാണ് ചോദ്യം. സോ ചെയ്ത് നോക്കാം. അറ്റ് പ്രസന്റ് ഉള്ള കാര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ 50,000 യൂണിറ്റിന് നമുക്ക് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ കിട്ടും, പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ അറിയണ്ടേ? ഫസ്റ്റ് ഇനിഷ്യലി ഉള്ള 50,000 യൂണിറ്റ്സിന് നമുക്ക് എന്തുമാത്രം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും നോക്കാം. സോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 5% ഇൻക്രീസ് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ 6 + 5% 6.3. ഡയറക്റ്റ് വേജ് 2 + 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ 2.2. ആൻഡ് വേരിയബിൾ ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ് 8ഉം 1ഉം ആണ്. ഫാക്ടറി ആൻഡ് സെയിൽസ് ഓവർഹെഡ് 8 and 1. ഈ 8ലെ 60% വേരിയബിൾ ആണ്. 8ന്റെ 60% എന്ന് പറയുന്നത് 4.8. അതിൽ ഇൻക്രീസ് ഒന്നും വരുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ആൻഡ് 1ന്റെ 30% 0.3. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13.6 ആണ്. ഒന്ന് കൂട്ടി നോക്കിയോ. 6.3 + 2.2 + 4.8 + 0.3 is equal to 13.6 ആണ് ടോട്ടൽ മാർജിനൽ കോസ്റ്റ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസിന് യാതൊരു ചേഞ്ചും ഇല്ല. നമ്മുടെ സെയിൽസ് പ്രൈസസ് 22.5 ആണ് നമ്മുടെ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. സോ 22.5 മൈനസ് 22.5 മൈനസ് 13.6 ചെയ്താൽ 8.9 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഇസ് 8.9. ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ഇസ് 50,000. 50,000 യൂണിറ്റ്സ് അല്ലേ നമ്മൾ സെല് ചെയ്യുന്നത്.
സോ 50,000 ഇൻറ്റു കോൺട്രിബ്യൂഷൻ 8.9 ചെയ്യുമ്പോൾ 50,000 ഇൻറ്റു 8.9 ചെയ്താൽ 4,45,000 ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. ശ്രദ്ധിച്ചോ, 50,000 ഇൻറ്റു 8.9 ചെയ്താൽ യു വിൽ ഗെറ്റ് 4,45,000 കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കുറയ്ക്കാം. ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ? ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് fixed cost would go up by 12%. Fixed cost would go up by 12% എന്നാണ് പറയുന്നത്. So 8ന്റെ 40%, that is 3.2 fixed കോസ്റ്റും and 1ന്റെ 70%, 0.7 ആണ് സെയിൽസ് ഓവർഹെഡിലെ ഫിക്സ്ഡ് പോർഷൻ. സോ 3.2 and 0.7 വരുന്നുണ്ട്. സോ 50,000 ഇൻറ്റു 3.2 ചെയ്യാം. 50,000 into 3.2 plus 12%. Plus 12% is 1,79,200. അതുപോലെ 50,000 into 0.7 plus 12% ചെയ്താൽ you will get 39,200. So നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 2,18,400 ആണ്. ദാറ്റ് ഇസ് 4,45,000 മൈനസ് 2,18,400 കുറച്ചാൽ യു വിൽ ഗെറ്റ് 2,26,600 ആണ് പ്രോഫിറ്റ്. നമ്മൾ 50,000 യൂണിറ്റ് നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ 2,26,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇൻ ടോട്ടൽ 3,10,000 പ്രോഫിറ്റ് കിട്ടണം. ഈ 3,10,000 മൈനസ് 3,10,000 മൈനസ് 2,26,600 2,26,600 എന്ന് പറഞ്ഞാൽ 83,400 നമ്മൾ മാർക്കറ്റിൽ ബാക്കി എക്സ്ട്രാ ഓഫർ വരുന്നില്ലേ? എത്ര യൂണിറ്റിന്റെ? 12,500 യൂണിറ്റിന് ഒരു എക്സ്ട്രാ ഓഫർ ഉണ്ട്. ഈ എക്സ്ട്രാ ഓഫറിൽ നിന്ന് നമുക്ക് 83,400 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇൻ ടോട്ടൽ 3,10,000 പ്രോഫിറ്റ് ആണ് ഓവറോൾ പ്രോഫിറ്റ് വരേണ്ടത്. അതിൽ 2,26,600 ഓൾറെഡി കിട്ടി. സോ ബാക്കി 83,400 നമുക്ക് 12,500 യൂണിറ്റ്സിൽ നിന്ന് വേണം ജനറേറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ 13.6 ആണ്. സോ 12,500 ഇൻറ്റു 13.6 എന്ന് പറഞ്ഞാൽ 1,70,000. നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിനെയാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയാ. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയാ. സോ നമ്മുടെ കോസ്റ്റ് ഇസ് 1,70,000 പ്ലസ് പ്രോഫിറ്റ് 83,400. സോ ടോട്ടൽ സെയിൽസ് ഇസ് 2,53,400. ഇപ്പൊ കുറച്ചവർക്ക് ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്തില്ല? ഇപ്പൊ നമ്മൾ പുറത്ത് ഈ എക്സ്ട്രാ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ചെയ്തു എന്ന് പറഞ്ഞോ? ഇല്ല. എന്തെങ്കിലും അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ചെയ്താൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും സെയിം തന്നെയായിരിക്കും. 12,500 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാകുന്നത്. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടോട്ടൽ സെയിൽസ് ഇസ് 2,53,400. സോ പെർ യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഇസ് 2,53,400 ഡിവൈഡഡ് ബൈ 12,500, 20.27. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് ഇലസ്ട്രേഷൻ 5 ചെയ്യാം. ഇലസ്ട്രേഷൻ 5 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A producer installed a machine which can produce product A as well as product B. Annual maximum machine running capacity is 4,000 hours. Cost details about the product are as follows. Selling price per unit A ക്ക് 50 and B ക്ക് 20 ആണ്. Variable cost per unit ₹30, ₹12. Machine hour required per unit of product 10 hours and 2 hours. Annual demand is 300 and 1,600. Annual fixed cost is 10,000. Calculate optimum product mix showing annual contribution and profit. Give necessary explanation. Also show that product mix other than suggested by you will affect the profit. Okay. ഇവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. നമ്മുടെ അറ്റ് പ്രസന്റ് ഉള്ള മെഷീന്റെ റണ്ണിങ് കപ്പാസിറ്റി 4,000 അവേഴ്സേ ഉള്ളൂ. നമുക്ക് 4,000 അവേഴ്സ് മാത്രമേ മെഷീൻ അവേഴ്സ് ആയിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് ഈ പറയുന്ന 300 യൂണിറ്റും 1,600 യൂണിറ്റും ഫുള്ളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ, എന്തൊരു കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ് ചെയ്താലാണ്
നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണോ, നമ്മൾ എങ്ങനെ റാങ്ക് ചെയ്യും, പ്രൊഡക്റ്റ് എ ആണോ പ്രൊഡക്റ്റ് ബി എന്നാണോ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാൻ നോക്കാം. ഓക്കെ, ഏത് പ്രൊഡക്റ്റിൽ നിന്നാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രൊഡക്റ്റ് വേണം നമ്മൾ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ. മനസ്സിലായോ? സോ നമ്മൾ റാങ്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ് കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ. ഇപ്പൊ ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ മെഷീൻ അവർ ആയതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ റാങ്ക് ചെയ്യാൻ യൂസ് ചെയ്തത്. ഇനിയിപ്പോ ലിമിറ്റിംഗ് ഫാക്ടർ റോ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ, കോൺട്രിബ്യൂഷൻ പെർ റോ മെറ്റീരിയൽ എടുക്കേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. പ്രൊഡക്റ്റ് എ പ്രൊഡക്റ്റ് ബി, ആനുവൽ ഡിമാൻഡ് 300 യൂണിറ്റും 1600 യൂണിറ്റും ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് 50 and 20 ആണ്. വേരിയബിൾ കോസ്റ്റ് 30, 12. കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20 and 8. ഓക്കെ, കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ കമ്പ്യൂട്ട് ചെയ്താലേ റാങ്ക് ചെയ്യാൻ പറ്റൂ. സോ 20/10 ചെയ്യാം. നമ്മുടെ മെഷീൻ അവർ എത്രയാ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 മണിക്കൂർ വേണം. അതുപോലെ പ്രൊഡക്റ്റ് ബിന്റെ കേസിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂറാണ് വേണ്ടത്. സോ 20/10 കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ 2 and 8/2 കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ 4 ആണ്. സോ റാങ്ക് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ മെഷീൻ അവർ കിട്ടുക, പ്രൊഡക്റ്റ് ബിക്കാണ്. സോ പ്രൊഡക്റ്റ് ബി ഫസ്റ്റ് റാങ്കും പ്രൊഡക്റ്റ് എ സെക്കൻഡ് റാങ്കും കൊടുത്തു. ഇനി പ്രൊഡക്റ്റ് ബിക്ക് ഫസ്റ്റ് റാങ്കും പ്രൊഡക്റ്റ് എക്ക് സെക്കൻഡ് റാങ്കും കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ബിയുടെ ആനുവൽ ഡിമാൻഡ് 1600 യൂണിറ്റ്സ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 മണിക്കൂറാണ് വേണ്ടത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂർ വേണം. സോ ഇൻ ടോട്ടൽ 1600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ വേണം, 1600 ഇൻറ്റു 2 വേണം. 1600 ഇൻറ്റു 2 വിച്ച് ഇസ് 3200 അവേഴ്സ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. സോ ആ 3200 അവേഴ്സ് നമ്മൾ ഫുൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയുള്ളൂ, ഇൻ ടോട്ടൽ 4000 മണിക്കൂറേ ഉള്ളൂ. ആ 4000 മണിക്കൂറിൽ 3200 മണിക്കൂർ പ്രൊഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചു. സോ റിമൈനിങ് 800 അവേഴ്സ് മാത്രമേ പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൂ. സോ ഈ 800 അവേഴ്സിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ റിമൈനിങ് എത്ര മണിക്കൂറേ ഉള്ളൂ, 800 മണിക്കൂറേ ഉള്ളൂ. ഈ 800 മണിക്കൂർ കൊണ്ട് എത്ര യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഒരു യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 10 മണിക്കൂറാണ് വേണ്ടത്. ഒരു യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ 10 മണിക്കൂർ വേണം. സോ നമുക്ക് 800/10 80 യൂണിറ്റ് ഓഫ് എ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഇതേ കണ്ടോ, 80 യൂണിറ്റ്സ് ഓഫ് എ. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ആദ്യമേ ഫസ്റ്റ് റാങ്ക് ഉള്ള പ്രൊഡക്റ്റ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാം. ഫുൾ കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ 3200 മണിക്കൂർ വേണ്ടി വരും. സോ റിമൈനിങ് 800 മണിക്കൂറേ ഉള്ളൂ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 മണിക്കൂർ വേണം. സോ നമുക്ക് 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 800/10 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് 1600 യൂണിറ്റ്സ് ഓഫ് ബി ആൻഡ് 80 യൂണിറ്റ്സ് ഓഫ് എ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 1600 ഇൻറ്റു 8 12,800. കോൺട്രിബ്യൂഷൻ ഓഫ് എ എന്ന് പറയുന്നത് 80 ഇൻറ്റു 20. കോൺട്രിബ്യൂഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ട് 20 and 8 ആണ്. സോ 1600 ഇൻറ്റു 8 12,800. എക്ക് 80 ഇൻറ്റു 20 1600 ആൻഡ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 14,400. ഈ 14,400 നിന്ന് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 10,000 രൂപ കുറയ്ക്കുക. ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് 10,000 കുറച്ചാൽ നമുക്ക് ഫുൾ പ്രോഫിറ്റ് 4,400 ആനുവലി ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് മിക്സിൽ. ഇനി വേറൊരു പ്രൊഡക്റ്റ് കോമ്പിനേഷൻ എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വേറെ ഇനി ഏത് കോമ്പിനേഷൻ എടുത്ത് നോക്കിയാലും എക്കും ബിക്കും ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ഈ 4,400-നെക്കാട്ടിലും പ്രോഫിറ്റ് കുറവായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ എടുക്കൂ, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ മെഷീൻ അവർ 4000 പാടുള്ളൂ. ഇപ്പൊ 4000 മെഷീൻ അവർ വെച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രോഫിറ്റ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലോ, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലസ്ട്രേഷൻ 9 എടുക്കാം. ഇത് ഓൾസോ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. Copper India Limited is producing 3 products X, Y and Z. The data for 3 products is given below. Particulars X, Y, Z. Maximum capacity 5,000, 2,000 and 3,000 ഉണ്ട്. Direct material at 10 per kg, rupees 40, rupees 10, rupees 30.
Other variable cost rupees 36, 25, 10. Selling price തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. Calculate the best product mix in each of the following independent cases. Okay, best product mix compute ചെയ്യാനാണ് പറയുന്നത്. Total availability of raw material is limited to 18,000 kg. ഇവിടെ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ഇസ് raw material. സോ നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യാം? കോൺട്രിബ്യൂഷൻ പെർ raw material needed for 1 unit കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് 100, 50, 60 ആണ്. 100, 50, 60 ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇസ് 40 പ്ലസ് 36. 40യും കുറയ്ക്കാം, 36ഉം കുറയ്ക്കാം. ഇവിടെ 10ഉം 25ഉം ഉണ്ട്. 10ഉം 25ഉം കുറച്ചു. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 30 ആൻഡ് 10. 30യും 10ഉം കുറയ്ക്കാം. സോ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടി, അതർ വേരിയബിൾ എക്സ്പെൻസ് കിട്ടി. സോ നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് 76, 35 ആൻഡ് 40. നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. സോ 100 മൈനസ് 76, 24, 50 മൈനസ് 35, 15, 60 മൈനസ് 40, 20. ഇതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? കോൺട്രിബ്യൂഷൻ പെർ kg ഓഫ് റോ മെറ്റീരിയൽ. സോ റോ മെറ്റീരിയൽ നമുക്ക് എത്ര വേണം? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുമാത്രം റോ മെറ്റീരിയൽ വേണം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ അറ്റ് റുപ്പീസ് 10 പെർ kg. ഒരു kgക്ക് 10 രൂപ എന്നാണ് പറയുന്നത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 40 രൂപ സ്പെൻഡ് ചെയ്തു. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 40 രൂപ സ്പെൻഡ് ചെയ്തു. ഒരു കിലോയ്ക്ക് നമ്മൾ 10 രൂപയാണ് കൊടുക്കുന്നത്. സോ 40/10, 4 കിലോ വേണ്ടി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ റോ മെറ്റീരിയൽ ഇവിടെ 40 kg വന്നു. ഇനിയിപ്പോ രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ 10 രൂപയാണ് വന്നത്. ഒരു കിലോയ്ക്ക് 10 രൂപയാണ്. സോ 10/10 1 കിലോയാണ് നമുക്ക് ഇവിടെ വൈയുടെ കേസിൽ വേണ്ടത്. 10/10 1 രൂപയാട്ടോ വരേണ്ടത്. നോക്കട്ടെ, ഇവിടെ എന്തോ പറ്റിയല്ലോ. റോ മെറ്റീരിയൽ 10, 40/10 4 എടുത്തു. ഇതാ ഇവിടെ 10/10 ആട്ടോ വരേണ്ടത്. ഇവിടെ തെറ്റിയതാണ്. 10/10 1 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, 10/10 1 എടുക്കാം. ആൻഡ് ലാസ്റ്റ് കേസിൽ 30/10 3 എടുത്തു. ഓക്കെ, ഇനിയിപ്പോ കോൺട്രിബ്യൂഷൻ പെർ kg ഓഫ് മെറ്റീരിയൽ എങ്ങനെ കണ്ടുപിടിക്കാം? 24/4 ചെയ്താൽ 60, 15/1 ചെയ്താൽ 15 വരും. 15/1 is 15 ആൻഡ് ലാസ്റ്റ് കേസിൽ 20/3 ചെയ്താൽ 6.67. സോ കോൺട്രിബ്യൂഷൻ പെർ kg ഓഫ് മെറ്റീരിയൽ വന്നു 6, 15 ആൻഡ് 6.67. ഇതിൽ എവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ ഉള്ളത് നോക്കാം. കോൺട്രിബ്യൂഷൻ പെർ kg ഓഫ് മെറ്റീരിയൽ ഹയസ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് വൈക്കാണ്. സോ നമ്മൾ പ്രൊഡക്റ്റ് വൈ വേണം ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ, ദെൻ പ്രൊഡക്റ്റ് ഇസഡ് മാനുഫാക്ചർ ചെയ്യാം, ദെൻ പ്രൊഡക്റ്റ് എക്സ് മാനുഫാക്ചർ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ പ്രൊഡക്റ്റ് വൈ ടോട്ടൽ നമ്മൾ എത്ര പ്രൊഡക്ട്സ് ആണ്? 2000 യൂണിറ്റ്സ് ആണ്. ഇവിടെ കറക്റ്റ് ചെയ്യാൻ മറക്കല്ലേ, നമുക്ക് 1 kg വരുള്ളൂ. സോ 15/1 is 15 വരും. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് വൈ മാക്സിമം ആയത്. സോ 2000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 1 കിലോ വെച്ചിട്ട്. സോ ഇൻ ടോട്ടൽ 2000 കിലോ വേണം. നമ്മുടെ കയ്യിൽ മൊത്തം 18,000 കിലോ ഓഫ് റോ മെറ്റീരിയൽ ആണ് ഉള്ളത്. 18,000 നിന്ന് 2000 പോയി. ഇനി നമുക്ക് 16,000 കിലോ ആണ് ഉള്ളത്. സെക്കൻഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഇസഡ് ആണ്. ഇസഡ് 3000 യൂണിറ്റ്സ് ആണുള്ളത്. 1 കിലോയ്ക്ക് 3 രൂപ വെച്ചിട്ട് 3000 × 3 9000 kg വേണം. അതുപോലെ എക്സിന്റെ കേസ് നമുക്ക് ബാലൻസ് വെച്ച് നോക്കാം. ഓക്കെ, ഇൻ ടോട്ടൽ 18,000 kgs ആണ്. ഈ 18,000 നിന്ന് 2000 പോയി, 2000 kg പോയി, പിന്നെ 9000 kg പോയി. ഇനി പെൻഡിങ് നമുക്ക് 7000 kg ഉള്ളൂ. ഈ 7000 kg വെച്ചിട്ട് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് 1 കിലോ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 കിലോ ഓഫ് റോ മെറ്റീരിയൽ ആണ് വേണ്ടത്. സോ 7000 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 7000 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ വിൽ ഗെറ്റ് 1750. മനസ്സിലായോ? നമുക്കിനി പെൻഡിങ് 7000 കിലോ ഉള്ളൂ. മൊത്തം 18,000 കിലോ ഉള്ളൂ. അതിൽ 2000 വൈക്കും 9000 ഇസഡിന് യൂസ് ചെയ്തു. സോ ഇനി പെൻഡിങ് 7000 ഉള്ളൂ. ഈ 7000 kg വെച്ച് എത്ര യൂണിറ്റ്സ് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം?
ഒരു യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 കിലോ വേണം. സോ 7000 by 4 1750 ആണ് നമുക്ക് ആവശ്യം. ക്ലിയർ അല്ലേ? 1750 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 1750 into 24 plus 2000 into 15 plus 3000 2000 into 15 3000 ആട്ടോ ഇവിടെ. ഇൻ കേസ് ഓഫ് ഇസഡ് 3000 ആണ്. ഇവിടെ 399 എടുത്തു. 3000 into 20. ഓക്കെ, സോ 3000 into 20 എടുക്കാം. സോ ആൻസർ ഇസ് 1750 into 24 1750 into 24 എന്ന് പറയുന്നത് 42,000 വരും. പ്ലസ് 2000 into 15 2000 into 15 എന്ന് പറഞ്ഞാൽ 30,000 വരും. ആൻഡ് 3000 into 20 3000 into 20 is 60,000. So 60,000 plus 30,000 plus 42,000. 60,000 plus 30,000 plus 42,000 is 1,32,000. ഇവിടെയും കൂടെ തിരുത്താട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് 3,999 അല്ല 3,000 ആണ്. സോ 1,32,000 വന്നു. ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കുറയ്ക്കുക. ദാറ്റ് ഇസ് 20,000 പ്ലസ് 15,000 പ്ലസ് 10,000. ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ, അൺഅവോയ്ഡബിൾ. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് 87,000 കിട്ടും. ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഫസ്റ്റ് കേസിൽ റോ മെറ്റീരിയൽ വാസ് അവർ ലിമിറ്റിംഗ് ഫാക്ടർ. ഇനി സെക്കൻഡ് കേസിൽ അണ്ടർ ട്രേഡ് എഗ്രിമെന്റ് ദ ഫേം കനോട്ട് പ്രൊഡ്യൂസ് മോർ ദാൻ 7,500 യൂണിറ്റ്സ് ഓഫ് 3 പ്രൊഡക്ട്സ് ടേക്കൺ ടുഗെദർ. ഓക്കെ, ഒരു ട്രേഡ് എഗ്രിമെന്റിൽ പറയാണ് ഫേമിന് മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 7,500 യൂണിറ്റ് ആണ്. ഇൻ ടോട്ടൽ ഫേമിന് ആകെ 7,500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 5,000 പ്ലസ് 2,000 7,000 പ്ലസ് 3,000 10,000 യൂണിറ്റ്സ് ആണ് മൊത്തം ഉള്ളത്. അത് മൊത്തം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. 7,500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. സോ നമ്പർ ഓഫ് യൂണിറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന്റെ ബേസിസിൽ വേണം റാങ്ക് ചെയ്യാൻ. ക്ലിയർ ആണോ? നമ്പർ ഓഫ് യൂണിറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആയാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന്റെ ബേസിസിൽ വേണം റാങ്ക് ചെയ്യാൻ. ഇവിടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ എക്സിന് 24 വൈക്ക് 15 ആൻഡ് ഇസഡിന് 20. സോ ഫസ്റ്റ് നമ്മൾ റാങ്ക് കൊടുക്കുന്നത് എക്സിനാണ്, സെക്കൻഡ് നമ്മൾ റാങ്ക് കൊടുക്കുന്നത് ഇസഡിനാണ്, ആൻഡ് തേർഡ് നമ്മൾ റാങ്ക് കൊടുക്കുന്നത് വൈക്കാണ്. സോ എക്സ് നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. എക്സ് നമ്മൾ 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കേണ്ടത് ഇസഡ് ആണ്. ഇസഡ് 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്കപ്പോൾ 5,000 പ്ലസ് 3,000 8,000 ആയിപ്പോവും. സോ ഇസഡ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു? മിച്ചമുള്ള 2,500. ഇൻ ടോട്ടൽ 7,500 പറ്റൂ. എക്സ് നമ്മൾ 5,000 കൊടുത്തു ആൻഡ് ഇസഡ് 2,500 കൊടുത്തു. ഇൻ ടോട്ടൽ 7,500 ആയി. സോ കോൺട്രിബ്യൂഷൻ മിക്സ് നമുക്ക് ഒപ്റ്റിമം മിക്സ് 5,000 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 2,500 യൂണിറ്റ്സ് ഓഫ് ഇസഡ് ആയി. സോ 5,000 into 24 plus 2,500 into 20 in total 1,70,000 കിട്ടും. 5,000 into 24 plus 2,500 in 20 1,70,000 കിട്ടും. ഇനി നമ്മൾ ഇവിടെ കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ എക്സും ഇസഡും മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ പ്രൊഡക്ഷൻ എക്സിന്റെയും ഇസഡിന്റെയും മാത്രമേ ഉള്ളൂ. സോ കോൺട്രിബ്യൂഷൻ എക്സും ഇസഡും എടുത്തുള്ളൂ. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് 3 എടുക്കണം. നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ വൈ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പോലും വൈയുടെ ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാവുള്ളൂ. സോ ഫിക്സ്ഡ് കോസ്റ്റ് 45,000 കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് 1,25,000 ആയി. ഇനി തേർഡ് കേസിൽ പറയുന്നത് the total sales value of x, y and z cannot exceed 6,50,000. നമ്മുടെ ടോട്ടൽ സെയിൽസ് വാല്യൂ 6,80,000 ആണെന്ന് പറയുന്നു. സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് വാല്യൂ ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എങ്കിൽ നമ്മൾ കമ്പാരിസൺ ഓൺ ദ ബേസിസ് ഓഫ് PV റേഷ്യോ ആണ് എടുക്കേണ്ടത്. PV റേഷ്യോ എവിടെ? യെസ്, PV റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ 24, സെല്ലിംഗ് പ്രൈസ് 100, സോ 0.24, 0.3, 0.33. ഫസ്റ്റ് റാങ്ക് ഇസഡിന് കൊടുക്കുന്നു, സെക്കൻഡ് റാങ്ക് വൈക്ക് കൊടുക്കുന്നു, ആൻഡ് തേർഡ് റാങ്ക് എക്സിന് കൊടുത്തു. ഓക്കെ, 1 2 3 റാങ്ക് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ 3,000 യൂണിറ്റ്സ് ഓഫ് ഇസഡ് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. 3,000 യൂണിറ്റ്സ് ഓഫ് ഇസഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇസഡിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 60 ആണ്. സോ 3,000 into 60 ചെയ്താൽ 1,80,000 ആയി.
ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് Y ആണ്. Yക്ക് 2000 യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 50 ആണ്. സോ 2000 ഇൻറ്റു 50 ചെയ്താൽ 1 ലക്ഷം വരും. അപ്പൊ 1,80,000 പ്ലസ് 1 ലക്ഷം 2,80,000. മൊത്തം ഇൻ ടോട്ടൽ എത്രയേ പറ്റൂ? 6,80,000 സെയിൽസേ പറ്റൂ. ഇനി പെൻഡിങ് എത്രയുണ്ട്? 6,80,000 minus 1,80,000 minus 1 lakh, you will get it as 3,70,000. 3,70,000 വരും. 3,70,000 നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യും? എക്സിന്റെ പ്രൈസ് ഇസ് 100 rupees. So 3,70,000 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 3,700 കിട്ടും. സോ ഇതാണ് നമ്മുടെ ഒപ്റ്റിമം മിക്സ്. ഒപ്റ്റിമം മിക്സ് കിട്ടിയെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കോൺട്രിബ്യൂഷനും കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് തന്നെ ചെയ്ത് നോക്കാൻ പറ്റില്ലേ? ബാക്കി നിങ്ങൾ ഒന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ ആണ്, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇലസ്ട്രേഷൻ 7 നോക്കാം. Arya Limited is considering launching a new product in the market. The estimated cost details are as follows. Material cost per unit rupees 40, labor cost per unit rupees 36. Production overhead are to be calculated from the following data. Production department A, B, C ആണ്. Hourly overhead rate 3.6, 4.8, 6 ആണ്. നോർമൽ മന്ത്ലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30,000, 20,000, 40,000 ആണ്. ഫിക്സ്ഡ് ഓവർഹെഡ് ഇൻക്ലൂഡഡ് ഇൻ ഓവർഹെഡ് 36,000, 12,000, 60,000. ടൈം ടു ബി ടേക്കൺ ബൈ ന്യൂ പ്രൊഡക്റ്റ് 5, 2.5, 4. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ തന്നിട്ടുണ്ട്. ആനുവൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് 2,50,000 applicable to the new product. Estimated sales quantity 50,000 per annum. Based on the above information, prepare a cost sheet and find out the unit selling price with a profit margin of 40% on total cost. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ 40% Additionally, an overseas customer has offered to buy an extra 10,000 units of new product at 125 per unit. ഒരു പുറത്തുനിന്ന് ഒരു കസ്റ്റമർ, ഒരു ഓവർസീസ് കസ്റ്റമർ വന്ന് 10,000 യൂണിറ്റിനുള്ള ഗുഡ് നമ്മുടെ മേടിക്കാമെന്ന് പറയാണ്. ഒരു ഗുഡിന് 125 രൂപ തരാണ്. Should the management accept this offer, provide recommendation based on your calculation. മാനേജ്മെന്റ് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേന്നാണ് ചോദ്യം. സോ നമുക്ക് ആദ്യമേ നമ്മുടെ ഓവർ ഹെഡിനെ വേരിയബിളും ഫിക്സ്ഡും ആയിട്ട് വേർതിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടലേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് വേരിയബിളും ഫിക്സ്ഡും ആയിട്ട് വീതിക്കാം. ടോട്ടൽ ഓവർ ഹെഡ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? എ ബി സിയുടെ നോർമൽ മന്ത്ലി ഔട്ട്പുട്ട് 30,000, 20,000, 40,000 ആണ്. സോ 30,000 ഇൻറ്റു 3.6, 20,000 ഇൻറ്റു 4.8 ആൻഡ് 40,000 ഇൻറ്റു 6 ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ 1,08,000, 96,000 ആൻഡ് 2,40,000 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മുടെ ഫിക്സ്ഡ് ഓവർ ഹെഡിന്റെ പോർഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 3.6 ഇൻറ്റു 30,000, 4.8 ഇൻറ്റു 20,000, 6 ഇൻറ്റു 40,000. അവർലി റേറ്റും ഉണ്ട്, മന്ത്ലി ഔട്ട്പുട്ട് ഉണ്ട്. മന്ത്ലി ഔട്ട്പുട്ട് ഫോർ ഓവർ ഹെഡ് റേറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 36,000, 12,000, 60,000 ആണ്. ടോട്ടൽ ഓവർ ഹെഡിൽ നിന്ന് ഫിക്സ്ഡ് ഓവർ ഹെഡ് കുറച്ചാൽ വി വിൽ ഗെറ്റ് വേരിയബിൾ ഓവർ ഹെഡ്. സോ 1,08,000 മൈനസ് 36,000 ചെയ്യണു 72,000, 96,000 മൈനസ് 12,000 ചെയ്താൽ 84,000, 2,40,000 മൈനസ് 60,000 ചെയ്താൽ 1,80,000 കിട്ടും. അപ്പൊ ഫിക്സ്ഡ് ഓവർ ഹെഡിന്റെ ടോട്ടലും കിട്ടി, വേരിയബിൾ ഓവർ ഹെഡിന്റെ ടോട്ടലും കിട്ടി. ഇനി നമുക്ക് റേറ്റ് പെർ അവർ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മന്ത്ലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 അവറിന് നമുക്ക് സ്പെൻഡ് ആയ വേരിയബിൾ ഓവർ ഹെഡ് 72,000 ആണ്. ഓക്കെ, 30,000 ഇതെന്ന് പറയുന്ന മന്ത്ലി അവേഴ്സ് എടുത്താൽ മതി. മന്ത്ലി അവർ. ഓക്കെ, മന്ത്ലി അവർ തന്നിട്ടുണ്ട്. സോ 30,000 അവേഴ്സിന് നമുക്ക് വന്ന വേരിയബിൾ ഓവർ ഹെഡ് 72,000 ആണ്. സോ 72,000 ഡിവൈഡഡ് ബൈ 30,000 ചെയ്താൽ നമുക്ക് 2.4 കിട്ടില്ലേ? പെർ അവർ റേറ്റ് ഡിവൈഡഡ് ബൈ 30,000 ചെയ്താൽ വിൽ ഗെറ്റ് 2.4. അതുപോലെ 84,000 ഡിവൈഡ് ബൈ 20,000 ചെയ്യണം. 84,000 ഡിവൈഡഡ് ബൈ 20,000 ചെയ്താൽ 4.2 കിട്ടും. ആൻഡ് ഫൈനലി 1,80,000 ഡിവൈഡഡ് ബൈ 1,80,000 ഡിവൈഡ് ബൈ 40,000 ചെയ്യാം. 1,80,000 ഡിവൈഡഡ് ബൈ 40,000 ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4.5. സോ നമുക്ക് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് കിട്ടി. വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ റിമൈനിങ് ആയിരിക്കും ഫിക്സ്ഡ് ഓവർ ഹെഡ് റേറ്റിന്റെ പോർഷൻ.
ടോട്ടൽ റേറ്റ് 3.6 അല്ലേ? ഈ 3.6 2.4 കുറച്ചാൽ ബാക്കി വരുന്നതാണ് 1.2. അതുപോലെ ഇവിടെ 4.8 ഉണ്ട്. 4.8 വേരിയബിൾ പോർഷൻ 4.2 കുറച്ചാൽ 0.6. ആൻഡ് ഇവിടെ 6 ഉണ്ട്. 6 നമ്മൾ 4.5 കുറച്ചാൽ 1.5. കഴിഞ്ഞു. വേരിയബിൾ ഓവർഹെഡ് റേറ്റും ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ദേ കണ്ടോ, നോർമൽ മന്ത്ലി ഔട്ട്പുട്ട് ഹാസ് ബിൻ പ്രിസ്യൂംഡ് ടു ബി ഇൻ അവേഴ്സ്. ഇവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് നോർമൽ മന്ത്ലി ഔട്ട്പുട്ട് ഫോർ ഓവർഹെഡ് റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മളത് അവർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അവർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻറ്റു റേറ്റ് ആയിരിക്കും ടോട്ടൽ ഓവർഹെഡ് അല്ലെ. റേറ്റ് പെർ അവർ ഇൻറ്റു അവേഴ്സ് ചെയ്താൽ ടോട്ടൽ ഓവർഹെഡ് കിട്ടും. ആ ഓവർഹെഡിന് ഫിക്സ്ഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഓവർഹെഡിന്റെ പോർഷൻ കിട്ടും. പിന്നെ വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ റേറ്റും ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് പ്രൈസ് എത്ര തന്നിട്ടില്ല. ഓക്കെ, പുതിയ പ്രൊഡക്റ്റ് പുതിയ ഓഫർ നമുക്ക് 125 പെർ യൂണിറ്റിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഉള്ള സെല്ലിംഗ് പ്രൈസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് 40 ഉണ്ട് ആൻഡ് ലേബർ കോസ്റ്റ് 36 ഉണ്ട്. സോ 76 കിട്ടി. ഇനി ഡിപ്പാർട്ട്മെന്റ് എക്ക് ഇതെല്ലാം പെർ യൂണിറ്റിലാട്ടോ. പെർ യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ അവർ 2.4, 4.2, 4.5 എന്ന് അറിയാം. ആൻഡ് ഈ ടേബിൾ തന്നിട്ടുണ്ട്. ടൈം ടു ബി ടേക്കൺ ബൈ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എ 5 മണിക്കൂറും ബി 2.5 മണിക്കൂറും സി 4 മണിക്കൂറും ആണ് ആവശ്യം. സോ 5 ഇൻറ്റു 2.4, 2.5 ഇൻറ്റു 4.2, 4 ഇൻറ്റു 4.5 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 40.5 എന്ന് കിട്ടും. ആൻഡ് മാർജിനൽ കോസ്റ്റ് 116.5. അത് കഴിഞ്ഞ് നമ്മൾ എന്തും കൂടെ നോക്കാം, ഫിക്സ്ഡ് ഓവർഹെഡ് കൺസിഡർ ചെയ്യുക. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 2.4, ഇവിടെ മാറ്റിയാണല്ലോ തന്നിരിക്കുന്നത്. ഫിക്സ്ഡ് ഓവർഹെഡ് 2.4 അല്ല, 1.2, 1.2, 0.6, 0.6 ആൻഡ് 1.5 ആണ്. സോ 1.2 ഇൻറ്റു 5 ചെയ്താൽ 6 കിട്ടും. 0.6 ഇൻറ്റു 2.5 ചെയ്താൽ 0.6 ഇൻറ്റു 2.5, 1.5 ഇൻറ്റു 4 ചെയ്താൽ 6 ആണ്. ഇവിടെ 0.6 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് 0.6 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് 1.5 ആണ് കിട്ടി. സോ ടോട്ടൽ 13.5. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 130 കിട്ടി. വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കൂട്ടി ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് നമുക്ക് 130 എന്ന് കിട്ടി. ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് 2,50,000 ആപ്ലിക്കബിൾ ടു ന്യൂ പ്രൊഡക്റ്റ്. എസ്റ്റിമേറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി 50,000 പെർ ആനം ആണ്. സോ 2,50,000 ഡിവൈഡഡ് ബൈ 50,000 ചെയ്താൽ 5 എന്ന് കിട്ടും. 5. സോ ഈ 5ഉം കൂടെ കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 135 ആണ്. ഇവിടെ ഈ ആപ്ലിക്കബിൾ ടു ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്. നോക്കി, ഇവിടെ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, ആര്യ ലിമിറ്റഡ് ഇസ് കൺസിഡറിങ് ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ആകെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ പ്രൊഡക്റ്റിന് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഇവിടെ തരുന്നത്. അതിങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരിങ്ങനെ എടുത്തു പറയുന്നപ്പോൾ എടുത്തു പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അയ്യോ കൂട്ടണോ കുറയ്ക്കണോ, അങ്ങനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആകെ ഒരു നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്. ആ പ്രൊഡക്റ്റിനുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നതെല്ലാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഓൾസോ 2,50,000 ഫോർ ന്യൂ പ്രൊഡക്റ്റ് ആണ്. മൊത്തം 50,000 യൂണിറ്റ് സെല് ചെയ്യുന്നുണ്ട്. സോ 2,50,000 ഡിവൈഡഡ് ബൈ 50,000 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് as 5 പെർ യൂണിറ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 135 ആണ്. നമ്മളോട് പ്രോഫിറ്റ് എത്രയാന്ന് പറയുന്നുണ്ട്, 40% ഓൺ ടോട്ടൽ കോസ്റ്റ്. സോ 135ന്റെ 40%, 135ന്റെ 40% is 54. So suggested selling price is 189. നോക്കുക, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. സോ 135 പ്ലസ് 54 ചെയ്താൽ 189 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എത്ര രൂപയാണെന്നാ പറയുന്നത്, additionally an overseas customer has offered to buy an extra 10,000 units of new product at 125 per unit. 125 രൂപയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, 125 രൂപ എന്ന് പറയുമ്പോൾ
നമുക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റ് 135 ആണ് വരുന്നത്. ഓക്കെ, 135 ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഒരു പുറത്തുനിന്ന് ഒരാള് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ബാക്കി ഇവർ പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുറത്തുനിന്നൊരു ഓഫർ വന്നു. പുറത്തുനിന്നൊരു ഓഫർ വരുമ്പോൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും അവിടെ പ്രിവെയിലിംഗ് ആയിരിക്കും. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഫിക്സ്ഡ് കോസ്റ്റ് 135 130 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പകരം നമ്മുടെ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 116.5 മാത്രം നമ്മൾ നോക്കുകയാണ്. ഈ 116.5 മൈനസ് 125, നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്ന 116.5 ആണ്. 125 മൈനസ് 116.5 8.5 വരും. 8.5 നമുക്ക് അഡീഷണലി കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. സോ 8.5 ഇൻറ്റു 10,000 80,000 യൂണിറ്റ് 85,000 നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഒരു ഫൈനൽ കൺക്ലൂഷനെ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും എന്താണ്, നമുക്ക് അധികം ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ജനറേറ്റ് ചെയ്യില്ല. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എത്രയാണോ അത് തന്നെയായിരിക്കും. സോ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും കൂടെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടി? 116.5 ആണ്. സെല്ലിംഗ് പ്രൈസസ് 125 ആണ്. സോ 125 മൈനസ് 116.5 എന്ന് പറയുന്നത് 8.5 പെർ യൂണിറ്റ് ആണ്. മൊത്തം 10,000 യൂണിറ്റ് ആണ് പുറത്തുനിന്ന് വരുന്ന ഓഫർ. സോ നമുക്ക് 85,000 പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് ഇലസ്ട്രേഷൻ 10 ചെയ്യാം. SGN, a company manufacturing a consumer product and marketing that through its network of 400 depots all over the country, is considering a proposal of closing down the depot and resorting to dealership arrangements. The total turnover of the company is rupees 200 crore per annum. Total turnover 200 crore per annum ആണ്. The average turnover cost extra etc. Average turnover, cost, etc. in respect of depot are given below. Okay. Annual turnover 50 lakh ആണ്. Average inventory 5 lakh ആണ്. Administration expense 50,000 per annum ആണ്. Staff salary 80,000 per annum ആണ്. The inventory carrying cost is 60% per annum, which is the interest rates for working capital finance. Okay. Inventory carrying cost 16% per annum ഉണ്ട്, which is the interest rates for working capital finance. Marketing through dealers would require engaging dealers for each area. The dealers will assure a minimum sale for each area. Okay, നമ്മൾ ഡീലേഴ്സ് വെച്ച് സെല്ല് ചെയ്താലോ ഈ SGN കമ്പനി ഡീലേഴ്സ് വെച്ചിട്ട് സെല്ല് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പൊ ഡീലേഴ്സിനെ വെച്ച് സെല്ല് ചെയ്താൽ ഒരു ഏരിയയിൽ മിനിമം ഇത്ര സെയിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. This would result in increasing the capacity utilization from 75% as at present to 90%. ഇപ്പൊ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 75% ഈ 75% കൂടി 90%ലോട്ട് മാറ്റും. At present, company's PV ratio is 10% and break-even point is 15% of capacity. നമ്മുടെ കപ്പാസിറ്റിയുടെ 10% ആണ് PV ratio at present. break-even point എന്ന് പറയുന്നത് 15% ആണ്. The current profit is 150 lakh. Marketing through dealers would involve payment of commission of 5% on sales. നമ്മൾ ഡീലേഴ്സ് ആയിട്ട് നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. അത് 5% on sales ആണ്. But 50% of the existing staff in the depot will have to be absorbed to the company. നമ്മൾ ഇപ്പൊ at present നമുക്ക് 400 ഡിപ്പോ ഉണ്ടെന്ന് പറയുന്നില്ലേ, ഈ 400 ഡിപ്പോയിൽ ലേബറേഴ്സ് ഉണ്ട്. അതിലൊരു 50% കപ്പാസിറ്റി നമ്മൾ ഡീലേഴ്സ് വഴി സെല്ല് ചെയ്താലും ഒരു 50% ലേബറേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. The dealers will deposit rupees 5 crore with the company on which interest at 12% per annum will be paid. ഡീലേഴ്സ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് 5 കോടി രൂപ. അതിന് 12% വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് തിരികെ കൊടുക്കണം എന്നാണ് പറയുന്നത്. You are required to work out the net profit of the company. If this proposal is accepted, also compute the net profit if the commission to dealers is reduced to 4% on sales. 3 സിനാരിയോ ചെയ്യണം. ഒന്ന് 75% കപ്പാസിറ്റി, രണ്ടാമത്തെ 90% കപ്പാസിറ്റി, പക്ഷെ കമ്മീഷൻ 5% ആയിരിക്കണം. രണ്ടാമത്തെ കേസ് കമ്മീഷൻ
4% ആയിരിക്കണം. ഇങ്ങനെ ഒരു 3 സിനാറിയോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് 75% കപ്പാസിറ്റിയിൽ ചെയ്ത് നോക്കാം. നമ്മുടെ ആനുവൽ സെയിൽസ് ടേൺ ഓവർ എന്ന് പറയുന്നത് 200 crores ആണ് അറ്റ് പ്രസന്റ്. 200 കോടിയാണ് നമ്മുടെ സെയിൽസ്. സോ സെയിൽസ് നമ്മൾ 200 crore എന്ന് കാണിച്ചു. ഇനി വേരിയബിൾ കോസ്റ്റിനെ പറ്റി പറയുന്നത് വേരിയബിൾ കോസ്റ്റ് അറ്റ് പ്രസന്റ് PV റേഷ്യോ 10% ആണ്. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ 10% ആണെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 90% ആയിരിക്കും. 200-ന് 90% 180 എന്ന് കിട്ടും. ആൻഡ് കോൺട്രിബ്യൂഷൻ വിൽ ബി 20. ഇവിടെ കമ്മീഷൻ ഒന്നുമില്ല. നമ്മൾ അറ്റ് പ്രസന്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോവാണ്. കോൺട്രിബ്യൂഷൻ 20 ആണ്. ഇനിയിപ്പോ ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000 per annum, സ്റ്റാഫ് സാലറി 80,000 per annum ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000 per annum, സ്റ്റാഫ് സാലറി 80,000 per annum ആണ്. അതാ ശ്രദ്ധിച്ചോ. ഇത് ദി ആവറേജ് ടേൺ ഓവർ കോസ്റ്റ് എക്സെട്ര ഇൻ റെസ്പെക്ട് ഓഫ് എ ഡിപ്പോ ആണ്. ഒരു ഡിപ്പോയുടെ കേസാണ് തന്നിരിക്കുന്നത്. നമുക്ക് മൊത്തം 400 ഡിപ്പോ ഉണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 50,000 into 400 ദാറ്റ് ഇസ് 2 crore ആണ്. അങ്ങനെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 2 crore വന്ന്. അതുപോലെ തന്നെ സ്റ്റാഫ് സാലറി എന്ന് പറയുന്നതും ഒരു ഡിപ്പോയ്ക്കാണ് 80,000. സോ 400 എണ്ണത്തിന് 80,000 into 4 that is 80,000 into 400 that is 3.2. 3 crore 20 lakh വരും. 3.2 കാണിക്കണം. അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി പറയുന്നുണ്ട്. The inventory carrying cost is 16% per annum, which is the interest rate for working capital finance. നമ്മുടെ ഇൻവെന്ററിക്ക് നമ്മൾ 16% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആവറേജ് ഇൻവെന്ററി ഒരു ഡിപ്പോയിൽ 5 ലക്ഷം ഉണ്ട്. 5 ലക്ഷം ഒരു ഡിപ്പോയ്ക്കാണ്. അപ്പൊ 400 ഡിപ്പോയ്ക്ക് 5 ലക്ഷം ഇൻറ്റു 400 ഇൻറ്റു 16% എടുക്കാം. 5 ലക്ഷം ഇൻറ്റു 400 ഇൻറ്റു 16% എടുത്താൽ 3 crore 20 lakh വരും. ദാറ്റ് ഇസ് 3.2 ആണ് വരുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറയുന്നുണ്ട്. ദ കറന്റ് പ്രോഫിറ്റ് ഇസ് 150 lakh. നമ്മുടെ കമ്പനിക്ക് കറന്റ് ഇപ്പൊ ഒരു പ്രോഫിറ്റ് ഉള്ളത് 150 lakh ആണ്. സോ നമ്മൾ പ്രോഫിറ്റ് 150 lakh കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അതർ ഫിക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് 200 ആണ്. ഈ സെയിൽസ് 200-ന്ന് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 1.5 കുറച്ച് കഴിഞ്ഞാൽ 198.5 വേണം ടോട്ടൽ കോസ്റ്റ് വരാൻ. 198.5 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരേണ്ടത്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എല്ലാം കൂടെ 180 വന്നു. 180 ആണ് വേരിയബിൾ കോസ്റ്റ്. 180 പ്ലസ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇപ്പൊ 2 കൺസിഡർ ചെയ്തു, പ്ലസ് 3.2 കൺസിഡർ ചെയ്തു, ആൻഡ് പ്ലസ് വീണ്ടും ഒരു 3.2 വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 188.4 ആണ് വരുന്നത്. മൈനസ് 198.5 ചെയ്യാം. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരണം? 198.5 വരണം. ദാറ്റ് മീൻസ് ഒരു ഇവിടെ മെൻഷൻ ചെയ്യാത്തൊരു ഫിക്സ്ഡ് കോസ്റ്റും കൂടെ ഉണ്ട്. സോ 198.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 10.1. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ അതർ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽസും പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ടോട്ടൽ കോസ്റ്റ് എടുത്ത് വെക്കുക. ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ട് നമ്മുടെ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് കോസ്റ്റും ഈ ടോട്ടൽ കോസ്റ്റും സെയിം ആണെന്നൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അഡീഷണൽ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ബാലൻസ് 10.1 വന്നു. നമ്മൾ ടോട്ടൽ ഇതെല്ലാം കൂടെ നമ്മുടെ 200 മൈനസ് നമ്മുടെ പ്രോഫിറ്റ് 150 lakh മൈനസ് ചെയ്താൽ 198.5 വേണം ടോട്ടൽ കോസ്റ്റ് വരാൻ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ വേരിയബിൾ കോസ്റ്റും ഈ ലിസ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 198.5 വരുന്നില്ല. അപ്പൊ നമ്മൾ ലെസ് ചെയ്തു. നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ 188.4 വരുന്നുള്ളൂ. സോ 198.5 മൈനസ് 188.4 ചെയ്തപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് 1.5 കിട്ടിയത്. ക്ലിയർ ആണോ? ഇതാണ് 75% കപ്പാസിറ്റിയിലെ
പ്രോഫിറ്റ് അതിന്റെ ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി 90% കപ്പാസിറ്റിയിലേ ചെയ്യണം അറ്റ് 5% കമ്മീഷൻ ഓൺ സെയിൽസ്. ഓക്കെ, 90% കപ്പാസിറ്റിയിൽ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ടേൺ ഓവർ 240 crore ആവും. ഓക്കെ, ഇവിടെ നമ്മളോട് പറയുന്നുണ്ടോ 240 crore ആയിട്ട് വരും, ഇൻക്രീസ് സംഭവിക്കും എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തേ. ദ ടോട്ടൽ ടേൺ ഓവർ ഓഫ് ദ കമ്പനി ഈസ് 200 crore per annum. ഇത് അറ്റ് പ്രസന്റ് ആണ്. അല്ലാതെ മാർക്കറ്റിംഗ് ത്രൂ ഡീലേഴ്സ് വുഡ് റിക്വയർ എഡ്യൂക്കേറ്റിംഗ് ഡീലേഴ്സ് ഫോർ ഈച്ച് ഏരിയ. ഡീലേഴ്സ് വിൽ അഷ്യൂർ എ മിനിമം സെയിൽ ഫോർ ഈച്ച് ഏരിയ. ദിസ് വുഡ് റിസൾട്ട് ഇൻ ഇൻക്രീസിങ്. ഓക്കെ, ഈ 200 crore എന്ന് പറയുന്നത് എത്ര കപ്പാസിറ്റിയാണ്? 75% കപ്പാസിറ്റിയാണ്. ഇത് 90% കപ്പാസിറ്റിയിലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നുണ്ട്. 200 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 90 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 240. മനസ്സിലായോ? ഇവിടെ ഡയറക്ട്ലി 240 crore എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ ഡീലേഴ്സുമായിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ് പ്രസന്റ് ഉള്ള കപ്പാസിറ്റി 75% ആണ്. ദിസ് കപ്പാസിറ്റി വിൽ ബി ഇൻക്രീസ് ടു 90% എന്ന് പറയുന്നുണ്ട്. സോ 200 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 90 ചെയ്താൽ നമ്മുടെ സെയിൽസ് 240 ആവും. ക്ലിയർ ആണോ? ഇനി വേരിയബിൾ കോസ്റ്റ് സെയിൽസിന്റെ 90% ആണ്. സോ 240 ഇൻറ്റു 90% ചെയ്താൽ 216 കിട്ടും. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് കമ്മീഷൻ എത്ര കൊടുക്കണം? 5% ഓൺ സെയിൽസ് കൊടുക്കുക. സോ 240യുടെ 5%, 240 ഇൻറ്റു 5%, 12. സോ കോൺട്രിബ്യൂഷൻ 240 മൈനസ് 216 മൈനസ് 12 ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ 12 ആണ് കിട്ടുന്നത്. ഇനിയിപ്പോ ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെയാ നോക്കാം. ഇവിടെ ഡിപ്പോ എന്ന് പറയുന്ന കാര്യം ഇല്ല അല്ലേ? ഡിപ്പോ നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീലേഴ്സിന് ഗുഡ് കൊടുക്കുന്നത്. സോ ഡിപ്പോ ഇല്ല. അപ്പൊ ഡിപ്പോയ്ക്ക് വരുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമുക്ക് ക്യാൻസൽ ഓഫ് ചെയ്യാം. ആ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കൺസിഡർ ചെയ്യേണ്ട, ബിക്കോസ് ആ ഡിപ്പോയേ ഇല്ല. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഇൻകർ ആവില്ല. സ്റ്റാഫ് സാലറിയെ പറ്റി എന്താ പറയുന്നത്? സ്റ്റാഫ് സാലറി 50% of the existing staff in the depot will have to be absorbed in the company. So at present ഉള്ള സ്റ്റാഫ് സാലറി 3.2 ആണ്. ആ 3.2ന്റെ 50% still existing ആണ്. 3.2 into 50%, that is 1.6 വരും. ക്ലിയർ അല്ലേ? ഇനി അതർ ഫിക്സ്ഡ് കോസ്റ്റ് 1.1 ആണ്. വെൽ 10.1 ആണ്. അതിപ്പോ റിലേറ്റഡ് ടു ഡിപ്പോ ആണോ അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ നമുക്കറിയില്ല. ഡിപ്പോ റിലേറ്റഡ് കോസ്റ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട്. അതർ റിലേറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിപ്പോ റിലേറ്റഡ് അല്ല എന്നുള്ള അസംഷനിൽ എല്ലാ കേസസിലും ഈവൻ ഡീലേഴ്സിന് നമ്മൾ ഗുഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ആവും എന്നുള്ള അസംഷനിലാണ് ഈ 10.1 എടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 11.7 വരും. സോ പ്രോഫിറ്റ് 0.3 ആണ്. ഓക്കെ, പ്രോഫിറ്റ് 0.3 ആണ്. അത് കൂടാതെ നമുക്കൊരു എക്സ്ട്രാ സേവിങ്സ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കോസ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളൊരു സേവിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ഇനിഷ്യലി നമ്മൾ 16% ആയിരുന്നു ആവറേജ് ഇൻവെന്ററിയുടെ പുറത്ത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. 5 lakh മീൻസ് 16% ആണ് നമ്മൾ ഇൻവെന്ററിക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയാണ് ദ ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഡീലേഴ്സ് വിൽ ഡെപ്പോസിറ്റ് 5 crore with the company on which interest at 12% per annum will be paid. 12% per annum പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്ക് അത്രയും കോസ്റ്റ് ഇവിടെ സേവ് ചെയ്യാൻ പറ്റി അല്ലേ? ഇനിഷ്യലി 16% ആയിരുന്നു, അതിൽ നിന്ന് 12% ഇപ്പൊ കൊടുത്താൽ മതിയെങ്കിൽ 4% നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. സോ 5 crore-ന്റെ 4% എന്ന് പറയുന്നത് 5 crore-ന്റെ 4% എന്ന് പറയുന്നത് 220 lakh rupees നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. സോ അതും കൂടെ ഒരു അഡീഷണൽ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ആദ്യത്തെ സിനാറിയോയിൽ നമ്മൾ 16% ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു. ഇവിടെ നമ്മൾ 16% ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, പകരം 12% ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. വിച്ച് മീൻസ് 4% ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഓർ എൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 12% ഒരു കോസ്റ്റ് ആയിട്ട് കാണിച്ചിട്ട്
നിങ്ങൾ 16% ലെസ് ചെയ്താലും മതി. ഓക്കെ, ഇനിഷ്യലി ഇവിടെ ഒരു 12% കോസ്റ്റ് ആയിട്ട് കാണിക്കാം, എന്നിട്ട് 16% ലെസ് ചെയ്താലും മതി. ഇവിടെ ഇവരെ പകരം ആ ഒരു ഡിഫറൻസ് എമൗണ്ട്, ആ ഒരു നെറ്റ് എമൗണ്ട് ആണ് സേവിങ്സ് ആയിട്ട് ആഡ് ചെയ്ത് 0.5 കാണിച്ചിരിക്കുന്നത്. ഇനി ഓൺ 4% കമ്മീഷൻ ഓൺ 0.2 ആഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് 0.5 വന്നത്. ഇനി 4% കമ്മീഷൻ ഓൺ സെയിൽസ് ആണെങ്കിൽ എല്ലാ കാര്യവും സെയിം ആണ്, ഒരൊറ്റ വ്യത്യാസമേ വരുള്ളൂ. ഇവിടെ കമ്മീഷൻ ഓൺ സെയിൽസ് 9.6 ആവും. ദാറ്റ് ഇസ് 240യുടെ 4% 9.6 ആണ് നമുക്ക് കമ്മീഷൻ വരാം. ആ ഒരു ചേഞ്ച് മാത്രമേ വരുള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. സോ ലാസ്റ്റ് കേസിൽ 2.7 ഇൻറ്റു 0.2 2.9 ആണ് നമുക്ക് പ്രോഫിറ്റ് വരാം. സോ ഫൈനലി ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പോസൽ ഏതാണ്? 4% കമ്മീഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് 2.9 നെറ്റ് പ്രോഫിറ്റ് വരാം. The proposal of closing down the depot and resorting to dealership arrangement is recommended only when commission to dealers is reduced from 5% of sales to 4% of sales, because such a move will increase the profit from the present level of 1.5 crore to 2.7 crore. നമുക്ക് at present ഇപ്പോൾ ഇത് 1.5 crore ആണ്. ഡിപ്പോ റൺ ചെയ്യുമ്പോൾ ആ ഡിപ്പോ ക്ലോസ് ചെയ്തിട്ട് 4% കമ്മീഷൻ കൊടുത്താൽ നമുക്ക് 2.9 എന്നാക്കിക്കൊള്ളൂ കേട്ടോ. ഇവിടെ 2.9 എന്നാണ് ആക്കേണ്ടത്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 2.9 ആണ്. 2.9ലോട്ട് നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ഇവിടെ എന്തൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ട്? The interest rates for working capital finance is 16% per annum, where the company shall pay interest dealers deposit 12% per annum, resulting in net savings of 4% per annum. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്. മനസ്സിലായോ? ഇതൊരു നോട്ട് പോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യമേ നമ്മൾ 16% ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 4% എന്താ? നമുക്ക് നെറ്റ് സേവിങ്സ് ആണ്. മനസ്സിലായോ? ആ സേവിങ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് ആഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയുള്ള ബെസ്റ്റ്. സോ നെക്സ്റ്റ് illustration is illustration 4. When XY Limited operates a normal capacity, it produces 25,000 units of products from plant. The unit cost of a manufacturing at normal capacities as follows: direct material 7, direct labor 3.5, variable overhead 4 and fixed overhead 5. So total നമുക്ക് 19.5 ആണ് കോസ്റ്റ് വരുന്നത്. Each unit of product is sold for rupees 25 with variable selling and administrative expense of rupees 0.8 per unit of product. Okay, നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് 25 രൂപയ്ക്കാണ്, അല്ലാതെ വേരിയബിൾ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 0.8 വരുന്നുണ്ട്. The company expects that during the next year only 3,000 units can be sold. നെക്സ്റ്റ് ഇയറിൽ ആകെ 3000 യൂണിറ്റേ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് പ്ലാൻസ് ടു ഷട്ട് ഡൗൺ ദി പ്ലാന്റ്, എസ്റ്റിമേറ്റിംഗ് ദാറ്റ് ദ ഫിക്സ്ഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ക്യാൻ ബി റെഡ്യൂസ് ടു 50,000 ഫോർ ദി നെക്സ്റ്റ് ഇയർ. ഇപ്പൊ എത്രയാണോ നമുക്ക് ഫിക്സ്ഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഉള്ളത്, ആ ഓവർഹെഡിനെ നമുക്ക് കുറച്ച് 50,000 കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എന്നാ പറയുന്നത്. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താൽ നമുക്ക് 50,000 ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാം. When the plant is operating, the fixed overhead costs are incurred at uniform rate throughout the year. Additional cost of plant shutdown are estimated at rupees 12,000. Should the plant be shut down, show computations what is the shutdown point. ഇതൊക്കെയാണ് questions. So നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് irreducible shutdown cost എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ നമുക്ക് ഫിക്സ്ഡ് ഓവർഹെഡ് 50,000 കൊണ്ടുവരാം. ദാറ്റ് ഇസ് ആ 50,000 നമ്മൾ സ്റ്റിൽ പേ ചെയ്യണം. അപ്പൊ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഈ 50,000. നമുക്ക് കുറയ്ക്കാം, 50,000 വരെ കുറയ്ക്കാം, പക്ഷെ 50,000 നമ്മൾ അടച്ചേ പറ്റൂ. റെഡ്യൂസ് ടു 50,000 എന്നാണ് പറയുന്നത്. ഇനി അഡീഷണൽ ഷട്ട് ഡൗൺ കോസ്റ്റ് ഉണ്ടാവുന്നത് 12,000 ആണ്. സോ ടോട്ടൽ 62,000 രൂപ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി if the company continues to operate, it will incur 1,25,000 as fixed cost. കമ്പനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മൊത്തം 1,25,000 ഫിക്സ്ഡ് കോസ്റ്റ് വരും. എന്താ നോക്കിയേ, 5 ആണ് ഫിക്സ്ഡ് ഓവർഹെഡ്, 25,000 യൂണിറ്റ്സ് ഉണ്ട്. സോ 25,000 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1,25,000 ആണ്. ഓക്കെ, അപ്പൊ കമ്പനി കണ്ടിന്യൂ ചെയ്താൽ വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ് 1,25,000 ആണ്. ബട്ട് ഇഫ് ഇറ്റ് ക്ലോസസ് ഡൗൺ, ദ ഷട്ട് ഡൗൺ വിൽ എമൗണ്ട് ടു 62,000.
The plant should continue to operate if the contribution from the product sale is equal to or greater than 63,000 difference in cost. Okay. 1,25,000 മൈനസ് 62,000 എന്ന് പറയുന്നത് 63,000 ആണ്. അപ്പൊ നമ്മുടെ പ്ലാന്റ് കണ്ടിന്യൂ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം ഇഫ് ദ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ 63,000 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 63,000നേക്കാൾ കൂടുതലായിരിക്കണം. നമുക്ക് പ്ലാന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എത്രയാ? 1,25,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. പ്ലാന്റ് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ 62,000 ഫിക്സ്ഡ് കോസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഫിക്സ്ഡ് കോസ്റ്റ് 63,000 എങ്കിലും നമുക്ക് കവർ അപ്പ് ചെയ്യാൻ പറ്റണം. ഈ 62,000 എങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കവർ അപ്പ് ചെയ്യാൻ പറ്റുന്ന സെയിൽസ് ജനറേറ്റ് ചെയ്ത പ്രശ്നമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് 62,000. ഷട്ട് ഡൗൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ് 1,25,000 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തായാലും 62,000 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ജനറേറ്റ് ചെയ്യും. സോ അറ്റ്ലീസ്റ്റ് നമ്മളോട് പറയാണ് ഇവിടെ അപ്പൊ മാക്സിമം നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് റിമൈനിങ് പെൻഡിങ് കവർ ചെയ്യാൻ പറ്റാതെ വരേണ്ട എത്രയേ പാടുള്ളൂ? 62,000 നമുക്ക് റിമൈനിങ് കവർ ചെയ്യാൻ പറ്റാതെ വരാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? സോ അറ്റ്ലീസ്റ്റ് 63,000 എങ്കിലും നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കോൺട്രിബ്യൂഷൻ നമുക്ക് ഉണ്ടാവണം. ഇവിടെ 62,000 ഫിക്സ്ഡ് കോസ്റ്റ് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, റിമൈനിങ് നമുക്ക് 62,000 ഫിക്സ്ഡ് കോസ്റ്റ് മിച്ചം വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 63,000 ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടണ്ടേ? 63,000 ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മിനിമം ഈ 62,000 ആയിട്ടെങ്കിലും നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നെങ്കിൽ 63,000 ആയിരിക്കണം, അല്ലെങ്കിൽ 63,000-ൽ കൂടുതലായിരിക്കണം. പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നും കൂടെ വൃത്തിക്ക് പറഞ്ഞുതരാം. നമുക്ക് അറ്റ് പ്രസന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 1,25,000 ആണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാം. എത്ര വരെ? 62,000 വരെ. അപ്പൊ നമുക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം. എപ്പോ? നമ്മുടെ കോൺട്രിബ്യൂഷൻ അറ്റ്ലീസ്റ്റ് 63,000 ആയിരിക്കണം. നമ്മുടെ കോൺട്രിബ്യൂഷൻ 63,000 ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് 62,000 ആയിട്ട് ചുരുങ്ങും. ഈ 1,25,000 നിന്ന് 63,000 കോൺട്രിബ്യൂഷൻ കുറച്ചാൽ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 62,000 ആയിട്ട് ചുരുങ്ങും. അപ്പൊ പിന്നെ ഈക്വൽ ആണ്, കുഴപ്പമില്ല. പൂട്ടിയാലും പ്രശ്നമില്ല, പൂട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തും. അതിനേക്കാൾ നമുക്ക് അത്രയും പോലും കവറപ്പ് ചെയ്തില്ല, ആ 63,000 കുറവാണ് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എങ്കിൽ പിന്നെ ബിസിനസ് നടത്തുന്നതിനെക്കാട്ടിലും ബെറ്റർ എന്താ? പൂട്ടുന്നതാണ് ബെറ്റർ. ക്ലിയർ ആണോ? സോ അതാണ് പറഞ്ഞത്. ഹവർ ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദി കോസ്റ്റ് cannot be recovered, the plant should be closed down. അപ്പൊ നമുക്ക് നോക്കാം. സെയിൽസ് എന്ന് പറയുന്നത് 3,000 യൂണിറ്റ്സ് ആണ്. 3,000 into 25, 75,000 സെയിൽസ് വരും. വേരിയബിൾ കോസ്റ്റ് 7 plus 3.5 plus 4, 7 plus 3.5 plus 4 എന്ന് പറയുന്നത് 14.5 ആണ്. 14.5 പ്ലസ് നമുക്ക് എന്തും കൂടെ ഉണ്ട്, ഈ 0.8 കൂടെ ആഡ് ചെയ്യുക, പ്ലസ് 0.8 കൂടെ ആഡ് ചെയ്താൽ 15.3 വരും. സോ വേരിയബിൾ കോസ്റ്റ് 3,000 into 15.3, 45,900. നമ്മുടെ കോൺട്രിബ്യൂഷൻ 29,100 ആണ്. 29,100 കോൺട്രിബ്യൂഷൻ ഇസ് ലെസ് ദാൻ 63,000. സോ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഇൻകർ ചെയ്യും? 1,25,000 ആണ് ഇൻകർ ചെയ്യുന്നത്. നമുക്ക് ലോസ് 95,900 വന്നു. സോ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് ബെറ്റർ. ക്ലിയർ അല്ലേ? നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഇസ് ദി ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഷട്ട് ഡൗൺ പോയിന്റിന്റെ ഇക്വേഷൻ ഇസ് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ഷട്ട് ഡൗൺ കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഇക്വേഷൻ ആലോചിച്ച് വെക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ഷട്ട് ഡൗൺ കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1,25,000. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത് 62,000. ദാറ്റ് ഇസ് അവർ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ് 62,000. സോ 1,25,000 മൈനസ് 62,000 ചെയ്താൽ 63,000 കിട്ടും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 9.7 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ 25 പെർ യൂണിറ്റ് ആണ് സെയിൽസ്, ആൻഡ് ഓൾസോ നമുക്ക് 7 plus 3 plus 4.4 plus 0.8 വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ലെസ് ചെയ്താൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്
9.7 എന്ന് കിട്ടും. Therefore, shutdown point in units എന്ന് പറയുന്നത് 63,000 divided by 9.7, 6,495 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് 25, സോ ഇൻറ്റു 25 ചെയ്താൽ 1,62,371 സെയിൽസ് ആയിട്ടും കിട്ടും. ഓക്കെ, നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 16. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. J Limited produces and sells 3 products A, B and C. It has an available machine hour capacity of 1 lakh hours interchangeable among 3 products. Okay, അപ്പോൾ available machine capacity എന്ന് പറയുന്നത് 1 ലക്ഷം മണിക്കൂറാണ്. Presently, the company produces and sells 18,000 units of A, 12,000 units each of B and 15,000 units of C. The selling price per unit of A, B and C are rupees 30, rupees 40 and rupees 50 respectively. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെല് ചെയ്യുന്നുള്ള യൂണിറ്റ്സും തന്നിട്ടുണ്ട്. വിത്ത് ദിസ് പ്രൈസ് സ്ട്രക്ചർ ആൻഡ് കറന്റ് സെയിൽസ് മിക്സ്, ദ കമ്പനി ഈസ് ഇൻകറിംഗ് എ ലോസ്. അറ്റ് പ്രസന്റ് കമ്പനി ലോസ് ആണ് ഇൻകർ ചെയ്യുന്നത്. The total expenditure excluding fixed cost is rupees 15 lakh. Total expenditure excluding fixed cost 15 lakh ആണ്. The unit cost ratio among the products A, B and C are 5:8:10. Fixed cost per unit is rupees 6. Fixed cost per unit rupees 6 ആണ്. നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്കൊരു ഈ ക്വസ്റ്റിനെ ഡിഫറൻറ്റ് ആക്കുന്നത് ഈ ഒരു ഫാക്ടറാണ്. യൂണിറ്റ് കോസ്റ്റ് റേഷ്യോ 5:8:10 ആണ്. Since the company decides to improve its profitability without changing its cost and price structure, consider the following 3 mixes so as to be within the total available capacity. Calculate the loss from the present mix and profit or loss from each of the proposed mix. Advise the management which mix should be accepted. ഇപ്പോൾ പ്രസന്റ് ഉള്ള മിക്സ് വെച്ച് പോയാൽ നമുക്ക് ലോസ് ആണ് കിട്ടുക. അപ്പോൾ ആ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ 3 മിക്സ് തന്നിട്ടുണ്ട് എ ബി സിയുടെ. ഈ 3 മിക്സിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വന്നേ നോക്കുക, അഡ്വൈസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും അറിയില്ല, ഫിക്സ്ഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് അറിയില്ല, പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 ആണുള്ളത്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് എയിം. അറ്റ് പ്രസന്റ് 18,000, 12,000, 15,000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത് അല്ലേ. 18,000, 12,000 and 15,000. ഇനി നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ഇസ് 45,000 ആണ്. യൂണിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 5:8:10 ആണ്. യൂണിറ്റും കോസ്റ്റും തമ്മിലുള്ള റേഷ്യോ ഇസ് 5:8:10. ഇതിനെ നമുക്ക് 5x, 8x and 10x എന്ന് വിളിക്കാം അല്ലേ. 5:8:10നെ 5x, 8x and 10x എന്ന് വിളിക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ഫിക്സ്ഡ് കോസ്റ്റ്. നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 15 lakh ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 15 lakh ആണ്. പോയിന്റ് മനസ്സിലായോ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 15 ലക്ഷമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ, യൂണിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ യൂണിറ്റും കോസ്റ്റും തമ്മിലുള്ള റേഷ്യോ. റേഷ്യോസ് തന്ന് നമ്മൾ എങ്ങനെ എഴുതാം? 5x:8x:10x എന്ന് എഴുതുന്നു. സോ 18,000 into 5x plus 12,000 into 8x plus 15,000 into 10x ചെയ്താൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് 15 lakh എന്ന് കിട്ടും. ഫൈനലി നമുക്ക് കിട്ടാം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 15 ലക്ഷമായിരിക്കും. ഓക്കെ, സോ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. 18,000 into 5x, 18,000 into 5 എന്ന് പറഞ്ഞാൽ 90,000x ആണ്. 90,000x പ്ലസ് 12,000 into 8 എന്ന് പറഞ്ഞാൽ 96,000x പ്ലസ് 15,000 into 10 എന്ന് പറഞ്ഞാൽ 1,50,000x is equal to 15 lakh.
സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ടോട്ടൽ എടുത്ത് നോക്കാം. ദാറ്റ് ഇസ് 90,000 പ്ലസ് 96,000 പ്ലസ് 1,50,000 ടോട്ടൽ 3,36,000 എക്സ് എന്ന് കിട്ടും. 3,36,000 എക്സ് ഇസ് ഈക്വൽ ടു 15 lakh. Therefore, എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 15 lakh ഡിവൈഡഡ് ബൈ 3,36,000 ആണ്, വിച്ച് ഇസ് 4.464. ഇതേ കണ്ടോ, 4.46 ആണ് വേരിയബിൾ കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? വേരിയബിൾ കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ് നമുക്ക് 4.46 എന്ന് കിട്ടും. നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വെച്ചിട്ടല്ലേ നോക്കിയത്. 4.46 ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ്, അഥവാ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയാം. സോ എക്സ് 4.46 ആണെങ്കിൽ എക്ക് നമ്മൾ എന്താ എഴുതിയത്? 5x ആണ്. സോ എയുടെ വേരിയബിൾ കോസ്റ്റ് 5 into 4.6 ആണ്. ബിക്ക് 8x ആയിരുന്നു. സോ 8 into 4.6 4.46 ആൻഡ് സിക്ക് 10 into 4.46. സോ ഇതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. ഈ വേരിയബിൾ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. എക്ക് 30, 40, 50 ആണ് അവരുടെ സെയിൽസ് വന്നിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30, 40, 50 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എടുക്കാം. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 18,000 into 7.7, 12,000 into 4.32, 15,000 into 5.4. So total will be 2,71,440. 2,71,440 ആണ് നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഈ ടോട്ടൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കണം. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും എന്നാണ് ചോദ്യം. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് ഇവിടെ സെല് ചെയ്യുന്നത് ഇൻ ടോട്ടൽ? 18,000 പ്ലസ് 12,000 പ്ലസ് 15,000. 18,000 പ്ലസ് 12,000 പ്ലസ് 15,000 ചെയ്താൽ 45,000 യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് 6. സോ 45,000 into 6 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് as 2,70,000. 45,000 into 6 ചെയ്താൽ നമുക്ക് 2,70,000 കിട്ടും. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. 18,000 into 7.7, 1,38,600. 12,000 into 4.32, 51,840. 15,000 into 5.4, 81,000. ആഡ് ചെയ്യുമ്പോൾ 1,38,600 പ്ലസ് 51,840 പ്ലസ് 81,000 is equal to 2,71,440. ഇതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ 2,70,000 കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് 1,440 ആണ് കിട്ടുന്നത്. ആക്ച്വലി ഇവരിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ പ്രസന്റ് സിനാറിയോയിൽ നമ്മൾ സെല്ല് ചെയ്താൽ കമ്പനിക്ക് ലോസ് വരും എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. With this price structure and current sales mix, the company is incurring a loss എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്തു തന്നപ്പോൾ ലോസ് ഒന്നും അല്ല, പ്രോഫിറ്റ് ആണ് വന്നത്. പക്ഷെ വളരെ ഒരു ഫീബിൾ, ഒരു ചെറിയ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. 1,440. നമ്മൾ ഈ ബാക്കി 3 മിക്സ് 1, മിക്സ് 2, മിക്സ് 3 നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ഇസഡിന്റെ യൂണിറ്റ്സ് ഉണ്ട്. എക്സ് വൈ ഇസഡ് ആയിരുന്നു, എ ബി സി ആയിരുന്നു. എക്സ് വൈ ഇസഡ് അല്ല, എ ബി സി ആണ്. എ ബി സി ആണ് ഇവിടെ കറക്റ്റ്. എ ബി സി, എ ബി സിയുടെ യൂണിറ്റ്സ് ക്വസ്റ്റ്യൻ നോക്കി എഴുതാം. ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷന് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര തന്നെയുണ്ട്? 2,70,000 ഉണ്ട്. ഈ 2,70,000 ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് 15,480, 1640 ആൻഡ് 46,700 എന്ന് വരും. ഇതിൽ നമ്മൾ 46,700 ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ്. അത് സെലക്ട് ചെയ്യുന്നു. ഈ ടേബിൾ നിങ്ങൾക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാലോ. സിമ്പിൾ അല്ലേ? ആകെ ആ ഒരു വേരിയബിൾ കോസ്റ്റിന്റെ ആ ഒരു ഇക്വലന്റ്, ആ ഒരു റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സിമ്പിൾ ആണ് ചെയ്യാൻ. ആകെ ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ. ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒബ്വിയസ്ലി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ കുറച്ച് കഴിഞ്ഞാൽ ഓരോ മിക്സിന്റെ പ്രോഫിറ്റ് കിട്ടും. സോ അങ്ങനെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം.
സോ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെന്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ടൂൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡ്യൂപോണ്ട് അനാലിസിസ്, EVA, റെസിഡുവൽ വാല്യൂ, പിന്നെ ലേണിംഗ് കർവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് EVA അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ ആഡഡ് എന്താണെന്നാണ്. ഓക്കെ, സോ എക്കണോമിക് വാല്യൂ ആഡഡ് എന്താ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഞാനൊരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. 1 lakh rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു 10% റിട്ടേൺ കിട്ടണം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 10% റിട്ടേൺ കിട്ടണം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 1 lakhന്റെ 10% is 10,000. 10% റിട്ടേൺ, ദാറ്റ് ഇസ് 10,000 rupees റിട്ടേൺ കിട്ടണം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ആ സ്ഥലത്ത് ആക്ച്വലി എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇസ് 50,000. ഓക്കെ, 10,000 എക്സ്പെക്ട് ചെയ്തു, 50,000 പ്രോഫിറ്റ് കിട്ടി. സോ 50,000 മൈനസ് 10,000, 40,000നെയാണ് നമ്മൾ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് എക്സ്പെക്ടഡ് പ്രോഫിറ്റ് ആണ് എക്കണോമിക് വാല്യൂ ആഡഡ്. ക്ലിയർ ആണോ? ഞാനൊരു 10% ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു 10% റിട്ടേൺ എക്സ്പെക്ട് ചെയ്തപ്പോൾ ആക്ച്വലി വന്ന റിട്ടേൺ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ്, ഒരു 50,000 കിട്ടി. സോ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് എക്സ്പെക്ടഡ് പ്രോഫിറ്റ്. ഇനി ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് EVA is equal to no PAT minus capital employed into WACC. ഓക്കെ, നോ പാറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് EBIT. EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. പക്ഷേ ഈ EBITന്ന് ടാക്സും കൂടെ നമ്മൾ കുറയ്ക്കുന്നതിനെയാണ് നോ പാറ്റ് അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. സോ EBIT നോ പാറ്റ് ഇസ് ഈക്വൽ ടു EBIT ആഫ്റ്റർ ടാക്സ്. EBIT ആഫ്റ്റർ ടാക്സ് ആണ് നോ പാറ്റ്. ഇല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ആണ്. മനസ്സിലായോ? സോ നോ പാറ്റ് എന്താന്ന് മനസ്സിലായി. മൈനസ് ഈ എക്സ്പെക്ടഡ് പ്രോഫിറ്റ് ഞാൻ എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്തത്? 1 lakh ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു 10%. അല്ലെ, ഈ 10% എന്താ? നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ FM ഓൾറെഡി പഠിച്ചു. ഈ റിട്ടേൺ നമ്മൾ എന്താ വിളിക്കുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പെക്ടഡ് പ്രോഫിറ്റ്. സോ നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു WACC ആണ് ഇക്വേഷൻ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ EBITനെ ആഫ്റ്റർ ടാക്സിലോട്ട് കൊണ്ടുവരുന്നത്? ബിക്കോസ് ഈ WACC എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആഫ്റ്റർ ടാക്സിലെ കമ്പ്യൂട്ട് ചെയ്യുക. WACC ആഫ്റ്റർ ടാക്സ് ആയതുകൊണ്ടാണ് നമ്മൾ EBITനെയും ആഫ്റ്റർ ടാക്സ് കൊണ്ടുവന്നത്. ക്ലിയർ ആണോ? ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കോളും. ജസ്റ്റ് ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കാം. EVA is equal to no PAT minus capital employed into WACC. So workbookile first illustration. JR Electronics Limited has an investment center that reported operating profit of $40 million. Operating profit $40 million ആണ്. This was after charging $8 million for research and development cost for a new product that is expected to generate profit for 6 years. നമുക്ക് 40 million ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഈ 40 million ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാ കിട്ടിയത്? 8 million നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്ത് കുറച്ചതിന് ശേഷമാണ് ഈ 40 million കിട്ടിയത്. Taxation is paid at a rate of 18% of operating profit. So നമുക്ക് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. The company has a risk adjusted weighted average cost. WACC is 11% per annum and the company is paying interest at 7% per annum on substantial long-term loan. The investment center's non-current asset value is 90 million and the net current assets have a value of 30 million. Okay, നമുക്ക് 90 million 30 million ഉണ്ട്. നമ്മുടെ നോൺ കറന്റ് അസറ്റിന്റെ വാല്യൂ ഇസ് 90 ആൻഡ് നെറ്റ് കറന്റ് അസറ്റിന്റെ വാല്യൂ 30. The replacement cost of non-current asset is estimated at 100 million. Replacement cost of non-current asset എന്ന് പറയുന്നത് 100 million ആണ്. സോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്
the investment centers EVA, economic value add ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് നമുക്ക് നോപാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നോപാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 40 മില്യണിൽ നിന്ന് 8 മില്യൺ നമ്മൾ കുറച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ 8 മില്യൺ ആഡ് ബാക്ക് ചെയ്യാം. 40 മില്യൺ പ്ലസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ 8 മില്യൺ. പിന്നെ എന്ത് വേണം നമ്മൾ കുറയ്ക്കാൻ? ഈ 8 മില്യൺ നമ്മൾ യൂസ് ചെയ്യുന്നത് 6 ഇയേഴ്സിലോട്ടായിരിക്കും. സോ ഓരോ വർഷം ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സോ 8 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞത് 1.33 ആണ്. സോ 1.33 മാത്രമേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കാണിക്കാൻ പാടുള്ളൂ. സോ ഈ 40 മില്യൺ പ്ലസ് 8 ലെസ് 1.33 നമ്മൾ ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പോഴാണ് നമുക്ക് EBIT കിട്ടുന്നത്. 40 പ്ലസ് 8 മൈനസ് 1.33 ചെയ്താൽ 46.67 കിട്ടും. ദിസ് ഇസ് അവർ EBIT. പക്ഷെ നോപാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ്. നമ്മുടെ ടാക്സ് റേറ്റ് 18% ആണ്. ദാറ്റ് ഇസ് 0.18. സോ EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്താൽ നോപാറ്റ് കിട്ടും എന്നല്ലേ പറഞ്ഞത്? സോ 1 മൈനസ് 0.18. 1 minus 0.18 is 0.82 into 46.67, that is 38.27 കിട്ടും. മനസ്സിലായോ? 46.67 into 1 minus tax rate is 18%. So 1 minus 0.18 ചെയ്തു. So no patch 38.27 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ എയിം ഇസ് WACC into capital employed കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. WACC 11% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് നോൺ കറന്റ് അസറ്റ് ആണ്. നോൺ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ 90 മില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് നോൺ കറന്റ് അസറ്റ് വാല്യൂ. പക്ഷേ അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് 100 തന്നിട്ടുണ്ട്. സോ ഈ 100 റീപ്ലേസ്മെന്റ് കോസ്റ്റ് വേണം നമ്മൾ എടുക്കാൻ. പ്ലസ് നമ്മുടെ നെറ്റ് അസറ്റിന്റെ വാല്യൂ എത്രയും കൂടെ തന്നിട്ടുണ്ട്? 30 മില്യൺ തന്നിട്ടുണ്ട്. സോ 100 പ്ലസ് 30 130 ഉണ്ട്. അതിന്റെ കൂടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ എമൗണ്ടും, സോ കറന്റ് അസറ്റും നെറ്റ് അസറ്റും എല്ലാം കൂടെ കൂട്ടി, നോൺ കറന്റ് അസറ്റും നെറ്റ് അസറ്റും എല്ലാം കൂടെ കൂട്ടി 130 ഉണ്ട്. അത് കൂടാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് അറ്റ് പ്രസന്റ് ഇപ്പൊ എത്രയാണ്? ഇനിഷ്യലി നമ്മളൊരു 8 മില്യൺ സ്പെൻഡ് ചെയ്തു. അതിൽ നിന്ന് 1.33 ഈ വർഷം നമ്മൾ ചാർജ് ചെയ്തു. സോ ബാലൻസ് എത്രയാണുള്ളത്? 6.67 ആണ് അല്ലെ? നമ്മുടെ ക്ലോസിംഗിൽ ഇപ്പൊ ബാലൻസ് എത്രയുള്ളത്? 6.67 ആണ്. ഇത്രയും കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടുക. ദാറ്റ് ഇസ് 130 പ്ലസ് 6.67 ഇസ് 136.67. സോ 136.67ന്റെ 11% ആണ് നമ്മുടെ ക്യാപിറ്റൽ ചാർജ്. ദാറ്റ് ഇസ് 15.03. നമ്മുടെ നോപാറ്റ് 38.27 ആണ്. സോ 38.27 മൈനസ് 15.03 ചെയ്താൽ EVA is 23.24. ക്ലിയർ ആണോ? എക്കണോമിക് വാല്യൂ ആഡ് കിട്ടി. നെക്സ്റ്റ് ഇലസ്ട്രേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 5. The income statement and balance sheet of Beta Company Limited is given below. Sales 5,500, interest on investment ഉണ്ട്, profit on sale of old asset ഉണ്ട്, total income കുറെ കാര്യങ്ങൾ ലെസ് ചെയ്തു. ഫൈനലി നമുക്ക് EBIT 2070 ഉണ്ട്, ഇൻട്രസ്റ്റ് 220, EBT കിട്ടി, ടാക്സ് കുറച്ചു, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, EPS, PE റേഷ്യോ. ഓക്കെ, PE റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. ഇതൊക്കെ നമ്മൾ FM പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. Cost of equity and cost of debt is 15% and 9% respectively. The company pays 30% corporate tax. From the information given, you are required to calculate the EVA. Also calculate MVA on the basis of market value of equity capital. So EVA ആദ്യമേ കമ്പ്യൂട്ട് ചെയ്യാം. EVA കമ്പ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ എന്താ? NOPAT minus WACC into capital employed. So first നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് NOPAT നോക്കാം. NOPAT എന്ന് പറയുമ്പോൾ EBIT മൈനസ് ടാക്സ് ആണ്. EBIT is 2070. ഓക്കെ, EBIT into 1 minus tax ചെയ്താൽ പോരെ? That is 2070 into tax rate is 30%. So 1 minus 0.3 is 0.7. 2070 into 0.7 is 1449 ആണ് NOPAT വരാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നമ്മുടെ കമ്പ്യൂട്ടേഷൻ ആണ് WACC. WACC കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, എന്തൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എന്ന് നോക്കാം.
ഫസ്റ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്, ടേം ലോൺ ഉണ്ട്. ഇത് മൂന്നുമാണ് വന്നിരിക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആൻഡ് ടേം ലോൺ. എമൗണ്ട് ഓൾസോ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിന്റെ എമൗണ്ട് 600 ആണ്, റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ എമൗണ്ട് 500 ആണ്, ടേം ലോണിന്റെ എമൗണ്ട് 700 ആണ്. നമ്മൾ 600 പ്ലസ് 500 പ്ലസ് 700 എടുത്താൽ ടോട്ടൽ വിൽ ബി 600 പ്ലസ് 500 പ്ലസ് 700 ടോട്ടൽ 1800 വരും. സോ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ 600 ഡിവൈഡഡ് ബൈ 1800 ഇസ് 0.33. നമുക്കിവിടെ 0.33 എന്ന് എഴുതാം കേട്ടോ. 0.33. നെക്സ്റ്റ് വൺ ഇസ് 500 ഡിവൈഡഡ് ബൈ 700 ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് as 500 ഡിവൈഡഡ് ബൈ 1800 ചെയ്താൽ 0.278 എന്ന് വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് 700 ഡിവൈഡഡ് ബൈ 1800 ചെയ്താൽ 0.3889 എന്ന് വരും. ഓക്കെ, സോ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് KD കമ്പ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ടേം ലോണിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് 15% ആൻഡ് 9% എന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ 9 ആണ് നമ്മൾ എടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ്. 9 into 1 minus tax. ടാക്സ് റേറ്റ് എത്രയാണ്? 0.3 ആണ്. സോ 9 into 0.7 യു വിൽ ഗെറ്റ് ഇറ്റ് as 6.3 ആണ് നമ്മുടെ KD എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ KD നമുക്ക് 6.3 എന്ന് കിട്ടി. ദെൻ KE യെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി is 15%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15% ആണ്. ദാറ്റ് ഇസ് 15%. KE is equal to KR. സോ കോസ്റ്റ് ഇക്വിറ്റിയുടെയും റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെയും വൺ ആൻഡ് ദ സെയിം ആണ്. സോ ഇക്വിറ്റി 0.15 ആണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സും എത്ര തന്നെയാണ്? 0.15 ആണ്. സോ എല്ലാ കോസ്റ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി പ്രൊപ്പോർഷനിന്റെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 0.33 into 15 ചെയ്താൽ യു വിൽ ഗെറ്റ് 5%. 0.2778 into 15 ചെയ്താൽ 4.167 കിട്ടും. 0.3889 into 6.3 ചെയ്താൽ 2.45 കിട്ടും. WACC ഇൻഡിവിജ്വൽ കിട്ടി. ഇതിന്റെ ടോട്ടൽ എടുത്താൽ മതി. സോ ടോട്ടൽ 5 പ്ലസ് 4.167 പ്ലസ് 2.45 is equal to 11.617 ആണ്. ഓക്കെ, 11.617 ആണ് നമുക്ക് WACC കിട്ടുന്നത്. WACC 11.617 കിട്ടി. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇസ് 1800. സോ നോ പാറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 1449 മൈനസ് 1800 ഇൻറ്റു 11.617%. That is 209.106 എന്ന് കിട്ടും. 209.106. So 1449 minus 209.106 is 1239.89. ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആഡഡ് ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് ബുക്ക് വാല്യൂ ഓഫ് നെറ്റ്വർത്ത് ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പ്യൂട്ട് ചെയ്യാം? ബുക്ക് വാല്യൂ നമുക്ക് ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിന്റെ 6000 പ്ലസ് 600 പ്ലസ് 500 1100 ആണ്. ഓക്കെ, ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 600 പ്ലസ് 500 റീറ്റെയിൻഡ് ഏർണിംഗ്സോടെ കൺസിഡർ ചെയ്യാം. സോ 1100 എന്ന് കിട്ടും. മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു MPS ആണ് വേണ്ടത്. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു MPS ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ PE റേഷ്യോ തന്നിട്ടുണ്ട്. PE റേഷ്യോ 3.3 rupees ആണ് PE റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ PE റേഷ്യോ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? MPS by EPS is equal to 3. ഇതാണ് PE റേഷ്യോ. അപ്പൊ ഒന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അല്ലെങ്കിൽ ഏർണിംഗ്സ് പെർ ഷെയർ നമുക്ക് ഉണ്ടാവണം. EPS പറയുന്നത് 25.9 ആണ്. EPS എന്ന് പറയുന്നത് 25.9 ആണ്. EPS 25.9 ആണെങ്കിൽ
MPS എന്ന് പറയുന്നത് 3 into 25.9 അല്ലേ? MPS is equal to 3 into 25.9, that is 77.7 എന്നുള്ളത് നമുക്ക് MPS കിട്ടി. നമ്പർ ഓഫ് ഷെയർസ് 600 divided by 10 ചെയ്താൽ 60 എന്ന് കിട്ടും നമ്പർ ഓഫ് ഷെയർസ്. സോ 60 into 77.7 ചെയ്താൽ 4662 കിട്ടും. The difference between market capitalization and book value 4662 minus 1100 3562 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എന്താണ് MVA എന്ന് പറയുന്നത്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് ബുക്ക് വാല്യൂ ഓഫ് നെറ്റ്വർത്ത്. ബുക്ക് വാല്യൂ ഓൾറെഡി നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് 600 plus 500. ഇനി മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് 600 by 10 60 ആണെന്നുള്ളത് അറിയാം. MPS കമ്പ്യൂട്ട് ചെയ്യണം. MPS കമ്പ്യൂട്ട് ചെയ്യാൻ EPSും PE റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ MPS നമുക്ക് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇലസ്ട്രേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 6. Compute EVA of RPCL Limited for 3 years from the information given. Average capital employed 3,200, 3,800, 4,500 ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്. ആവറേജ് ഡെറ്റ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ബീറ്റ വേരിയന്റ് ഉണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ട്, ഇക്വിറ്റി റിസ്ക് പ്രീമിയം ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡെറ്റ് പോസ്റ്റ് ടാക്സ് ഉണ്ട്. ഈ ബീറ്റ വേരിയന്റ്, റിസ്ക് ഫ്രീ റേറ്റ്, ഇക്വിറ്റി റിസ്ക് പ്രീമിയം എന്തിനായിരിക്കും നമുക്ക് തന്നത്? KE കമ്പ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം FM-ന്റെ ഒരു മാരത്തൺ സെഷനും കഴിഞ്ഞു. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ FM പഠിച്ചു കഴിഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. സോ നമുക്ക് EVA is equal to NOPAT minus WACC into capital employed എന്നറിയാം. സോ ഓരോ സിറ്റുവേഷനിലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ എയിം ഇസ് NOPAT കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 900 ആണ്. ഓക്കെ, EBIT ആണ് നമുക്ക് 900 തന്നിട്ടുള്ളത്. സോ ഈ EBITന്ന് ടാക്സ് കുറയ്ക്കണം. ടാക്സിനെ പറ്റി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 90 എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. സോ 900 മൈനസ് 90 ചെയ്താൽ 810 കിട്ടും. ഇവിടെ 1300 മൈനസ് 100 ചെയ്താൽ 1200 കിട്ടും. 1750 മൈനസ് 130 ചെയ്താൽ 1620 കിട്ടും. ക്ലിയർ അല്ലേ? നോപാറ്റ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് എയിം ഇസ് ടു ഫൈൻഡ് ഔട്ട് WACC. WACC എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് KE കമ്പ്യൂട്ട് ചെയ്യാം. KE കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് WACC ഫോർ ഇക്വിറ്റി. ഓക്കെ, നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് KE കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ആണ്. ഫസ്റ്റ് സിറ്റുവേഷൻ റിസ്ക് ഫ്രീ റേറ്റ് 10 ആണ്. RF പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1.15 ആണ്. RM മൈനസ് RFനെയാണ് നമ്മൾ റിസ്ക് പ്രീമിയം 12 എന്ന് പറയുന്നത്. സോ 10 പ്ലസ് 1.15 ഇൻറ്റു 12 ചെയ്താൽ 23.8% കിട്ടും. അടുത്ത കേസിൽ നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ, എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25% ആൻഡ് 26.2% കിട്ടും. 25% ആൻഡ് 26.2% കിട്ടും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ആവറേജ് ഡെറ്റ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ഡെറ്റ് പോർഷൻ എന്ന് പറയുന്നത് 45%, 40%, 15% ആണ്. സോ ബാക്കി വരുന്ന പോർഷൻ അല്ലേ ഇക്വിറ്റി. മനസ്സിലായില്ലേ? ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡെറ്റ് പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ റിമൈനിങ് പോർഷൻ ആയിരിക്കും ഇക്വിറ്റി ഏരിയ. സോ 45% ഡെറ്റ് ആണെങ്കിൽ ബാക്കി വരുന്ന 55 ആണ് ഇക്വിറ്റി. അതുപോലെ ഇവിടെ 40% ഡെറ്റ് ആണെങ്കിൽ ബാക്കി വരുന്ന 60% ഇക്വിറ്റി ആയിരിക്കും. ഇവിടെ 15% ഡെറ്റ് ആണെങ്കിൽ ബാക്കി വരുന്ന 85% ഇക്വിറ്റി ആയിരിക്കും. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലേ? രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 0.55 ഇൻറ്റു 23.8 ചെയ്താൽ 13.09 കിട്ടും. അടുത്ത കേസിൽ 0.6 ഇൻറ്റു 25 ചെയ്താൽ 15% കിട്ടും. 0.85 ഇൻറ്റു 26.2 ചെയ്താൽ 22.27 കിട്ടും. ക്ലിയർ അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് KD നോക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
കോസ്റ്റ് ഓഫ് ഡെറ്റിനെ പറ്റി ഇവിടെ എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ്സ് വല്ലതും തന്നിട്ടുണ്ട്? അത് യെസ്, ഡയറക്ട്ലി തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് 18, 18, 19 ആണെന്ന്. 18, 18, 19 ആൻഡ് ഓൾസോ ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 45, 40, 50. സോ 45, 40, 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.1, 7.2, 2.85 എന്ന് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ 8.1 പ്ലസ് 13.09 ആണ് WACC 21.19 കിട്ടുന്നത്. ഇവിടെ 7.2 പ്ലസ് 15 ചെയ്യുമ്പോൾ 22.2 കിട്ടും. 2.85 പ്ലസ് 22.27 ചെയ്താൽ 25.12 കിട്ടും. ഓരോ സിനാരിയോയിലും നമുക്ക് നോ പാറ്റും കിട്ടി, WACC കിട്ടി. അപ്പൊ ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടല്ലോ. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 3,200, 3,800, 4,500. നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. EVA നിങ്ങൾക്ക് തന്നെത്താനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. ഇക്വേഷൻ അറിയാൻ വേണ്ടുന്ന ഡീറ്റെയിൽസ് ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മൾ EVAയുടെ കാൽക്കുലേഷന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ദാറ്റ് ഇസ് ഇലസ്ട്രേഷൻ 10. The following information is given for 3 companies that are identical except for 3 capital structure. Of their capital structure, 3 കമ്പനികളുടെ വൈറ്റ്, ഗ്രീൻ ആൻഡ് യെല്ലോ. അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ഡെറ്റ് അസറ്റ് റേഷ്യോ, ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്, pre-tax cost of debt, cost of equity and operating income. Net income also തന്നിട്ടുണ്ട്. Then tax is uniform 35% in all cases. Tax rate തന്നിട്ടുണ്ട്. So first question, compute the weighted average cost of capital. WACC നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? WD into KD plus WE into KE. മനസ്സിലായോ? WD into KD plus WE into KE ആണ് ചെയ്യേണ്ടത്. Weight of debt, നമുക്ക് ഡെറ്റ് അസറ്റ് റേഷ്യോ 0.8 എന്ന് തന്നിട്ടുണ്ട് വൈറ്റിന്റെ കേസിൽ. സോ ഡയറക്റ്റ്ലി അത് എഴുതിയാൽ പോരെ. നമ്മുടെ അസറ്റിന്റെ 0.8 ആണ് ഡെറ്റ് പോർഷൻ. സോ 0.8, 0.5, 0.2 വെയിറ്റ് ഓഫ് ഡെറ്റ് എഴുതുക. ഇനി KD കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രീ ടാക്സ് ആണ്. ഇതിനെ നമ്മൾ ആഫ്റ്റർ ടാക്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ 16% ഇൻറ്റു ടാക്സ് റേറ്റ് ഇസ് 0.35. സോ 16 ഇൻറ്റു 1 മൈനസ് 0.35 ചെയ്താൽ 10.4 കിട്ടും. അടുത്തതിൽ 13 ഇൻറ്റു 0.65 ചെയ്താൽ 8.45 കിട്ടും. നെക്സ്റ്റ് 15 ഇൻറ്റു 0.65 ചെയ്താൽ 9.75 കിട്ടും. നെക്സ്റ്റ് ഇസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, WE എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? 0.8 ആണ് വെയിറ്റ് ഓഫ് ഡെറ്റ് എങ്കിൽ റിമൈനിങ് വരുന്ന 0.2 അല്ലേ വെയിറ്റ് ഓഫ് ഇക്വിറ്റി. അതുപോലെ ഗ്രീൻ ഓൾസോ 0.5 ആണ് വെയിറ്റ് ഓഫ് ഡെറ്റ് എങ്കിൽ റിമൈനിങ് 0.5 ആണ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി. ആൻഡ് 0.2 ആണ് വെയിറ്റ് ഓഫ് ഡെറ്റ് എങ്കിൽ 0.8 ആണ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 26%, 22% ആൻഡ് 20%. 26, 22 ഇവിടെ 30 എന്നാണ് എഴുതിയേക്കുന്നത്. അത് 20 ആയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. 26, 22 ആൻഡ് 20. WD, KD, WE, KE കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് WACC കമ്പ്യൂട്ട് ചെയ്തൂടെ? 0.8 ഇൻറ്റു 10.4 പ്ലസ് 0.2 ഇൻറ്റു 26 ആണ് 13.52. അതുപോലെ 0.5 ഇൻറ്റു 8.45 പ്ലസ് 0.5 ഇൻറ്റു 22 ആണ് 15.225. 0.2 ഇൻറ്റു 9.75 പ്ലസ് 0.8 ഇൻറ്റു 20 ആണ് 17.95. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, compute the economic value added for each capital. So WACC കിട്ടി. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ 1 lakh, 1 lakh, 1 lakh എന്ന് തന്നിട്ടുണ്ട്. സോ WACCയും ഇൻവെസ്റ്റഡ് ക്യാപിറ്റലും കിട്ടിയെങ്കിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു. നമുക്ക് നോ പാറ്റും കൂടെ കമ്പ്യൂട്ട് ചെയ്യണം. EBIT ഓപ്പറേറ്റിംഗ് ഇൻകം 25,000 ആണ് തന്നിട്ടുണ്ട്. EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ നോ പാറ്റ് കിട്ടില്ലേ? സോ 25,000 ഇൻറ്റു 0.65. 25,000 ഇൻറ്റു 0.65 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.35 ആണ്. 25,000 ഇൻറ്റു 0.65 ചെയ്താൽ 16,250 കിട്ടും. എല്ലാ കേസിലും നമുക്ക് EBIT 25,000 ആണ്. സോ എല്ലാ കേസിലും നോ പാറ്റ് എന്ന് പറയുന്നത് 16,250 തന്നെയാണ്. ഓക്കെ, അപ്പൊ നോ പാറ്റും കിട്ടി, WACC ഉണ്ട്, ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഉണ്ട്. സോ നിങ്ങൾക്ക് തന്നെ EVA കമ്പ്യൂട്ട് ചെയ്തൂടെ? വൈറ്റിന് 2,730 ആണ്, ഗ്രീന് 1,025 ആണ് ആൻഡ് യെല്ലോയ്ക്ക് 1,700 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, based on the EVA, which company should be considered for best investment? EVA ഏത് കമ്പനിക്കാണോ കൂടുതൽ അതായിരിക്കും ബെസ്റ്റ് കമ്പനി. സോ വൈറ്റിന് 2,730 ആണ്. കമ്പാരിറ്റീവ്ലി ബാക്കി രണ്ടിനേക്കാൾ EVA കൂടുതൽ വൈറ്റിനാണ്. സോ വൈറ്റ് ആണ് ബെസ്റ്റ് കമ്പനി. ആൻഡ് അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ്,
If the industry PE ratio is 11 times, estimate the price for share of each company. ഇൻഡസ്ട്രിയുടെ PE റേഷ്യോ 11 ടൈംസ് ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് MPS ആണ്. സോ PE റേഷ്യോ എന്താന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിലേ ഞാൻ പറഞ്ഞു. EPS ബൈ MPS നെയാണ് നമ്മൾ PE റേഷ്യോ എന്ന് പറയുന്നത്. സോ EPS കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ EPS ഇൻറ്റു PE റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MPS കിട്ടില്ലേ? സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. PE റേഷ്യോ ഇസ് MPS ബൈ EPS ആട്ടോ. MPS ബൈ EPS. EPS കമ്പ്യൂട്ട് ചെയ്താൽ EPS ഇൻറ്റു PE റേഷ്യോ ആണ് MPS. സോ എങ്ങനെ EPS കമ്പ്യൂട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് നെറ്റ് ഇൻകം 8,970, 12,350 and 14,950 എന്നുണ്ട്. സോ 8,970 divided by outstanding shares. EPS is equal to earnings divided by number of shares. Earnings divided by number of shares ആണ് EPS. നമ്മുടെ number of shares വൈറ്റിന് 6,100, ഗ്രീൻ 8,300 and യെല്ലോയ്ക്ക് 10,000 ഉണ്ട്. സോ 8,970 divided by 6,100 ചെയ്യാം. അടുത്തതിന് 12,350 divided by 8,300 ചെയ്യാം. നെക്സ്റ്റ് കേസിൽ 14,950 divided by 10,000 ചെയ്യാം. സോ നമുക്ക് EPS 1.47, 1.49 and 1.50 എന്ന് കിട്ടും. EPS കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യം ഈസി ആയില്ലേ? EPS കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ EPS ഇൻറ്റു PE റേഷ്യോ ചെയ്യാം, നമുക്ക് MPS കിട്ടും. സോ 1.47 ഇൻറ്റു 11 ചെയ്താൽ 1.47 ഇൻറ്റു 11 ചെയ്താൽ 16.17 പ്രൈസ് കിട്ടും. അതുപോലെ 1.49 ഇൻറ്റു 11 ചെയ്താൽ 16.39 കിട്ടും. 1.5 ഇൻറ്റു 11 ചെയ്താൽ 16.5 കിട്ടും. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഓൾസോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് calculate the estimated market capitalization for each of the company. Estimated market capitalization for each of the company ആണ് പറയുന്നത്. So market capitalization for each of the company. Market capitalization എന്ന് പറഞ്ഞാൽ എന്താ? Number of shares into market price per share. Number of shares ഇവിടെ 6,100 ഉണ്ട്. Market price per share നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. That is market capitalization is number of shares into MPS. So first കേസിൽ 6,100 into 16.17, 98,637 കിട്ടും. ഇനി ഗ്രീനിന് 8,300 into 16.39 is equal to 1,36,037 എന്ന് കിട്ടും. ആൻഡ് യെല്ലോയ്ക്ക് 10,000 into 16.5 is equal to 1,65,000 കിട്ടും. ഫൈനലി ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ EVA എന്താ നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ നോക്കുന്നതാണ് റെസിഡുവൽ ഇൻകം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് റെസിഡുവൽ ഇൻകം. റെസിഡുവൽ ഇൻകം എന്ന് പറഞ്ഞ ഒന്നുമില്ല. റെസിഡുവൽ ഇൻകത്തിനെ ഒന്നും കൂടെ മോഡേണൈസ് ചെയ്തു, ഒന്നും കൂടെ ബെറ്റർ വേർഷൻ ആക്കിയതാണ് EVA. ഓക്കെ, EVA എന്ന് പറയുന്നത് റെസിഡുവൽ ഇൻകത്തിന്റെ ബെറ്റർ വേർഷൻ ആണ്. നമ്മൾ EVA കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നോ പാറ്റേൺ എടുത്തത്, ടാക്സ് റേറ്റും കൂടെ കൺസിഡർ ചെയ്തു അല്ലെ. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് എടുത്തത്. ഇവിടെ നമ്മൾ ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യില്ല. ഓക്കെ, റെസിഡുവൽ ഇൻകത്തില് ടാക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ EVA ഇസ് എ ബെറ്റർ വേർഷൻ ഓഫ് റെസിഡുവൽ ഇൻകം. അവിടെ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു. രണ്ടും EVAയും റെസിഡുവൽ ഇൻകവും നമ്മൾ യൂസ് ചെയ്യുന്നത് എക്കണോമിക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. സോ ഇക്വേഷൻ വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായോ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് റെസിഡുവൽ ഇൻകം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഡയറക്ട്ലി നമുക്ക് പ്രോബ്ലംസിലോട്ട് തന്നെ പോവാം. സോ പ്രോബ്ലം illustration number 2 ചെയ്യാം. A division with capital employed $500,000 currently earns a return on investment of 18%. Okay, അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ 18%. It can make an additional investment of 75,000 for a 5-year life with nil residual value. The average net profit from the investment would be 15,000. Average net profit from the investment would be
15,000 after depreciation. The division's cost of capital is 12%. So നമുക്ക് ചെയ്ത് നോക്കാം. ഡിവിഷന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണ് പറയുന്നുണ്ട്. So what are the residual income before and after investment? ബിഫോറും ആഫ്റ്റർ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ റെസിഡുവൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 18%. ഓക്കെ, ദാറ്റ് ഇസ് 5 ലക്ഷത്തിന്റെ 18 നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 18% ആണ് റിട്ടേൺ. സോ 5 lakhന്റെ 18% ആണ് നമ്മുടെ പ്രോഫിറ്റ്, ദാറ്റ് ഇസ് 90,000. ആൻഡ് ആഫ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 5 lakh ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ കൂടെ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് 75,000 വരെയാണ്. സോ 5,75,000. സോ 5,75,000 into 18% is 103,500 കേട്ടോ. ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 1,03,500 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന എന്താ? പ്രോഫിറ്റ് മൈനസ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണ്. സോ 5 lakh into 12%. Average investment into cost of capital. So 5 lakh into 12% is 60,000. 5,75,000 into 12% is 69,000. Clear ആണോ? സോ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് റെസിഡുവൽ ഇൻകം കിട്ടും. 90,000 minus 60,000 30,000 and 103,500 minus 69,000 ചെയ്ത് കഴിഞ്ഞാൽ we get 34,500. കഴിഞ്ഞു. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The Surya Limited is segmented into 2 divisions, finance and marketing. The company is evaluating the performance of both divisions. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഡിവിഷണൽ പെർഫോമൻസിന്റെ മെഷർമെന്റ് യൂസ് ചെയ്യാൻ. ഓരോ ഡിവിഷൻ ഉണ്ട്, ആ ഡിവിഷൻസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടൂളാണ് ഈ ROI, റെസിഡുവൽ ഇൻകം, EVA എന്നൊക്കെ പറയുന്നത്. Based on return on investment and residual income. The selected financial data for both divisions are as follows. നമ്മൾ ROIയും കമ്പ്യൂട്ട് ചെയ്യണം, റെസിഡുവൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. സോ ROI ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് 18% ആണ്, മാർക്കറ്റിംഗിന് 22% ആണ്. ഇൻകം എന്ന് പറയുന്നത് 18 ലക്ഷം 13,20,000. ഇൻവെസ്റ്റ്മെന്റ് ബേസ് 10,60,00,000. ഓക്കെ, ക്യാപിറ്റൽ ചാർജ് 15%, 15 lakhും 9 lakhും ഉണ്ട്. ക്യാപിറ്റൽ ചാർജ് 10%, 10 lakhും 6 lakhും ഉണ്ട്. കാൽക്കുലേറ്റ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ബോത്ത് ഡിവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷെ ഇവർ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഒന്നും കൂടെ കമ്പ്യൂട്ട് ചെയ്ത് കാണിക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഇസ് EBIT ബൈ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ EBIT is 18 lakh, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബേസിസ് 10 crore. ഓക്കെ, 10 ലക്ഷം അല്ല, സോറി 1 crore ആട്ടോ. 1 crore. മാത്സിൽ കുറച്ച് വീക്കാണ്, നമ്പർ ഒന്നും വായിക്കാൻ അറിയില്ല. ഓക്കെ, 18 lakh ഡിവൈഡഡ് ബൈ 1 crore ചെയ്യുമ്പോൾ 18% കിട്ടും. ആൻഡ് ഇവിടെ 13,20,000 ആണ് EBIT, ഡിവൈഡഡ് ബൈ 60 lakh ചെയ്യുമ്പോൾ 22% കിട്ടും. സോ ROI കമ്പ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് calculate residual income for both division at 15% and 10% capital charge rate. Okay, 15% cost of capital 10% cost of capital കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് 15% കമ്പ്യൂട്ട് ചെയ്യാം. സോ EBIT minus cost of capital into investment. EBIT is 18 lakh for the first case minus 15% into investment base. So നമുക്ക് എന്ത് കിട്ടും? 18 lakh മൈനസ് 15 lakh 3 lakh എന്ന് കിട്ടും. ഇനി സെക്കൻഡ് മാർക്കറ്റിംഗിലാണെങ്കിൽ നമ്മുടെ EBIT is 13,20,000, ഇൻവെസ്റ്റ്മെന്റ് ബേസ് 60 lakh ആണ്. സോ 15% of 60 lakh 9 lakh വരും. 13,20,000 മൈനസ് 9 lakh ചെയ്താൽ 4,20,000 ആയി. ഇനി കാൽക്കുലേഷൻ ഓഫ് റെസിഡുവൽ ഇൻകം അറ്റ് 10% ക്യാപിറ്റൽ ചാർജ്. റെസിഡുവൽ ഇൻകം ഇസ് ഈക്വൽ ടു 18 lakh മൈനസ് 10% into 1 crore, finally 8 lakh കിട്ടും. 13,20,000 minus 10% into 60 lakh 7,20,000 വരും. ക്ലിയർ ആണോ? ഫൈനലി എന്താ പറയുന്നത്? ഇന്റർപ്രറ്റ് ദ റിസൾട്ട്സ് ആൻഡ് ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് 2 divisions. 2 ഡിവിഷൻസിന്റെ
പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും, റിസൾട്ട് നോക്കുക എവിടെയാണോ ഗ്രേറ്റർ. റെസിഡ്വൽ ഇൻകം പോസിറ്റീവ് ആവുന്നതാണ് എപ്പോഴും ബെറ്റർ. അതുപോലെ തന്നെ ROAയും കൂടുന്നത് എവിടെയാണോ അതായിരിക്കും ബെറ്റർ. സോ ഈ ഇന്റർപ്രിട്ടേഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇലസ്ട്രേഷൻ 4. Division A of PQR Company Limited has currently a net income of rupees 5 lakh per annum generated from an investment of 25 lakh. The company requires a minimum return of 14%. A new project is being considered by division manager of A, which will entail an investment of 3 lakh and will yield an annual net income of 45,000. Evaluate the project using ROI and residual income. Okay, ഫസ്റ്റ് നമുക്ക് ROI കമ്പ്യൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് റെസിഡ്വൽ ഇൻകം ചെയ്യാം. സോ എക്സിസ്റ്റിംഗ് കേസിലും ചെയ്യണം, ഓൺ അക്സെപ്റ്റൻസ് ഓഫ് ദി പ്രോജക്റ്റും ചെയ്യാം. സോ എക്സിസ്റ്റിംഗ് കേസിൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 5 lakh ആണ്, ഇൻവെസ്റ്റ്മെന്റ് 25 lakh ആണ്. സോ ROI is equal to 5 lakh divided by 25 lakh into 100, 20% വരും. ഓൺ അക്സെപ്റ്റൻസ് ഓഫ് ദി പ്രോജക്റ്റ് ആകുമ്പോൾ നെറ്റ് ഇൻകം എത്രയായി ചേഞ്ച് ചെയ്യും? നമ്മുടെ പ്രോഫിറ്റ് 45,000 കൂടി. സോ ഓൾറെഡി നമുക്ക് 5 lakh ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 45,000 കൂടിയപ്പോൾ 5,45,000 ആയി. ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യലി 25 lakh ആയിരുന്നു, അതിന്റെ കൂടെ ഒരു 3 ലക്ഷം കൂടെ ആഡ് ചെയ്ത് 28 lakh ആയി. സോ 5,45,000 ഡിവൈഡഡ് ബൈ 28 lakh into 100 is 19.46%. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 20% 19.46% ആയിട്ട് കുറഞ്ഞു. The project may be discarded as XYZ Limited's ROE falls from 20% to 19.46%. നമ്മൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ROI കുറയും. സോ അക്സെപ്റ്റ് ചെയ്യരുത്. ഓൺ ദി ബേസിസ് ഓഫ് ROI ആ പ്രോജക്റ്റ് റിജക്ട് ചെയ്യാനാണ് പറയുന്നത്. രണ്ടാമത് റെസിഡ്വൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. റെസിഡ്വൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നെറ്റ് ഇൻകം ഉണ്ട് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മിനിമം റിട്ടേൺ. ഞാൻ ഓൾറെഡി FM-ന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഓൾസോ നോൺ ആസ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 14%. ആൻഡ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 25 lakh ആണ്. 25 lakhന്റെ 14% is 3,50,000. 5 lakh minus 3,50,000 is 1,50,000 and 28 lakhന്റെ 14%, 28 lakhന്റെ 14% is 3,92,000. That is 5,45,000 minus 3,92,000, 1,53,000 ആണ് നമ്മുടെ റെസിഡ്വൽ ഇൻകം. The project may be accepted as the residual income has increased by 3,000. റെസിഡ്വൽ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ 1,50,000 നിന്ന് 1,53,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 3,000 ഇൻക്രീസ് ആണ് വന്നത്. സോ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഓൾസോ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂപോണ്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഈ ഡ്യൂപോണ്ട് അനാലിസിസ് ആക്ച്വലി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല, വർക്ക് ബുക്കിലും ക്വസ്റ്റ്യൻസ് ഇല്ല ഡ്യൂപോണ്ട് അനാലിസിസിനെ ബേസ് ചെയ്ത്. ഞാൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഡ്യൂപോണ്ട് അനാലിസിസിൽ പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണ്? റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ബൈ ഇക്വിറ്റി ഇൻറ്റു 100 ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പൊ ഏത് കമ്പനിക്കാണോ കൂടുതൽ ROE ആ കമ്പനി ആയിരിക്കും ബെറ്റർ, അല്ലെ? ഏത് കമ്പനിക്കാണോ കൂടുതൽ ROE ആ കമ്പനി ആയിരിക്കും ബെറ്റർ. അപ്പൊ A എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, B എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. Aക്ക് 20%ഉം Bക്ക് 30%ഉം ആണ് ROE എങ്കിൽ ROE കൂടുതലുള്ള B ആയിരിക്കും ബെറ്റർ കമ്പനി. പക്ഷേ ഡ്യൂപോണ്ട് പറയുന്നത് ഇപ്പൊ ROE കൂടിയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അതിൽ കുറച്ചും കൂടെ ചില എലമെന്റ്സുകൾ ഉണ്ട്, കുറച്ചും കൂടെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെയും കൂടെ ബേസിസിൽ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. സോ ഡ്യൂപോണ്ട് പറയുന്നത് ROE is equal to നെറ്റ് പ്രോഫിറ്റ് മാർജിൻ into asset turnover into equity multiplier. ഇങ്ങനെ 3 ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ടോട്ടൽ ROE കൂടിയിട്ട് കാര്യമില്ല, ROE കൂടുതലാണെങ്കിൽ പോലും ആ കമ്പനി ബെറ്റർ ആണോ അല്ലയോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ ഈ 3 കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് നോക്കണം എന്നാണ് പറയുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആയിരിക്കും. ഓക്കെ,
നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. നമ്മുടെ ടോട്ടൽ സെയിൽസിൽ എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ്, അതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും കൂടുതലായിരിക്കും ബെറ്റർ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഓൾവേസ് ഹയർ ആണ് ബെറ്റർ. രണ്ടാമത്തെ കാര്യം പറയുന്നത് അസറ്റ് ടേൺ ഓവർ, ദാറ്റ് ഇസ് നെറ്റ് സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്, വിച്ച് മീൻസ് നമ്മുടെ ഈ ടോട്ടൽ അസറ്റ് കൊണ്ട് എന്തുമാത്രം സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി, ടോട്ടൽ അസറ്റ് കൊണ്ട് എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്തു. അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഓൾസോ കൂടുന്നതാണ് ബെറ്റർ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് ബെറ്റർ, അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നോർമൽ ക്ലാസ്സസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരു മാരത്തൺ സെഷനിൽ നമുക്ക് അത്രയും ടൈം ഇല്ല, അതുകൊണ്ട് ഞാൻ വേഗം പറയാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് ബൈ ഇക്വിറ്റി. സോ വിച്ച് മീൻസ് നമ്മുടെ ടോട്ടൽ അസറ്റിന്റെ പോർഷനിൽ എന്തുമാത്രമാണ് ഇക്വിറ്റി. നമ്മുടെ ടോട്ടൽ അസറ്റ് ഇപ്പൊ 5 lakh ആണ്, ഇക്വിറ്റി 1 lakh ആണെന്ന് പറയുകയാണെങ്കിൽ ഈ 5 lakhല് 4 lakh ഫണ്ട് നമ്മൾ റേസ് ചെയ്തത് ഡെപ്റ്റ് എന്നായിരിക്കും. മനസ്സിലായോ? ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് ബൈ ഇക്വിറ്റി ആണ്. ടോട്ടൽ അസറ്റ് 5 lakh ആണ്, ഇക്വിറ്റി 1 lakh ആണെങ്കിൽ ബാക്കി ഫണ്ട് നമ്മൾ റേസ് ചെയ്തത് ഈ 5 lakhലെ 4 lakh ഫണ്ട് നമുക്ക് കിട്ടിയത് ഡെപ്റ്റ് എന്നായിരിക്കും. അതേസമയം നമ്മുടെ ടോട്ടൽ അസറ്റ് ഒരു 3 lakhും ഇക്വിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് 3 lakh ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു 4 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കേസിൽ നമ്മുടെ ടോട്ടൽ അസറ്റ് 3 ലക്ഷം ഉണ്ട്. ഈ 3 ലക്ഷവും നമുക്ക് എവിടുന്ന് കിട്ടി? ഇക്വിറ്റിയിൽ നിന്ന് തന്നെ കിട്ടി. സോ 5 lakh ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കേസ് പ്രകാരം 5 lakh ഡിവൈഡഡ് ബൈ 1 lakh ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കേട്ടോ, 5 lakh ഡിവൈഡഡ് ബൈ 1 lakh, 5 lakh ഡിവൈഡഡ് ബൈ 1 lakh ചെയ്താൽ 5% ആണ് ഫസ്റ്റ് കേസിൽ വരാം. 5% അല്ല, 5 times ആണ് വരാം. ആൻഡ് സെക്കൻഡ് കേസിൽ 3 lakh ഡിവൈഡഡ് ബൈ 4 lakh ചെയ്താൽ 0.75 ആണ്. വിച്ച് മീൻസ് ഇക്വിറ്റി മൾട്ടിപ്ലയർ കുറയുന്നതാണ് ബെറ്റർ. മനസ്സിലായോ? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നതാണ് നല്ലത്, അസറ്റ് ടേൺ ഓവർ കൂടുന്നതാണ് നല്ലത്. പക്ഷേ ഇക്വിറ്റി മൾട്ടിപ്ലയർ എപ്പോഴും കുറയുന്നതായിരിക്കും ബെറ്റർ. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്? നമ്മുടെ അസറ്റ് 5 lakhും ഇക്വിറ്റി 1 lakh ആണ്. അപ്പൊ അസറ്റ് 5 ലക്ഷം ഉണ്ട്. ഈ 5 ലക്ഷത്തിന് 1 ലക്ഷം ഇക്വിറ്റി എന്ന് കിട്ടിയിട്ടുള്ളൂ, ബാക്കി 4 ലക്ഷം ഡെപ്റ്റ് ആണ്. രണ്ടാമത്തെ കേസിൽ 3 lakh ബൈ 4 lakh ആണ്. നമ്മുടെ അസറ്റ് 3 lakh ആണ്. ഈ 3 lakh നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? ഇക്വിറ്റിന്ന് എടുക്കാം. ഓക്കെ, ബാക്കി ഒരു 1 lakh ഇക്വിറ്റി പിന്നെയും പെൻഡിങ് ഉണ്ട്. സോ ഇക്വിറ്റി മൾട്ടിപ്ലയർ എപ്പോഴും കുറയുന്നതാണ് ബെറ്റർ. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് മാർജിനും അസറ്റ് ടേൺ ഓവറും കൂടുന്നതാണ് ബെറ്റർ. ഇതൊന്ന് ക്യാൻസൽ ഓഫ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു നെറ്റ് സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു ടോട്ടൽ അസറ്റ് ബൈ ഇക്വിറ്റി. ഈ നെറ്റ് സെയിലും ക്യാൻസൽ ചെയ്യാം, ഈ ടോട്ടൽ അസറ്റും ക്യാൻസൽ ചെയ്യാം. ഫൈനലി നെറ്റ് പ്രോഫിറ്റ് ബൈ ഇക്വിറ്റി കിട്ടും. അത് തന്നെയല്ലേ റിട്ടേൺ ഓൺ ഇക്വിറ്റി. സോ ആസ് പെർ ഡ്യൂപോണ്ട് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ ചുമ്മാ നോക്കുമ്പോഴത്തേനും ഏത് കമ്പനിക്കാണോ കൂടുതൽ, ദാറ്റ് ഡസന്റ് മീൻ ആ കമ്പനി ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്നല്ല. അതിന്റെ ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ 3 ഫാക്ടറും കൺസിഡർ ചെയ്തിട്ട് ഓരോ ഫാക്ടറിന്റെ ബേസിസിലും വേണം നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനെന്നാണ് ഡ്യൂപോണ്ട് അനാലിസിസിൽ പറയുന്നത്. ക്ലിയർ ആണോ? സോ നമ്മൾ റെസിഡ്വൽ വാല്യൂ നോക്കി, EVA നോക്കി, ഡ്യൂപോണ്ട് അനാലിസിസ് നോക്കി. ഇനി ഒരു ടോപ്പിക് കൂടെ നമുക്ക് നോക്കാനുണ്ട്, ദാറ്റ് ഈസ് അവർ ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇലസ്ട്രേഷൻ, നമ്മുടെ വർക്ക് ബുക്കിൽ ഒരു ഇലസ്ട്രേഷൻ എടുക്കാം. ആ ഇലസ്ട്രേഷന്റെ ബേസിസിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം അത് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന ടൈമിനേക്കാൾ കുറവായിരിക്കും പിന്നീട് എടുക്കുന്ന സമയം. മനസ്സിലായോ? ഇപ്പൊ ആദ്യം ഞാനൊരു വർക്ക് ചെയ്യാൻ 5 മണിക്കൂർ എടുത്തെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ നേരത്ത് 3 മണിക്കൂർ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കേസ് എടുക്കാം. നമ്മൾ പഠിക്കുമ്പോൾ ഇനിഷ്യലി ഒരു ടോപ്പിക് എടുക്കാൻ മേ ബി നമ്മളൊരു 5 hours എടുത്തു. ഒരു ചാപ്റ്റർ തീർക്കാൻ 5 മണിക്കൂർ എടുത്തെങ്കിൽ അടുത്ത റിവിഷനിൽ നമുക്കത് 3 hours ആക്കാം.
അത് കഴിഞ്ഞുള്ള റിവിഷനിൽ 2 hours ആക്കും. ഇതിനെയാണ് നമ്മൾ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ലേണിംഗ് കർവ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഒരേ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന ടൈമിനേക്കാൾ കുറഞ്ഞു വരും. സോ നമുക്ക് ഇലസ്ട്രേഷൻ നോക്കാം. Spectra Limited, a manufacturing company, received an order for 16 units of a new product. So far, 4 units have been completed. The first units required 40 direct labor hours and total of 102.4 direct labor hours has been recorded for the 4 units. The production manager expects on 85% learning effect for this type of work. The direct cost attributed to the center in which the unit is manufactured and its costs are as follows. Okay, നമുക്ക് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. You are required to produce an estimated product cost for the initial order based on the cost data given. നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് എത്രയ്ക്കാണ്? നമുക്ക് 4 യൂണിറ്റ്സിനാണ് ഓർഡർ തന്നിരിക്കുന്നത്. So far 4 units have been received an order for 16 units ആണ്. So far നമ്മൾ 4 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 16 യൂണിറ്റ്സിനുള്ള ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത്. ആ ഓർഡറിന്റെ കോസ്റ്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് the first units required 40 direct labor. ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് 40 മണിക്കൂറാണ് വേണ്ടത്. ആൻഡ് എ ടോട്ടൽ ഓഫ് 102.4 ഡയറക്ട് ലേബർ അവേഴ്സ് ഹാസ് ബീൻ റെക്കോർഡഡ് ഫോർ 4 യൂണിറ്റ്സ്. നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നേരത്തെ 40 മണിക്കൂർ വേണം. 4 യൂണിറ്റ് ഉണ്ടാക്കാൻ 102.4 അവേഴ്സ് ആണ്. നമ്മുടെ ലേണിംഗ് കർവിന് വരുന്ന ഒരു ടൈപ്പ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 85% ആണ്. 85% ലേണിംഗ് എഫക്റ്റ് വരുന്നു എന്നാണ് പറയുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. സോ 16 യൂണിറ്റ്സിന് എത്ര എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും പ്രൊഡക്ഷൻ എടുക്കേണ്ടത് ഡബിൾ ചെയ്ത് വേണം പ്രൊഡക്ഷൻ എടുക്കാൻ. സോ ഫസ്റ്റ് 1 എടുക്കുക, പിന്നെ 2 എടുക്കുക, പിന്നെ 4 എടുക്കുക, പിന്നെ 8 എടുക്കുക, പിന്നെ 8ന് ഡബിൾ 16 ആൻഡ് 32. ഇങ്ങനെ ഡബിൾ ചെയ്ത് വരാം. ആദ്യം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ 40 മണിക്കൂർ എടുക്കും. ആദ്യം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ 40 അവേഴ്സ് ആണ്. പിന്നീട് നമ്മൾ 2 പ്രൊഡക്റ്റ് ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്, ശ്രദ്ധിച്ചോളൂ, അടുത്ത സ്ലോട്ടിലെ ഈ 2 പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടല്ല 34 എന്ന് പറഞ്ഞാൽ, 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പ്രൊഡക്റ്റിന് 40 × 0.85 34 ആണ് അവർ വരാ. ഓക്കെ, അത് കഴിഞ്ഞ് 4 പ്രൊഡക്റ്റ് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ 4 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് 34 × 0.85 28.9 ആണ്. ഓക്കെ, അടുത്തത് വരുന്നത് 8 ആണ്. വിച്ച് മീൻസ് നമ്മൾ 8 യൂണിറ്റ് ഒരുമിച്ച് ഉണ്ടാക്കിയാൽ അതിലൊരു യൂണിറ്റിന് 28.9 × 0.85 24.57 വരും. ഇനി 16 യൂണിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ 24.57 × 0.85 20.88 കിട്ടും. ആൻഡ് 32 യൂണിറ്റ് ഉണ്ടാക്കിയാൽ 0.85 × 20.88 17.75 എന്ന് കിട്ടും. ഇതാണ് ആവറേജ് ടൈം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 എണ്ണത്തിനല്ല 34 മണിക്കൂർ. 2 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു യൂണിറ്റിനാണ് 34 മണിക്കൂർ. 4 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു യൂണിറ്റിനാണ് 28.9. ഇനിഷ്യലി ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ 40 മണിക്കൂർ എടുത്തു. അതിങ്ങനെ കുറഞ്ഞു വരാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്ത് വരുമ്പോൾ ഓരോ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സമയം കുറയാണ്. സോ ടോട്ടൽ ടൈം കമ്പ്യൂട്ട് ചെയ്യാം. 40 × 1 40, 34 × 2 is 68, 28.9 × 4 is 115.6, 24.57 × 8 is 196.56, 20.88 × 16 is 334.08, 17.75 × 32 is 568. അപ്പൊ നമുക്ക് 16 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ 16 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു യൂണിറ്റിന്റെ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് 30 ആണ്. സോ 30 × 16. ഡയറക്ട് ലേബർ 16 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് 334.08 ആണ്. ഒരു മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യുന്നത് 6 രൂപയാണ്. സോ 334.08 × 6 2004.48 വരും. വേരിയബിൾ ഓവർഹെഡിനെ പറ്റി എന്താ പറയുന്നത്? 0.5 പെർ ഡയറക്ട് ലേബർ അവർ. സോ 0.5 × 334 × 4.08 and fixed overhead is 5 × 334.08. കഴിഞ്ഞു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് മനസ്സിലായല്ലോ.
ഇത്രയേ ഉള്ളൂ ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇനിഷ്യലി എടുത്ത സമയത്തേക്കാൾ കുറഞ്ഞു വരും. ആൻഡ് ഇവിടെ ഒരു പെർസെൻറ്റേജ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും നമ്മുടെ ടൈം താഴോട്ട് ഡിക്രീസ് ആയി വരിക. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ഈ മാരത്തണെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഇത്രയും ഒരു 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനിയിപ്പം നമ്മുടെ വേരിയൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി നമ്മൾ മെറ്റീരിയലും ലേബറും കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫിക്സ്ഡും സെല്ലിംഗ് വേരിയബിൾ ഓവർഹെഡും സെയിൽസ് ഓവർഹെഡും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ 2 തിയറി ചാപ്റ്റേഴ്സ് ആണ് വരാം. ഷുവർ ആയിട്ട് നിങ്ങൾ ആ തിയറി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് തന്നെ പോകും. 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, എന്തായാലും ആ തിയറി ചാപ്റ്റർ പഠിക്കാം. നമുക്ക് ലാസ്റ്റ് സ്ലോട്ടിലും ഒരു ക്വസ്റ്റ്യൻ കാണും ആൻഡ് ഫസ്റ്റ് സ്ലോട്ടിലും ഒരു ക്വസ്റ്റ്യൻ വരും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ ആ ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടന്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്, ആ ഡിഫറൻസ് ഒക്കെ പഠിച്ചിട്ട് പോകും. എപ്പോഴും ആ ഡിഫറൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരിക്കലും ആ തിയറി പോർഷൻ വിടരുത്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിരുന്ന ഈ ചാപ്റ്റേഴ്സും എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇലസ്ട്രേഷൻ 7. Radiance Motors Limited manufactures engines mounting for Skyjet airline. They have been asked to bid on a prospective contract for 30 engines mounting for the jet aircraft. They have just completed an initial run of 10 of these mountings at the following cost. Direct material 8,400, direct labor 2,400 hours at 512,000, variable overhead 0.6 per labor hour, fixed overhead 1 per labor hour. Okay, ഇത് 10 ഓഫ് ദീസ് മൗണ്ടിങ്സിനുള്ള കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. 10 എണ്ണത്തിനാണ് ഈ ഒരു കോസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് 80% ലേണിംഗ് കർവ് ഇസ് തോട്ട് ടു ബി പെർട്ടിനന്റ് ഇൻ ദിസ് കേസ്. Marketing director believes that the quotation is unlikely to be accepted if it is exceeds 48,000. Okay, നമ്മുടെ കോസ്റ്റ് 48,000 എക്സീഡ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യേണ്ടെന്നാണ് മാർക്കറ്റിംഗ് ഡയറക്ടർ പറയുന്നത്. And as the company are short of work, he believes the contract to be vital. You are required to comment whether it is worth accepting at 48,000. നോക്കാം. So ഇവിടെ നമ്മൾ നോക്കുന്നത് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2,400 അവേഴ്സ് ആണ്. 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമുക്ക് 2,400 വരുന്നത്. ഓക്കെ, 10 എണ്ണത്തിന് 2,400 ആണ്. അപ്പൊ അതിൽ ഒരു യൂണിറ്റിന് എത്ര? ഓക്കെ, ആവറേജ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരെണ്ണം കണ്ടുപിടിക്കുക. 10 എണ്ണത്തിന് 2,400 ആണ്. സോ ഒരെണ്ണത്തിന് 240 ആണ്. ഓക്കെ, 240 ആണ് ഒരെണ്ണത്തിന്റെ വില. മനസ്സിലായോ? 10 എണ്ണത്തിന് 2,400 ആണ്. സോ ആവറേജ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന്, സോ 2,400 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 240 കിട്ടും. ഇനി 10ന്റെ ഡബിൾ ആണ് 20. സോ ഈ 20യിൽ ഒരെണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് 240 ഇൻറ്റു 0.8, 80% ആണ് ലേണിംഗ് കർവ്. സോ 192. അത് ഒരെണ്ണത്തിന്റെ വിലയാണ്. സോ 20 എണ്ണത്തിന് 192 ഇൻറ്റു 20 ചെയ്താലാണ് 20 എണ്ണത്തിന് കിട്ടുക. ഇതെന്താണ് 3840 എന്ന് പറയുന്നത്? 192 ഇൻറ്റു 20 ആണ്. ഒരു യൂണിറ്റിന് 192 ആണ്. സോ 20 യൂണിറ്റിന് 3840 ആണ്. ആൻഡ് അടുത്തത് പറയുന്നത് 40. 20 ഡബിൾ ചെയ്താൽ 40 ആകും. സോ 192 ഇൻറ്റു 80% 153.6 ഒരെണ്ണത്തിന്. സോ 40 എണ്ണത്തിന് വിൽ ബി 153.6 ഇൻറ്റു 40, 6,144 എന്ന് വരും. ഓക്കെ ആണോ? സോ നമ്മൾ ക്യുമുലേറ്റീവ് അവേഴ്സും കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, they have been asked to bid on a prospective contract for 30 engines. 30 engines ആണ് നമ്മുടെ ചോദ്യം. സോ 30ക്ക് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ 40 മൈനസ് 10 ചെയ്താൽ 30 കിട്ടിയില്ലേ? 40 മൈനസ് 10 ചെയ്താൽ 30 കിട്ടും. വിച്ച് മീൻസ് 6,144 മൈനസ് 2,400 ചെയ്താൽ 3,744 അവേഴ്സ് അല്ലേ 30 യൂണിറ്റിന്. 40 യൂണിറ്റിന് 6,144 ആണ്. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2,400 ആണെങ്കിൽ 30 യൂണിറ്റിന് 40 മൈനസ് 10 അല്ലേ? അപ്പൊ 3,744 മണിക്കൂറിന് കിട്ടും. സോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം 30 എൻജിൻസിന് വേണ്ടിയിട്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 8,400 ആണ്.
ഇത് പത്തെണ്ണത്തിനാണ്. സോ ഒരെണ്ണത്തിന് 8400 ഡിവൈഡഡ് ബൈ 10, ഒരെണ്ണത്തിന് 840 ആണ്, ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ 25,200 കിട്ടും. ഓക്കെ, 8400 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 25,200 കിട്ടും. ഇനി ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 2400 hours at 5. ഇവിടെ നമ്മൾ എത്ര അവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്? 3744. സോ 3744 ഇൻറ്റു 5 ചെയ്താൽ 18,720 ആണ്. ഇനിയിപ്പോ വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 0.6 പെർ ലേബർ അവർ ആണ്. ദാറ്റ് ഇസ് 3744 ഇൻറ്റു 0.6, 2246.4 എടുക്കുന്നു. ഫിക്സ്ഡ് ഓവർ ഹെഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിക്സ്ഡ് ഓവർ ഹെഡ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യില്ല, പകരം കോൺട്രിബ്യൂഷൻ വരെ എടുക്കുള്ളൂ. കാരണം എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും ഫിക്സ്ഡ് ഓവർ ഹെഡ് സെയിം ആയിരിക്കും. സോ ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്താൽ വിൽ ഗെറ്റ് 25,200 പ്ലസ് 18,720 പ്ലസ് 2,246.4, 46,166.4 എന്നാണ് പറയുന്നത്. The contract is worth accepting if more profitable work is not being turned away, as it yields a contribution of 1,833.66. നമ്മളോട് പറയുന്നത് എത്രയാ? 48,000 എക്സീഡ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യണ്ടെന്നാ പറയുന്നത്. പക്ഷെ 48,000 എക്സീഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് 1,833.66 കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ മെയിൻലി 4 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്: ABC, ബഡ്ജറ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിവിഷണൽ പെർഫോമൻസ്. ഓക്കെ, ഇനി ബാക്കി ചാപ്റ്റേഴ്സിന്റെയും കൂടെ സെഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെ പറ്റി ഒരു സെഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു മാരത്തൺ കണ്ടക്ട് ചെയ്യാം. കുറച്ച് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം.